ഹലോ, ഗുഡ് ഈവനിങ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആളും അരങ്ങും ഒരുങ്ങിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പുള്ള കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. ഏപ്രിൽ 9 കേരള വോട്ടെടുപ്പിലേക്ക് കടക്കും. മെയ് 4 വോട്ടെണ്ണും. കേരളത്തിൻ്റെ ഭാഗത്തെയും ആര് തീരുമാനിക്കും എന്നറിയാൻ ഇനി കുറച്ച് ആഴ്ചകൾ മാത്രം. 24 ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ നമ്മളാണ് വി ആർ ദ ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ്. കഴിഞ്ഞ കുറച്ചധികം കാലമായി, ഒരുപക്ഷേ നമ്മുടെ 24 സംപ്രേഷണം ആരംഭിച്ചതിന് ശേഷം എല്ലാ തെരഞ്ഞെടുപ്പിലും പ്രിയപ്പെട്ട ജനങ്ങൾക്കൊപ്പം, നാട്ടുകാർക്കൊപ്പം, പ്രേക്ഷകർക്കൊപ്പം 24 ഉണ്ട്. ഈ അവസരത്തിലും 24 പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു. മാത്രമല്ല, ലോകമെമ്പാടുമുള്ള പ്രവാസികൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകൾക്കും തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ വിശകലനങ്ങളും തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പാദപതനങ്ങൾക്കുമൊക്കെ നമ്മൾ കാതോർക്കുന്നു. അതൊക്കെ തൊട്ടടുത്ത നിമിഷം പ്രേക്ഷകരുടെ കണ്ണുകളിലേക്കും കാതുകളിലേക്കും എത്തിക്കുവാൻ 24ൻ്റെ പട്ടാളം സജ്ജമായി കഴിഞ്ഞു. അതിൻ്റെ സൂചനയാണ് എല്ലാ ദിവസവും വൈകുന്നേരം ഇത്രയധികം സമയം നീണ്ടുപോകുന്ന ഒരു ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റ് നിങ്ങൾക്ക് കാണാം. ദ ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റ് ആരംഭിക്കുന്നു. ഞാൻ മാത്രമല്ല, എനിക്കൊപ്പം ചേരുകയാണ് ഹാഷ്മി താജ് ഇബ്രാഹിം, ബി ദിലീപ് കുമാർ, കെ ആർ ഗോപികൃഷ്ണൻ, അസിദ സഹീർ, വെൽക്കം മൈ ഡിയർ ഗായ്സ്. നമ്മൾ ആരംഭിക്കുന്നു ദ ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റ്. ഗോപികൃഷ്ണൻ, ഇനി ഇറ്റ് ഈസ് യുവർ ഊഴം. അപ്പോൾ എസ് കെ, നമ്മൾ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായി പോരാട്ടം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിനോടകം തന്നെ പൊട്ടിത്തെറികൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏത് മുന്നണിയിൽ എടുത്ത് നോക്കിയാലും ആ പൊട്ടിത്തെറിയുണ്ട്. ഇപ്പൊ UDF-നെ സംബന്ധിച്ച് മുന്നണി വ്യത്യാസമില്ലാത്ത പൊട്ടിത്തെറി തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആവേശം അങ്ങ് എത്തിക്കഴിഞ്ഞു. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പൊ കെ സുധാകരനും അടൂർ പ്രകാശനും ഏറ്റവും ഒടുവിൽ ഹൈക്കമാൻഡ് അവർക്ക് വഴങ്ങേണ്ടി വന്നിരിക്കുന്നു. രണ്ടുപേർക്കും സീറ്റ് നൽകാൻ പോവുകയാണ്. അതായത് MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്നതൊരു നയപരമായ തീരുമാനമായി ഹൈക്കമാൻഡിന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം രണ്ടുപേരുടെ സമ്മർദ്ദം, അതിൽ തന്നെ കെ സുധാകരന്റെ പിടിവാശി. അപ്പോൾ അതിന് വഴങ്ങേണ്ടി വന്നിരിക്കുന്നു. ഇനി ഇടതുമുന്നണിയിൽ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് തന്ത്രമാണെങ്കിലോ അതാകാം അങ്ങ് വഴങ്ങിയത് ഗെയിം പ്ലാൻ ആണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ സീറ്റുകൾ കിട്ടി അധികാരത്തിലെത്തുക എന്ന ഗെയിം പ്ലാൻ ആയിരിക്കാം. പക്ഷേ അത് എല്ലാ MP-മാരും ഈ അവകാശവാദവുമായി രംഗത്ത് വരികയാണ്. രണ്ടാമത്തെ കാര്യം, CPM-നകത്തും കാര്യങ്ങൾ ഭദ്രമല്ല. CPM-നെ ചോദ്യം ചെയ്തുകൊണ്ട് നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നു. വിമതർ മത്സരിക്കുന്നു, അവർക്ക് UDF-ന്റെ പിന്തുണയുണ്ട്. അപ്പോൾ ഇടതുമുന്നണിയിലും കാര്യങ്ങൾ ഭദ്രമല്ല. NDA-യിലും പൊട്ടിത്തെറിയുണ്ട്. ഇപ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖരനൊക്കെ പരസ്യമായി തന്നെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക്, BJP-യിലെ നേതാക്കൾക്ക് സീറ്റ് കിട്ടിയില്ല എന്ന ഇപ്പോൾ MT രമേശിന് ആക്ഷേപമുണ്ട്, കുമ്മനം രാജശേഖരന് ആക്ഷേപമുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുൻപേ മുന്നണിക്കകത്തെ പൊട്ടിത്തെറിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട. ഗോപികൃഷ്ണൻ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ എന്താണ് ഈ പരിപാടിയിലൂടെ അർത്ഥമാക്കുന്നത് എന്നറിയാൻ ഹാഷ്മി താജ് ഇബ്രാഹിം ഉണ്ട്. നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ നമ്മുടെ മണിയുടെ 12K വിസ്താര സ്റ്റുഡിയോയിൽ നിന്നാണ് ഈ തത്സമയ പരിപാടി നിങ്ങളിൽ എത്തിച്ചേരുന്നത്. ഹാഷ്മി, ശരിക്കും ഒരു തെരഞ്ഞെടുപ്പ് രംഗമാവും നമുക്കൊക്കെ കൂടുതൽ ഉത്തരവാദിത്വമാണ്. കാര്യം പ്രേക്ഷകർക്ക് വിശ്വാസ്യത പുലർത്താൻ കഴിയുന്ന ഒരുപാട് കണക്കുകളും കാര്യങ്ങളും വിശകലനങ്ങളും നയസമീപനങ്ങളും ഒക്കെ ഉണ്ടാകണം ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ. ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റിൽ പങ്കെടുക്കുമ്പോൾ ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ മനസ്സിൽ നിറയുന്നത് ഇപ്പോഴെന്താണ്? ഉറപ്പായും നമ്മൾ ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് വെറുതെ പറയുന്നതല്ല, അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു. 24ന്റെ പിറവു മുതൽ ഇന്നേ വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. ഇക്കുറി തെരഞ്ഞെടുപ്പ് സാധാരണ തെരഞ്ഞെടുപ്പല്ല, ഇത് ഡു ഓർ ഡൈ ബാറ്റിലാണ്. അത് ഏതെങ്കിലും തരത്തിൽ LDF-നോ UDF-നോ ഒരു പരാജയത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയില്ല. LDF തോറ്റു കഴിഞ്ഞാൽ രാജ്യത്ത് ഏക ഭരണം ഉണ്ടായിരുന്ന CPM ഭരണം ഉണ്ടായിരുന്ന സ്ഥലത്ത് അവർക്ക് ഭരണനഷ്ടം ഉണ്ടാകുന്നു. UDF പരാജയപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടാം മൂഴം പൂർത്തിയാക്കി മൂന്നാം മൂഴത്തിലേക്ക് നയിക്കുന്ന LDF എന്ന വല്ലാത്ത ഗതികേട്, വല്ലാത്ത നാണക്കേട് UDF-ന് നേരിടേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്ട്രക്ഷൻ എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ LDF-നോ UDF-നോ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം അചിന്ത്യമാണ് എന്ന് ഉറപ്പായും പറയാം. അതേസമയം NDA-ക്കും അവർ ഏറ്റവും ചുരുങ്ങിയത് 5 സീറ്റ് ലക്ഷ്യം വെക്കുന്നുണ്ട്. അവരുടെ വലിയ ഹൈപ്പ്, അവരുടെ വലിയ നേതൃത്വം, കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യൽ, പ്രധാനമന്ത്രി അടക്കം വരൽ, അമിത്ഷാ അടക്കം വരൽ, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അവർക്കും 5 സീറ്റിൽ കുറഞ്ഞൊന്നും ചിന്തിക്കാൻ വയ്യ. ആ അർത്ഥത്തിൽ അങ്ങേയറ്റം തീവാറും പോരാട്ടം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇപ്പോഴും അൺപ്രഡിക്റ്റബിലിറ്റി തെരഞ്ഞെടുപ്പിലുണ്ടെന്ന് ഉറപ്പായും പറയാം. ഏതെങ്കിലും തരത്തിൽ
LDF മൂന്നാം ഊഴം ഉണ്ടാവില്ലെന്നോ ഏതെങ്കിലും തരത്തിൽ UDF വിജയം ഉണ്ടാകുമെന്നോ എന്ന് പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ വന്ന ചില സർവേകളൊക്കെ നെറ്റുരക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചിക്കുന്ന സാഹചര്യം. അതിനിടയിലാണ് SKN നമ്മൾ നേരത്തെ കണ്ട മാരകമായ പൊട്ടിത്തെറികൾ, എല്ലാ പാർട്ടികളും പൊട്ടിത്തെറിയോട് പൊട്ടിത്തെറി. ഏറ്റവും ഒടുവിൽ കെ സുധാകരനും അടൂർ പ്രകാശനും വഴങ്ങുകയാണ്. നേരത്തെ SKN പറയുന്നത് പോലെ ആ വഴങ്ങൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് കാരണം കെ സുധാകരൻ കണ്ണൂരിലെ തലപ്പൊക്കമുള്ള നേതാവാണ്, അടൂർ പ്രകാശ് കോന്നിയിലെ തലപ്പൊക്കമുള്ള നേതാവാണ്. അടൂർ പ്രകാശ് ഇല്ലെങ്കിൽ കോന്നി തിരികെ കിട്ടില്ല എന്നൊരു സാഹചര്യം അവിടെയുണ്ട്. അവിടെ ഇപ്പോൾ ആ സീറ്റിരിക്കുന്ന ജനീഷ് കുമാറിന്റെ കയ്യിൽ, LDF കയ്യിലാണ്. അത് തിരിച്ചു പിടിക്കാൻ ഈ കരതലാമലകം എന്ന് പറയുന്നത് പോലെ കൈവെള്ളയിലെ നെല്ലിക്ക പോലെ കോന്നി മണ്ഡലത്തിന്റെ മുക്കും മൂലയും അറിയാവുന്ന അവിടെ SKN അടൂർ പ്രകാശ് പോകുമ്പോഴേക്കും അടൂർ പ്രകാശ് പറഞ്ഞ നോമിനി റോബിൻ പീറ്റർ ആയിരുന്നു. റോബിൻ പീറ്ററെ മാറ്റി വേറൊരു സ്ഥാനാർത്ഥിയെ മത്സരിച്ചുകൊണ്ട് തോറ്റു എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ അവിടെ കോന്നിയിലുണ്ട്. അങ്ങനെ കോന്നി സീറ്റ് പിടിച്ചെടുക്കാൻ അടൂർ പ്രകാശ്. അതുമാത്രമല്ല SKN നമ്മളിവിടെ ഇത് പുരോഗമന കേരളമാണ് എന്നൊക്കെ, നമ്മൾ ജാതി നോക്കാറില്ല, മതം നോക്കാറില്ല എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് യഥാർത്ഥത്തിൽ അറിയാം ഈ നവോത്ഥാന കേരളത്തിൽ ജാതി മതം നന്നായി നോക്കുന്നുണ്ട്. അത് സ്ഥാനാർത്ഥിന് പരിഗണനയാവുന്നുണ്ട് നമുക്ക് നന്നായി അറിയാം. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമായ ഈഴവ സമുദായത്തിൽ 2 തലപ്പൊക്കമുള്ള നേതാക്കൾ അവിടേക്ക് വരണം എന്ന ശിവഗിരി മഠമടക്കം പറയുന്ന സാഹചര്യമുണ്ട് SKN. അപ്പോൾ ഇത് ഒരുപക്ഷെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഹൈക്കമാൻഡ് ലോ കമാൻഡായി തോന്നുമെങ്കിലും ഇത് ആത്യന്തികമായി കോൺഗ്രസിന് പ്രയോജനം ഉണ്ടാക്കും നീക്കം എന്നാണ് എന്റെ ഒരു പൊളിറ്റിക്കൽ ഗെയിം. നമുക്കൊരാളെ കൂടി നമ്മൾ പരിചയപ്പെടുന്നു. ഈ ഒരുപക്ഷെ 12K വിസ്താരയിൽ ആദ്യമായി എത്തിയിരിക്കുന്ന അസിത സഹീറാണത്. അസിതെ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാകും. എൻകൗണ്ടറിലൂടെ തന്നെ നമ്മുടെ സംവാദവേദികളിൽ ഇപ്പോൾ ഈ ശബ്ദം മുഴങ്ങി കേൾക്കുന്നുണ്ട്. അതുകൂടാതെ അസിത കൈരളി TV ചാനലിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. നമ്മൾ മാത്രമേ ഈ പേര് പറയൂ എന്ന് പ്രേക്ഷകർ പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ അസിത, കൈരളിയിലെ ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല അനുഭവമായിരുന്നു SKN. എന്തായാലും അതിന്റെ തുടർച്ച കൂടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. 24 എന്റെ ആദ്യത്തെ ഇലക്ഷൻ കൂടിയാണ്, അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഞങ്ങളും അതേ പ്രതീക്ഷയിലാണ് അസിത. ഓക്കെ, അപ്പോൾ ഈ അസിത ഒരുപക്ഷെ ഒരു അത്യാവശ്യം കൂടുതൽ രാഷ്ട്രീയ വിവേകത്തോടെ ചർച്ചയെ നയിക്കുന്ന ആളാണ്. അപ്പോൾ ഈ ഒരു നമ്മളൊരു ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റ് നിൽക്കുമ്പോൾ അസിതയുടെ മനസ്സിൽ എന്തെങ്കിലും നിറയുന്നുണ്ടോ? ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ 24ന്റെ തുടക്കം മുതൽ തന്നെ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പുകളെ 24 സമീപിച്ചൊരു രീതിയുണ്ട്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് തന്നെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ 24ന്റെ ഭാഗമായി കൂടി നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യം കൂടിയാണ്. പിന്നീട് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ തീർത്തും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പ്രവചിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ മാറുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ തവണ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോകുമ്പോൾ അത്തവണയുണ്ടായിരുന്ന ചില സവിശേഷമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ആ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ജനങ്ങളോടൊപ്പം നിന്ന ഒരു സർക്കാർ എന്നൊരു പ്രതീതി അന്ന് കേരളത്തെ നയിച്ചിരുന്ന LDF സർക്കാരിനുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു തുടർച്ച ഏറെക്കുറെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ നിലവിൽ സാഹചര്യങ്ങളൊക്കെയും വ്യത്യസ്തമാണ്. സാധാരണ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസിൽ കാണുന്ന വലിയ പൊട്ടിത്തെറികൾ ഇവിടെ ഏറ്റവും ആദ്യം ഉണ്ടായത് CPIM-ലാണ്, LDF-ലാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതിലേറ്റവും പ്രധാനം അവിടെ നിന്ന് കലഹിച്ചിറങ്ങിയ നേതാക്കളുടെ നിരയാണ്. അതിൽ G സുധാകരൻ മുതലുള്ള നേതാക്കൾ ഉണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിൽ CPIM-നെ കെട്ടിപ്പടുക്കാനായി ഇറങ്ങിത്തിരിച്ച നേതാക്കൾ മുതൽ കലഹിച്ചു പുറത്താണ് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ CPIM-നെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. കോൺഗ്രസിലും സമാനമായ നിലയിൽ കാര്യങ്ങൾ ഭദ്രമല്ല. ഇപ്പോൾ കെ സുധാകരനൊക്കെ വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള കച്ചകെട്ടി ഇറങ്ങുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുകയായിരുന്നു 7 MLA-മാർക്ക് തുല്യമാണ് ഒരു NP, അതുകൊണ്ട് ഞാൻ നിയമസഭയിൽ മത്സരിക്കാനില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ സുധാകരനെയൊക്കെ സംബന്ധിച്ചിടത്തോളം വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചു വന്ന ഒരു മണ്ഡലത്തിലെ MLA ആകുക എന്നുള്ളതല്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് ഉറപ്പാണ്. സ്വാഭാവികമായും കോൺഗ്രസ് UDF ഒരു ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ UDF അധികാരത്തിൽ എത്തിയാൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രീയ മുന്നണിക്ക് കേരളത്തിന്റെ അധികാരം പിടിക്കാൻ സാധിച്ചാൽ സ്വാഭാവികമായും ഇപ്പോൾ നടക്കുന്ന ഈ രാഷ്ട്രീയ സമവാക്യങ്ങൾ വീണ്ടും അവിടെ മറ്റൊരു തരത്തിൽ രൂപപ്പെടും. അതിന്റെ ഏറ്റവും ആദ്യത്തെ സൂചനകളാണ് സുധാകരനിൽ നിന്നും കാണുന്നത് എന്നുള്ളതും വ്യക്തമാണ്. എന്തായാലും തീർത്തും അനിർവചനീയമായ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമുള്ള ഒരു സാഹചര്യമാണ്. കാത്തിരുന്നു തന്നെ കാണാമെന്ന് തോന്നുന്ന ഒരു നിലയാണ്. എന്തായാലും താങ്ക് യു അസിത സഗീർ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ നമ്മുടെ രാഷ്ട്രീയ വിശകലനങ്ങളിലും രാഷ്ട്രീയ റിപ്പോർട്ടിങ്ങിലും അതുപോലെ തന്നെ നമ്മുടെ പൊതുജനം കഴുതയില തുടങ്ങിയ പരിപാടികളിലൂടെയും ആളുകൾക്ക് ഏറ്റവും പ്രിയങ്കരമായി പെട്ടെന്ന് തന്നെ മാറിയ ഒരാളാണ് ദിലീപ് കുമാർ, പെരുമൺ സ്വദേശി. അപ്പം ഞാൻ ദിലീപിനെ കാണുമ്പോഴൊക്കെ പറയുമായിരുന്നു, പെരുമൺ ദുരന്തത്തെ ഓർമ്മിപ്പിക്കരുത് എന്ന് ഞാൻ പറയും. പക്ഷേ ദിലീപ് കുമാർ ഒരു അവതാരകൻ എന്നുള്ളതിൽ പെട്ടെന്ന് തന്നെ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഈ ഗ്രാൻഡ് ഡിബേറ്റ് നയിക്കുന്നവരിൽ ഒരു പ്രധാനി ദിലീപ് കുമാർ ആയിരിക്കും എന്ന് മാത്രമല്ല, നമ്മുടെ ഞാൻ ദിലീപിനോട് സ്വകാര്യമായി പറഞ്ഞൊരു ഫലിതം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. ഈ 24 ഒരുപാട് അവതാരകരുണ്ട്, നിങ്ങൾക്കറിയാം. ഈ അവതാരകർക്കിടയിൽ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ സംസാരിച്ചു പോകുന്ന ഒറ്റ അവതാരകനേ ഉള്ളൂ. എല്ലാ അക്ഷരവും ക്യാപിറ്റൽ ലെറ്ററാണ്. എന്താ ദിലീപ് കുമാർ അതിൻ്റെ രഹസ്യം?
അല്ല, അത് 24ന്റെ ഒരു ശൈലി ഉണ്ടല്ലോ, വാർത്തകൾ വളരെ വ്യക്തമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അത് അതിന്റെ ശക്തിയിൽ ആ വാർത്തയുടെ അതെ അത് അവതരിപ്പിക്കുക. സത്യമാണ്. ദിലീപ് കുമാറിന്റെ വാക്കുകളിൽ എപ്പോഴും നല്ല കരുത്ത് പ്രകടമാണ്. പിന്നെ ഞങ്ങൾക്കൊക്കെ അത്യാവശ്യം ഓർമ്മപ്പിഴവ് വരുമ്പോഴും ഈ രാഷ്ട്രീയ റിപ്പോർട്ടിങ്ങിൽ ദിലീപിന് എന്തെന്നില്ലാത്തൊരു വൈദഗ്ധ്യം ഉള്ളതുകൊണ്ട് കണക്കുകളും കാര്യങ്ങളും ഒക്കെ തന്നെ കൃത്യമായിരിക്കും. ദിലീപ് കുമാർ നമ്മളെ ഒരുപക്ഷെ നമ്മളും ഏറ്റെടുത്തിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വമാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് 24നെ കാണുന്നത്. ആ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു പക്ഷത്തും ചേരാതെ എന്നാൽ ജനങ്ങളിൽ സത്യസന്ധമായ തെരഞ്ഞെടുപ്പ് വാർത്തകൾ അറിയിക്കാനുള്ള നമ്മുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ടതാണ് ഈ ദ ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റ് ഈ മണിയുടെ ഉള്ള ഈ 12K വിസ്താര സ്റ്റുഡിയോയിൽ നിന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ദിലീപ് കുമാർ. SK, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ 24നെ സംബന്ധിച്ച് നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ നമ്മളുടെ തുടക്കത്തിൽ SKN പറഞ്ഞതുപോലെ തന്നെ ദ ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ്, അതായത് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ മലയാളികൾ ഓടിയെത്തുന്നത് 24ലേക്കാണ്. അത് ഇലക്ഷൻ വാർത്തകളാകട്ടെ, ഇലക്ഷൻ്റെ റിസൾട്ടാകട്ടെ, റിസൾട്ടിലൊക്കെ ലക്ഷക്കണക്കിന് 5.5 ലക്ഷത്തോളം ആളുകൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടത് 24ലാണ്. അങ്ങനെ ആ നിലയിൽ 24 യൂട്യൂബിൽ. അപ്പോൾ അത് ആ നിലയിൽ ഈ 24ന്റെ തെരഞ്ഞെടുപ്പ് വാർത്തകൾക്ക് മറ്റു വാർത്തകളെ പോലെ തന്നെ കൂടുതൽ പ്രസക്തിയുണ്ട്. അത് നിഷ്പക്ഷമാണ് എന്ന കാര്യം ജനങ്ങൾക്കറിയാം. വസ്തുതകൾ ഏറ്റവും ആദ്യം അറിയിക്കുന്നു എന്ന കാര്യം അറിയാം. ഏതായാലും SKN ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ്. അതായത് പാർട്ടികളിലെയും മുന്നണികളിലെയും ഒക്കെ വിസ്ഫോടനങ്ങൾ അതിപ്പോഴും തുടരുകയാണ്. നമ്മുടെ ബ്രേക്കിംഗ് ഗ്രൂപ്പിൽ ഇപ്പോഴും റിപ്പോർട്ടർമാർ പല സ്ഥലങ്ങളിൽ നിന്നുള്ള വാർത്തകൾ ഇങ്ങനെ അറിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ആ പ്രദേശത്തുള്ള പാർട്ടി പ്രവർത്തകർക്കുള്ള എതിർപ്പ്, അവിടെയുള്ള ചില നേതാക്കൾക്കുള്ള എതിർപ്പ്, ചിലർ അവരുടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്നു. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ CPIM-ൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ആ വലിയ പൊട്ടിത്തെറിയാണ്. വലിയ പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ MB രാഘവനോ KR ഗൗരിയമ്മയോ ഒക്കെ ഒരു പാർട്ടി ഉണ്ടാക്കി പോയതുപോലെയുള്ള ഒരു പൊട്ടിത്തെറിയല്ല. പക്ഷേ ഈ പാർട്ടിയിലെ തന്നെ മുതിർന്ന നേതാക്കൾ പാർട്ടി കോട്ടകളിൽ നിന്ന് വെല്ലുവിളിക്കുകയാണ്. അവർ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പലരും മാറുന്നു. അത് സുധാകരൻ, മുൻ മന്ത്രി സുധാകരൻ, ഒരു മുതിർന്ന നേതാവ്. CPIM-നെ സംബന്ധിച്ച് അദ്ദേഹം പോകും, പാർട്ടി മാറുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു മുതിർന്ന നേതാവാണ് സുധാകരൻ. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഭുവനേശ്വരൻ രക്തസാക്ഷിയായിരുന്നു. അത്തരം ഒരു പാരമ്പര്യമുള്ള ആ സുധാകരൻ അദ്ദേഹം തന്നെ ഇപ്പോൾ CPIM വിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. CPIM-ന്റെ വലിയ കോട്ടയായ തളിപ്പറമ്പിൽ തന്നെ അവിടെ നിന്ന് TK ഗോവിന്ദൻ വിമതസ്വരം ഉയർത്തുന്നു. അങ്ങനെ നിരവധി നേതാക്കൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ CPIM-ന് വലിയ വെല്ലുവിളി പ്രാദേശികമായി ഉയർത്തുന്നുണ്ട്. അതിനെ അവഗണിക്കാൻ CPIM-ന്റെ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം വെല്ലുവിളി ഇത് നേരത്തെ CPIM-ൽ ഈ നിലയിൽ വന്നിട്ടില്ല. ഇപ്പോൾ MB രാഘവൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി, CMB എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി പോവുകയാണ് ചെയ്തത്. അന്ന് ചില MLA-മാർ അദ്ദേഹത്തിനൊപ്പം പോവുകയും ഒക്കെ ചെയ്തിരുന്നു. വാസുദേവ മേനോൻ, CK ചക്രപാണി തുടങ്ങിയ ചില MLA-മാരൊക്കെ അന്ന് MB രാഘവനൊപ്പം പോയിരുന്നു. KR ഗൗരിയമ്മ JSS രൂപീകരിച്ച സമയത്തും സമാനമായൊരു പ്രതിസന്ധി CPIM നേരിട്ടതാണ്. പക്ഷേ ഇത് പ്രാദേശിക തലത്തിലുള്ള ചില മുതിർന്ന നേതാക്കൾ, സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെടുന്ന നേതാക്കൾ, ഇവരൊക്കെ വെല്ലുവിളിക്കുന്നു. അവർക്ക് പിന്തുണയുമായി UDF-ഉം കോൺഗ്രസും ഒക്കെ എത്തുന്നു എന്ന ഒരു സവിശേഷത കൂടി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. താങ്ക് യു ദിലീപ് കുമാർ. ഹാഷ്മി താജ് ഇബ്രാഹിം, ദിലീപ് കുമാർ, KR ഗോപികൃഷ്ണൻ, അസിദ് സഹീർ. ഗെറ്റ് റെഡി ഫോർ ദ ഫൈറ്റ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു കാരണവശാലും ചുവടുമാറ്റം നടത്തില്ല എന്ന് വിശ്വസിച്ച ആളുകൾ പോലും ചുവടുമാറുന്നു. മാത്രമല്ല വിയോജന കുറിപ്പ് രേഖപ്പെടുത്തുന്നു. അധികാരമോഹികളായ പല ആളുകളും അവരുടെ യഥാർത്ഥ മുഖം പുറത്തെടുക്കുന്നു. മാത്രമല്ല ഇത്തരം കാലവും ഒന്നിച്ച് നടന്ന പാർട്ടിക്കാരോട് വിസമ്മതം പറഞ്ഞ് മാറി നടക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് കേരളത്തിലെ പൊളിറ്റിക്കൽ സീനിൽ ഒരു പൊളിറ്റിക്കൽ ഡ്രാമകൾ ഡെവലപ്പ് ചെയ്ത ദിവസം കൂടിയാണ് ഇന്ന് സംഭവിച്ചത്. ഹാഷ്മി, ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത കോട്ടകളിൽ പോലും വിരുദ്ധ സ്വരം കേൾക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഈ കണ്ണൂരിന്റെ രാഷ്ട്രീയത്തിലൊക്കെ തന്നെ കേട്ടുകഴിവില്ലാത്ത രീതിയിൽ. അതുപോലെ അമ്പലപ്പുഴയിലും ഒരു മനുഷ്യൻ വിളിക്കുന്നു അല്ലേ. അപ്പൊ പിന്നെ രണ്ടത്താണി, നമ്മൾ യുവതി രണ്ടത്താണിക്കൊക്കെ ഇങ്ങനൊരു മാറി ചിന്തിക്കാൻ പറ്റുന്ന പോലും ആലോചിച്ചിട്ടില്ല. ദിലീപ് കുമാർ നേരത്തെ സുധാകരന്റെ സഹോദരൻ രക്തസാക്ഷി പന്തളം ഞാൻ പഠിച്ച കോളേജ് ഞാൻ വിദ്യാർത്ഥി ഞാൻ പോയിരുന്നു. അപ്പൊ നാഞ്ഞു വിളിച്ച അനശ്വര ഭുവനേശ്വര, രാജൻ ഭുവനൻ മുസ്തഫമാരുടെ, രാജേഷ് ചോബി ആൻഡ്രൂസ്മാരുടെ എരിയുന്ന ചികയുന്ന കുഴിയുന്ന കുഴിമാടം കൈചൂണ്ടി ഞങ്ങൾ പറയുന്നു, മാറണം മാറ്റി എഴുതണം.
മാറണം മാറണം മാറ്റി എഴുതണം, നാറിപ്പൊഴുത്തൊരു നാടിൻ വ്യവസ്ഥിതി, മാറിയില്ലെങ്കിലോ മാറ്റിയില്ലെങ്കിലോ മാറ്റണം നമ്മൾ തൻ വിപ്ലവ ശക്തികൾ എന്ന് ഉറക്കം മുദ്രാവാക്യം വിളിച്ച് ഓളയത്. അപ്പൊ അങ്ങനെ രക്തസാക്ഷിയുടെ സഹോദരൻ CPM വിട്ടു പോകുന്നോ അല്ലെങ്കിൽ പൊതുസ്വതന്ത്രനാകുന്നോ സ്വപ്നേബി ആരും കരുതല് സ്കേൻ. അങ്ങനെ തെക്കൊരു സുധാകരൻ, വടക്കൊരു സുധാകരൻ. തെക്കു സുധാകരൻ G. സുധാകരൻ അമ്പലപ്പുഴയിൽ പാർട്ടിയോട് കലാപം ഉണ്ടാക്കി ഇറങ്ങി പൊതുസ്വതന്ത്രനായി UDF പിന്തുണ മത്സരിക്കുന്നു. വടക്ക് സുധാകരനാണ് സ്കേൻ. ഇന്ന് സംഭവിച്ചതെന്നല്ല, വടക്ക് സുധാകരൻ, K. സുധാകരൻ, കോൺഗ്രസിന്റെ സുധാകരൻ മത്സരിക്കോ ഇല്ലയോ എന്നതിനെ കുറിച്ച് തർക്കം അതിരൂക്ഷം. SK രാവിലെ മോർണിംഗ് ഷോ കയറുമ്പോൾ തുടങ്ങിയ ചോദ്യം ഇപ്പോഴും ആ ചോദ്യമായി നിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ അത് സമവായത്തിലേക്ക് എത്തിയെന്ന് പറയുന്നു. SK കണ്ണൂർ എന്ന് പറഞ്ഞാൽ CPM-ന്റെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ദുർഗമാണ്. എന്ന് പറഞ്ഞാൽ ബംഗാൾ തകർച്ചയ്ക്ക് ശേഷം രാജ്യത്തെ തന്നെ ഏറ്റവും കരുത്തുറ്റ, ഏറ്റവും ശക്തിയുള്ള ഒരു ജില്ലയിൽ, അവിടെ ആ ജില്ലയിൽ തന്നെ ഏറ്റവും കരുത്തുറ്റ കണ്ണായ തളിപ്പറമ്പ് പോലെ, പയ്യന്നൂർ പോലെയുള്ള സ്ഥലത്ത് പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് CPM-ൽ അചിന്ത്യമാണ്. അങ്ങനെ ഒരു ആലോചന ഉണ്ടായിട്ടില്ല. മാത്രമല്ല SK പുറത്തു വരുന്ന ആരാണ്? പുറത്തു വരുന്നത് ആ പ്രധാനപ്പെട്ട പാർട്ടി കോട്ടയിലെ, പാർട്ടി ജില്ലയിലെ ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ SK കണ്ണൂർ ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇരുമ്പ് കോട്ടയാണ്. എന്ന് പറഞ്ഞാൽ അത്രയും ശക്തമായി സോളിഡായ ജില്ലാ കമ്മിറ്റിയിൽ ആദ്യം ഒരു ജില്ലാ കമ്മിറ്റി അംഗം പുറത്തിറങ്ങി വന്ന് രക്തസാക്ഷിയോട് തട്ടിപ്പ് പറയുന്നു. അതിൽ ചർച്ച നിൽക്കുന്നു. അദ്ദേഹത്തെ വർഗവഞ്ചകൻ എന്ന് പാർട്ടി വിളിക്കുന്നു. അദ്ദേഹം വിമതരെ മത്സരിക്കുന്നു. തൊട്ടു പിന്നാലെ തളിപ്പറമ്പിൽ ആറ് തളിപ്പറമ്പ്, സാക്ഷാൽ MV ഗോവിന്ദന്റെ തളിപ്പറമ്പിൽ അവിടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ പുറത്തു വരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഇതുവരെ SK കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടറി അഴിമതി ആരോപണം നേരിട്ടിട്ടില്ല, കേട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കും. അപ്പൊ അത് ശരിയോ തെറ്റോ എന്ന മറ്റുള്ള കാര്യം പാർട്ടി പറയുന്നത്, PK രാഗേഷ് പറയുന്നുണ്ട് പൂർണ്ണമായി തെറ്റാണ്, കണക്കൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇറങ്ങി നിന്ന് പാർട്ടി സെക്രട്ടറിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് പുറത്ത് വിമതരായി മത്സരിക്കുന്നു. അങ്ങനെ CPM-ന് ചരിത്രത്തിൽ ഇല്ലാത്തവണ്ണം കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇതൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് കൂടുതൽ കടുപ്പമാവുന്നു. SK ഒന്നാമത്തെ കാര്യം, ഇത് ഒന്ന് പൊട്ടിത്തെറിച്ച് ആ പൊട്ടിത്തെറി അടങ്ങി, അല്ലെങ്കിൽ മുറിവേറ്റ മനസ്സുകളെ മരുന്ന് തേച്ച് മുറിവുണക്കി ഒന്ന് ശീലമാക്കുള്ള സമയമില്ല SK. അതാണ് പ്രശ്നം. ഒട്ടും സമയമില്ല. ആകെ ഇനി 21 ദിവസം മാത്രമാണ് ബാക്കി. ഈ സ്ഥാനാർത്ഥികൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണം, അവർക്ക് വീട് കയറണം. ദിവസങ്ങളില്ല, ഒട്ടും ദിവസങ്ങളില്ല. അതല്ല ആഷ്മി പറഞ്ഞു വരുന്നത് ഇതൊക്കെ ഇടതു മുന്നണിയുടെ ജയസാധ്യതയെ ബാധിക്കും എന്നാണോ? അതല്ല ഇതിനൊക്കെ അതിജീവിക്കുന്ന ഒന്ന ഇടതു മുന്നണി മുന്നോട്ട് പോകുന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പോ ഇടതു മുന്നണിയിൽ നിന്ന് പോയ CPM-ൽ നിന്ന് പോയ ആൾക്കാർ ആരൊക്കെയാണ്? ഐഷ പോറ്റി 30 വർഷത്തെ പാരമ്പര്യം. അല്ല പറയാം, മുൻ MLA ഐഷ പോറ്റി 30 വർഷത്തെ പാരമ്പര്യമുണ്ട്. S. രാജേന്ദ്രൻ BJP-യിലേക്ക് പോയി. G. സുധാകരൻ ഇവിടെ എതിർപ്പ് ഉന്നയിച്ചു. ഒറ്റപ്പാലത്ത് അവിടെ PK ശശി മത്സരിക്കാൻ പോകുന്നു. TK ഗോവിന്ദൻ. ഇതിനകത്ത് TK ഗോവിന്ദനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇടതു മുന്നണിക്ക് മാരകമായ രീതിയിൽ പ്രഹരം ഏൽപ്പിക്കാവുന്ന ഒരു പോക്കും ഉണ്ടായിട്ടില്ല. കാരണം പറയാം, G. സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് നേരിട്ട് ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവങ്ങളെ കുറിച്ചാണ്. അദ്ദേഹത്തെ എങ്ങനെ പാർട്ടി അവഗണിച്ചെന്നാണ്. TK ഗോവിന്ദൻ മാത്രമാണ് ഒരു രാഷ്ട്രീയം എന്തുകൊണ്ട് ആശയപരമായ തരത്തിൽ ഞങ്ങൾക്ക് CPM-നെ നേരിടാൻ കഴിയില്ല, അല്ലെങ്കിൽ CPM-നെതിരെ, നേതൃത്വത്തിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് പുറത്തുപോയ ഒരേ ഒരാൾ ആരാണ്? TK ഗോവിന്ദനാണ്. ഐഷ പോറ്റിക്ക് ആ പറയുന്ന പാരമ്പര്യം അവകാശപ്പെടാനില്ല. അവർ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ വഹിച്ചിരുന്ന ആളാണ്. G. സുധാകരൻ അതുപോലെ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ആളാണ്. TK ഗോവിന്ദൻ ആ നിലയിലും അവഗണന നേരിട്ടു. അതിന് പുറമെയാണ് 3 തവണ MLA ആയ MV സുധാകരൻ ഭാര്യയെ അവിടെ കൊണ്ടുവരുന്നതിന് പിന്നിലുള്ള താല്പര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ്. അല്ലല്ല, G. സുധാകരൻ എന്ന് പറഞ്ഞാൽ കേവലം സ്ഥാനം കിട്ടാതെ ഇറങ്ങിപ്പോയ ഒരാൾ മാത്രമാണോ CPM? അല്ല, കേരളത്തിലെ CPM-നെ കെട്ടിപ്പടുത്ത VS-ന് തോളോട് തോൾ അതെങ്ങനെ ബാധിക്കുന്ന ഞാൻ ചോദിക്കുന്നത്. G. സുധാകരൻ ഒന്ന്. പക്ഷേ അതേ സുധാകരൻ എന്ത് രാഷ്ട്രീയം അവിടെ CPM-ൽ ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ പാർട്ടി വിഷയം ഉണ്ടായപ്പോൾ VS-നെതിരെ നിന്നയാളാണ്. അന്ന് പിണറായിക്കൊപ്പം നിന്നയാളാണ് G. സുധാകരൻ. ആലപ്പുഴ ജില്ലയിലെ CPIM-നെ സംഘടനാപരമായി കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമം നടത്തിയിട്ടുള്ള ആളാണ് G. സുധാകരൻ. അത് CS സുജാത, കഴിഞ്ഞ ദിവസം CS സുജാതയും R. നാസറും, ജില്ലാ സെക്രട്ടറി R. നാസറും, അതൊക്കെ ശരിയാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ G. സുധാകരൻ എന്ന് പറഞ്ഞാൽ കേവലം ഒരു നേതാവല്ല, CPM-ന് തലപ്പൊക്കമുള്ള നേതാവാണ്. ആ നേതാവ് ഇന്ന് ഡൽഹിയിൽ നമുക്കിപ്പോ നമ്മൾ പോകേണ്ടത്, ഡൽഹിയിൽ നിന്ന് കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചായിരുന്നു ഇന്ന് തീർച്ചയായും സുധാകരനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണല്ലോ ഡൽഹിയിൽ പ്രധാനമായിട്ടും പുരോഗമിക്കുന്നത്. പല നേതാക്കളും സുധാകരനെ നേരിട്ട് കാണാനേ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും കൗതുകകരം SK കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സുധാകരന് മാധ്യമങ്ങളോട് പലതും പറയാനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പലപ്പോഴും മാധ്യമപ്രവർത്തകർ അദ്ദേഹം വലിയ പ്രശ്നമായേനെ. അതുകൊണ്ടായിരിക്കും അപ്പോൾ കൂടെയുള്ളവർ അദ്ദേഹത്തെ അനുനയിപ്പിച്ച് ഒന്നും പറയാനില്ലാത്തതുപോലെ കൊണ്ടുപോകുകയായിരുന്നു. സുധാകരൻ പറഞ്ഞിരുന്നുവെങ്കിൽ വളരെ സങ്കീർണമായ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിൽ മാറിയേനെയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്നിപ്പോൾ ഇതാ രാവിലെ കോൺഗ്രസ് നേതാക്കളൊക്കെ സംസാരിച്ച്
അദ്ദേഹം അല്പമൊന്ന് അടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി കണ്ടില്ലേ ആളുകളൊക്കെ കാപ്പാടൻ രമേശൻ അനുസ്മരണത്തിന് പോയ ശേഷം പുറത്തിറങ്ങിയപ്പോഴും കെ സുധാകരൻ ഒന്നും പറഞ്ഞില്ല. ആദ്യം പ്രവർത്തകർ ചോദിച്ചിരുന്നു, നിരന്തരം വളഞ്ഞുകൂടി. അതെ, അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവർ അദ്ദേഹത്തെ പറയാൻ അനുവദിക്കാത്തത് കൂടിയാണ്. വളരെ അനുനയത്തിൽ അദ്ദേഹത്തെ കൊണ്ടുപോവുകയായിരുന്നു. കാരണം വാ തുറന്നാൽ പ്രശ്നമാകുമെന്നുള്ളത് അറിയാം. ഡൽഹിയിൽ എന്തായാലും അങ്ങനെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞു. കെ സുധാകരനെ കണ്ണൂരിൽ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിക്കുന്നു. ഇപ്പോൾ എന്താണ് ഡൽഹിയിൽ സംഭവിച്ചെന്നറിയാൻ നമ്മോട് പറയാൻ ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, ദ ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഡൽഹി ശരിക്കും നമ്മൾ കേരളത്തിലിരുന്ന് ഈ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ ഡൽഹി ചുട്ടുപഴിക്കുന്ന പോലെയൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നു. പക്ഷേ AICC എത്രയോ കോൺഗ്രസ് അനുഭാവികളും പ്രവർത്തകരും സജീവതയുള്ള ആളുകളുമൊക്കെ കോൺഗ്രസ് ക്യാമ്പ് വിട്ടുപോവുകയും മടങ്ങി വരികയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രീയ നാടകങ്ങൾ അവർ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇതൊരു തെരഞ്ഞെടുപ്പ് മാമാങ്കമായിട്ടോ കോളിളക്കമായിട്ടോ മാത്രം കാണുന്നുണ്ടാകും. എന്താണ് താങ്കൾക്ക് അറിയാൻ കഴിഞ്ഞത് AICCക്ക് കാതോർക്കുമ്പോൾ? SKN, താങ്ക് യു. SKN സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസമായി കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമാണ്. ഡൽഹിയിൽ നേതാക്കൾ നിരവധി പേർ ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അത്തരം ചർച്ചകൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതിൽ ഏറ്റവും ഒരു വലിയ പ്രശ്നമായി നിന്നത് യഥാർത്ഥത്തിൽ ഈ കെ സുധാകരൻ മത്സരിക്കാൻ താല്പര്യമറിയിച്ച് താൻ മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ച് രംഗത്തെത്തിയത് തന്നെയായിരുന്നു. ഇന്നലെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി അദ്ദേഹത്തെ KPCCയുടെ നിലപാട്, അത് AICCയുടെ സമ്മതത്തോടെ AICCയുടെ നിർദ്ദേശമനുസരിച്ച് KPCC പ്രസിഡന്റ് അറിയിച്ചിരുന്നു. കെ സുധാകരൻ അടക്കം മത്സരിക്കാൻ താല്പര്യമറിയിച്ച എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ളതാണ് പാർട്ടി എടുത്തിരിക്കുന്ന പൊതുതത്വം എന്ന കാര്യം. എന്നാൽ അതോടെ പൊട്ടിത്തെറിക്കാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു കെ സുധാകരൻ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് മാധ്യമങ്ങളെ കാണാനിരുന്നതുമാണ്. എന്നാൽ കെ സുധാകരനെ പോലെ തലപ്പൊക്കമുള്ള ഒരു നേതാവ് ഒരു കടുത്ത നീക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് പാർട്ടിക്ക് വലിയ ക്ഷീണമാകും എന്ന് പല ആംഗിളുകളിൽ ചിന്തിച്ചതിൻ്റെ നേതൃത്വത്തിന് ബോധ്യപ്പെട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ ഇരുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയത്. ഇന്ന് MK രാഘവൻ രാവിലെ അദ്ദേഹത്തെ കണ്ടിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിരുന്നു. എല്ലാവരും ഒന്നിച്ചു പോകേണ്ടതാണ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നുള്ള തരത്തിലുള്ള അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവച്ചത്. എങ്കിൽ പോലും എംപിമാർ മത്സരിക്കേണ്ടത് ചില സീറ്റുകളിലെങ്കിലും അനിവാര്യമാണ് എന്ന ഒരു ആശയം കൂടി അദ്ദേഹം അതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് MK രാഘവൻ പ്രതികരിച്ചിരുന്നത്. ആ ഒരു ആശയത്തിൽ ഊന്നി തന്നെയാണ് ഈ കെ സുധാകരനും ഒപ്പം തന്നെ അടൂർ പ്രകാശും തങ്ങൾക്ക് സീറ്റുകളിലുള്ള അവകാശവാദവും മുന്നോട്ട് വയ്ക്കുന്നത്. കെ സുധാകരൻ കണ്ണൂർ മണ്ഡലം, അത് നിലവിൽ ഇപ്പോൾ 2 തവണയായി ഇടതുപക്ഷം LDF വിജയിച്ച മണ്ഡലമാണ്. മുൻപ് സുധാകരൻ ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. അത് താൻ മത്സരിക്കുകയാണെങ്കിൽ വിജയിക്കും. അത് ഭരണം പിടിക്കാൻ കേരളത്തിൽ ശ്രമിക്കുമ്പോൾ ഗുണം ചെയ്യും എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. സമാനമായി അടൂർ പ്രകാശും കോന്നി മണ്ഡലം LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. മുൻപ് അദ്ദേഹം മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ്. താൻ മത്സരിക്കുകയാണെങ്കിൽ ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിലപാടിൽ ഇരു നേതാക്കളും ഉറച്ചു നിൽക്കുകയും മത്സരിക്കാൻ പാർട്ടിയുടെ അനുവാദത്തോടെയോ അല്ലാതെയോ മത്സരിക്കാൻ ഇവർ തയ്യാറായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി നോ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ്, അത് കേരള ഹൗസിൽ നിന്നും പാർലമെന്റിലെ ലൈബ്രറി അടക്കമുള്ള വിവിധ വകുപ്പുകളിൽ നിന്നും ഇരുവരും ശേഖരിച്ചിരുന്നു. അങ്ങനെ മത്സരിക്കാനുള്ള ഒരുക്കം അണിയറയിൽ പുരോഗമിക്കുകയായിരുന്നു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട നേതാക്കൾ ചർച്ചകൾ നടത്തുന്നതിനിടെയും തുടർന്ന് മാധ്യമങ്ങളെ കാണുക എന്നുള്ളതായിരുന്നു. എന്താണ് അദ്ദേഹത്തിന് സുധാകരന് പറയാനുള്ളത് എന്നുള്ളത് ഏറെ നിർണായകമാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരഞ്ഞെടുപ്പ് വേളയിലേക്ക് പോകുമ്പോൾ സുധാകരനെ പോലെ ഒരു നേതാവിനെ പിണക്കിക്കൊണ്ടു പോകാൻ കഴിയില്ല. ഈ ഒരു ഘട്ടത്തിലാണ് സമവായത്തിലേക്ക് ചില നേതാക്കൾ അധികമായി സംസാരിക്കുകയും മുതിർന്ന നേതാക്കൾ തന്നെ ഇടപെട്ടുകൊണ്ട് തൽക്കാലം മാധ്യമങ്ങളെ കാണരുത് എന്നും അദ്ദേഹത്തിൻ്റെ ആവശ്യം അത് പരിഗണിക്കപ്പെടും എന്നുമുള്ള ഒരു സന്ദേശം അദ്ദേഹത്തിന് കൈമാറിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലത്തേക്ക് മാധ്യമങ്ങളെ കാണേണ്ടതില്ല എന്ന് കെ സുധാകരൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് കോൺഗ്രസിൻ്റെ 2ാം ഘട്ട പട്ടിക പുറത്തു വരാനിരിക്കുകയാണ്. അത് വരുമെന്ന് നേതാക്കൾ ഉറപ്പു പറയുന്നു. ആ ഒരു പട്ടികയിൽ കെ സുധാകരൻ്റെയും അടൂർ പ്രകാശിൻ്റെയും പേര് ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാകും ഈ വിഷയത്തിൽ ഏറ്റവും നിർണായകം. ഇരുവരുടെയും ആവശ്യം പരിഗണിക്കും എന്നുള്ളൊരു സന്ദേശം നിലവിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ കാത്തിരിക്കുകയാണ് ഈ 2 നേതാക്കളും. ഇരുവരും ഡൽഹിയിൽ തന്നെ തുടരുകയുമാണ്. എന്തായാലും ആ ഒരു പട്ടിക 2ാം ഘട്ട പട്ടികയ്ക്ക് തന്നെയാണ് എല്ലാവരും തന്നെ കാത്തിരിക്കുന്നതും. SK
ഓക്കെ, താങ്ക് യു ആഷ്മി താജ് ഇബ്രാഹിം. അസിത പറഞ്ഞതുപോലെ ആഷ്മി ബൽറാം നെടുങ്ങാടിയാണ് നമുക്ക് ഏറ്റവും തമാശ ബൽറാം പറഞ്ഞു തുടങ്ങിയത് കെ സുധാകരൻ പൊട്ടിത്തെറിക്കാൻ കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതാണ് അത് മാത്രമല്ല ഡൽഹിയിലൊക്കെ നോക്കാനില്ല എന്ന രീതിയിലായിരുന്നു സുധാകരന്റെ പോക്ക്, അല്ലേ? പിടിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. ഞാൻ പറഞ്ഞു എസ് കെ സുധാകരൻ പിടിവാശി പിടിക്കുന്നു, സുധാകരന് MP സ്ഥാനം പോരെ, സുധാകരൻ നാട്ടിലേക്ക് വരും എന്ന് നമുക്ക് ഉറപ്പായും ചോദിക്കേണ്ടതുമാണ്. എസ് കെ സുധാകരൻ ഒരു മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്നതിൽ പിഴവെന്താണ്? ഈ നാട്ടിൽ സ്ഥാനമോഹികൾ അല്ലാത്തവരാണ് എല്ലാവരും. ആർക്കും പാർലമെന്ററി മോഹം ഇല്ലാത്തവരാണ്. പോട്ടെ, ഒരു പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എസ് കെ പ്രധാനമായി എന്താണ് സുധാകരൻ ഒരിക്കൽ മന്ത്രിയായിട്ടുള്ള ആളാണ്. അതായത് ഇതിനകത്തിപ്പോ ഈ അടിക്കടി ഇലക്ഷൻ വന്ന് ആളുകൾക്ക് ഒരു തെരഞ്ഞെടുപ്പ് ക്ഷീണം വന്നു തുടങ്ങിയ കാലത്ത് ആ MP സ്ഥാനം അതേ ഒഴിയും, ജയിച്ചു കഴിഞ്ഞാൽ ഒഴിയുമ്പോ തീർച്ചയായിട്ടും 6 മാസം അവിടെ നടക്കും. അപ്പൊ ഈ ആളുകൾക്ക് ഇതേ ഉള്ള പണി. അത് ന്യായമായ ചോദ്യമാണ്. പക്ഷെ ഇത് കേരള ചരിത്രത്തിൽ ആദ്യം സംഭവിക്കുന്നതല്ല. ഇത് പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഈ ജയിച്ച MP മുഴുവൻ നിയമസഭയിലേക്ക് കയറാം എന്ന് തീരുമാനിക്കുന്ന ആദ്യമാണെന്നാ തോന്നുന്നു. അല്ല എസ് കെ, ഞാൻ പറഞ്ഞത് എസ് കെ എല്ലാ MP പറയുന്നില്ല. ഞാൻ പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യം. ആ സാഹചര്യം 9ഓളം MP ഇത്തവണ ഇത് റെഡിയായിരുന്നു. ഷാഫി പറമ്പിൽ റെഡിയായിരുന്നു, ബെന്നി ബെഹനാൻ റെഡിയായിരുന്നു. ഇതൊരു കൂടുതൽ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ ആണെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വലിയ സമ്മർദ്ദത്തിനൊടുവിൽ ഹൈക്കമാൻഡ് വഴങ്ങേണ്ടി വന്നിരിക്കുകയാണ്. കാരണം അവർക്ക് നയപരമായ ഒരു തീരുമാനമാണ്. ഇതൊരു പോളിസി മാറ്റർ ആണെന്ന് VD സതീശൻ ആവർത്തിച്ച് പറയുന്നത്. VD സതീശനോട് ചോദിക്കുന്നത് അപ്പൊ ഇതൊരു പോളിസി മാറ്റർ ആണ്. MP MLA സ്ഥാനത്തേക്ക് നിയമസഭയിലേക്ക് മത്സരിക്കണമോ വേണ്ടയോ? കോൺഗ്രസ് പോലെ ഇപ്പൊ എന്താ പറഞ്ഞത്, ഇത് CPM പോലെ ഒരു കേരള പാർട്ടിയല്ല, ഇത് ദേശീയ പാർട്ടിയാണ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ കോൺഗ്രസ് പോലെ ഒരു ദേശീയ പാർട്ടിക്ക് ഒരു MP നിലനിൽക്കെ അവിടെ അത് രാജിവെച്ച് ആ പദവി ഒഴിഞ്ഞിട്ട് ഇവിടെ MLA ആകണമോ എന്ന കാര്യം നയപരമായി തീരുമാനിക്കേണ്ട കാര്യമാണ്. നയപരമായ ശരി, സമ്മതിച്ചു. കോൺഗ്രസിനെ നയിക്കുന്നത് തരുൺ ഗൊഗോയ് ലോക്സഭാംഗമാണ്. ദിലീപ് ഇവിടെ ക്ലെയിം കൂടുതലാണ്. അടൂർ പ്രകാശിന് വേണ്ടി സീറ്റ് ചോദിച്ചാൽ ശിവഗിരി മഠമുണ്ട്. നയപരമായി എടുക്കേണ്ട തീരുമാനമാണെന്നാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയ മണ്ഡലത്തിൽ ശിവഗിരി മഠവും SNDP NSSഉം സ്ഥാനാർത്ഥികളെ തേടാറുണ്ട്. അത് കേരളത്തിന് സാമൂഹിക ശരിയാ. പക്ഷേ ഈ പാർട്ടിയിൽ അതിന് വഴങ്ങേണ്ട ആളാണോ? പേര് പറഞ്ഞ് ഇന്ന ആളുകളെ മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞ ഒരു മത സംവിധാനം വരിക എന്ന് പറഞ്ഞാൽ അതൊരു മതേതര കേരളത്തിനൊട്ടും അല്ല. ഇവിടെ അല്ല ഹാഷ്മി, ഇപ്പോൾ ഹാഷ്മി നമുക്ക് വെറുതെ പറയാന്നുള്ളൂ. മതം നോക്കിയാ ഞാൻ പറയുന്നു, ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ CPM ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, BJP ആവട്ടെ, സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന മതം നോക്കിയാണ്, ജാതി നോക്കിയാണ്, തർക്കമില്ല. നമ്മൾ മതേതരം ചുമ്മാ പറയുന്നത്. പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ സുധാകരന്റെ കാര്യത്തിൽ ഹാഷ്മി പറഞ്ഞതുപോലെ സുധാകരൻ എന്തുകൊണ്ട് ഒരു ചാൻസ് കൂടി കൊടുത്തൂടെ? ന്യായമായ ചോദ്യമാണത്. ഇവിടെ കോൺഗ്രസ് ഒരു ടെൻഷനുമില്ല. ഇവിടെ കോൺഗ്രസിൽ സംഭവിക്കുന്നത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സുധാകരനെ സംബന്ധിച്ചിടത്തോളം, ഇത് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ബസ്സാണ്. ഭരണം കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഇനി ഭരണം കിട്ടിയാലും ഇല്ലെങ്കിലും ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് സുധാകരന് കളത്തിലിറങ്ങാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ സാഹചര്യത്തെ സുധാകരന് അനുകൂലമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. രണ്ടാമത്തെ കാര്യം, ചാൻസ് കൊടുക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ അത് തോന്നേണ്ടത് ആർക്കാണെന്നേ, അതാണ് പ്രശ്നം. ഇവിടെ ഒരാൾ രാവിലെ പടപ്പുറപ്പത ബൽറാം പറഞ്ഞതുപോലെ പൊട്ടിത്തെറിക്കാനെ കാത്തു നിൽക്കുകയാണ്. ഇപ്പം CPIലേക്ക് വരൂ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ മത്സരിക്കേണ്ടെന്ന തീരുമാനം വരുമ്പോൾ പിണറായി വിജയന് മറ്റൊരു ഇളവ് കൊടുക്കുന്നു. അത് ആരാണ് തീരുമാനിക്കുന്നത്? അതെവിടെയും പ്രശ്നമുണ്ടാകും. ഒരു കാര്യം, അതായത് കെ സുധാകരൻ, ഇപ്പൊ ഞാൻ കെ സുധാകരൻ അസിത പറഞ്ഞ ശരിയാണ്, ഇതൊരു ലാസ്റ്റ് ബസ്സാണ്. കെ സുധാകരൻ ഒരു കാര്യം ചെയ്യാം, അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകളുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകളുണ്ട്, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ ആളുകളുടെ പേര് പറയുന്നില്ല. അവർക്ക് ഇപ്പൊ അദ്ദേഹത്തിനോട് ഇത് പറയാം, ഞാൻ പറയുന്ന ആളുകൾക്ക് അവിടെ മത്സരിപ്പിക്കണം എന്നൊരു നിർദ്ദേശം അദ്ദേഹത്തിന് വെക്കാം. ലാസ്റ്റ് ബസ്സാണ് കെ സുധാകരന്റെ. കെ സുധാകരനും പിണറായി വിജയനും ഒക്കെ ബ്രണ്ണൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്തെ കുറിച്ച് ഓർമ്മയുണ്ടല്ലോ. അവർ ഏതാണ്ട് ഒരു സമപ്രായക്കാരായിരിക്കാം. ഈ മെയ് മാസം 24-ാം തീയതി ആകുമ്പോൾ പിണറായി വിജയൻ 81 വയസ്സാവുകയാണ്. 82 വയസ്സ് ഒരു മാസം കൂടി കഴിയുമ്പോഴാകും ആർക്ക്? കടന്നപ്പള്ളിക്ക്. അപ്പൊ അങ്ങനെ ഈ ലാസ്റ്റ് ബസ് എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമല്ല, ഈ രാഷ്ട്രീയത്തിൽ ഇപ്പൊ ഈ മത്സര രംഗത്ത് നിൽക്കുന്ന പല നേതാക്കളെ നോക്കിയാലും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ഒരു വാർത്ത വരുന്നുണ്ട് ആഷ്മി, നമ്മൾ ആദ്യമായിട്ട് സംപ്രേഷണം ചെയ്യാൻ പോകുന്ന കാര്യമാണ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടികയിൽ അതൃപ്തി പരസ്യമാക്കി. ആരാണ്?
നമ്മുടെ അബ്ദുറഹ്മാൻ രണ്ടത്താണി തിരൂരങ്ങാടിയിൽ LDF സ്വന്തമായി മത്സരിക്കും എന്ന വാർത്ത വരികയാണ്. എന്തായാലും ലീഗിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു 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 വിമത ശബ്ദമാണിത് അല്ലേ? അപ്പൊ ദീപക് തർമണ നമുക്കൊപ്പം ചേരുകയാണ്. ദീപക്, ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. ശരിക്കും അങ്ങനെ ഒരു തീരുമാനം ആയി കഴിഞ്ഞോ തിരൂരങ്ങാടിയിലേക്ക് രണ്ടത്താണി ചേക്കേറുമെന്ന കാര്യത്തിൽ? തീരുമാനം നോമ്പ് തുറന്നതിന് ശേഷം മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രണ്ടത്താണിയുമായും CPIM-ന്റെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നേതാക്കളുമായും സംസാരിച്ചിരുന്നു. രണ്ട് കാര്യങ്ങളാണിതിൽ. ഒന്ന്, രണ്ടത്താണി ലീഗിൻ്റെ എക്കാലത്തെയും ഒരു ട്രബിൾ ഷൂട്ടറാണ്. ആ ട്രബിൾ ഷൂട്ടറെ ഇടത് ക്യാമ്പിലേക്ക് കിട്ടുന്നു ഈ ഒരു അന്തഛിദ്രത്തിൻ്റെ പേരിൽ. അത് രാഷ്ട്രീയമായി കൃത്യമായി ഉപയോഗിക്കാനാണ് CPIM-ന്റെ തീരുമാനം. അതുകൊണ്ടാണ് മലപ്പുറംകാരനായ പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. തൊട്ടു പിന്നാലെ അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കോഴിക്കോട് നിന്നും എളമരംകരിയും ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, മലപ്പുറം ജില്ലാ സെക്രട്ടറി അനിലും അവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം E. ജയനും, ഇവർ ഇപ്പോൾ ഓരോ ഘട്ടത്തിലും ഉള്ള വിവരങ്ങൾ ലീഗിലെ വിമതരായ ആൾക്കാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടത്താണിയാണെങ്കിൽ ഇന്ന് നോമ്പ് തുറന്നതിന് ശേഷം ഈ കാര്യത്തിൽ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഒരു തീരുമാനമെടുക്കും എന്നുള്ള നിലപാടിലാണ്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് SKN പ്രധാനം. ഒന്ന്, ലീഗിന് എക്കാലത്തും പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടി വിഭാഗത്തിൻ്റെ ഒരു ശക്തനായ വക്താവായിരുന്നു രണ്ടത്താണി എന്തിനു മാറ്റി നിർത്തിയെന്ന് അദ്ദേഹത്തോട് ഇതുവരെ ലീഗ് നേതൃത്വത്തിന് പറയാൻ സാധിച്ചിട്ടില്ല. ഞാൻ പഴയൊരു ദൃശ്യം ഓർക്കുകയാണ് SKN. ഈ പഴയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി PK കുഞ്ഞാലിക്കുട്ടി കുറ്റിപ്പുറത്തു നിന്നും തോറ്റപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലേക്ക് ലീഗ് നേതാക്കൾ ആരും പോകാത്ത ഒരു ദിനമുണ്ടായിരുന്നു. അന്ന് അവിടെ എത്തിയ ലീഗിൻ്റെ ഏക നേതാവ് രണ്ടത്താണിയായിരുന്നു. അത്രമേൽ അടുപ്പമായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിക്ക്. പക്ഷേ കുഞ്ഞാലിക്കുട്ടിക്ക് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ പറ്റുന്നില്ല. തങ്ങൾ കൃത്യമായി നിലപാടെടുക്കുന്നു. അങ്ങനെ രണ്ടത്താണി ക്ലീൻ ബോൾഡ് ആവുന്നു, സീറ്റില്ലാതാവുന്നു. പക്ഷേ പിന്നെ അവിടെ ഒരു എക്സിസ്റ്റൻസി ഉണ്ട്. കാരണം അദ്ദേഹത്തിന് മുസ്ലിം സമുദായത്തിൽ, അതുപോലെ പ്രത്യേകിച്ച് ഈ മലപ്പുറം ജില്ലയിലെ തീരദേശ മേഖലയിലൊക്കെ വലിയ സ്വാധീനമുണ്ട്. ആ സ്വാധീനം രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് CPIM-ഉം ഇടതുമുന്നണിയും നോക്കുന്നത്. രണ്ടത്താണി സ്വതന്ത്രനായി മത്സരിക്കും, ഇടതുമുന്നണി പിന്താങ്ങും. അതായത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് രണ്ടത്താണി ആയിരിക്കും. രണ്ടത്താണി പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹത്തിന് പിന്തുണ നൽകും. അവിടെയാണെങ്കിൽ ഈ രണ്ടത്താണി മത്സരിക്കാൻ പോകുന്ന തിരൂരങ്ങാടി CPI-യുടെ സീറ്റാണ്. CPI-യിൽ നിന്നും ആ സീറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി CPM തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ ചടുലമായ നീക്കങ്ങൾ നടക്കുന്നു. ഇതിൽ വിസ്മയങ്ങൾ അനവധി ഉണ്ടാക്കിയാലും ആ വിസ്മയത്തിനെല്ലാം രണ്ടത്താണിയിലൂടെ മറുപടി നൽകുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ CPIM ലക്ഷ്യം വെച്ചിരിക്കുന്നത്. CPIM-ന്റെ പ്രധാന നേതാക്കളെല്ലാം ഫോണിൽ സംഭാഷണം നടത്തി കഴിഞ്ഞു. ഈ കാര്യത്തിൽ MP ഗോവിന്ദൻ മാസ്റ്റർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, A. വിജയരാഘവൻ, പോളിറ്റ് ബ്യൂറോ അംഗം, ഇവരെല്ലാം ഈ വിഷയത്തിൽ സംസാരിച്ചു. ഏത് നിലക്കുള്ള വിട്ടുവീഴ്ചയിലും രണ്ടത്താണി പറയുന്ന സീറ്റ് 3 സീറ്റുകളാണ് മുന്നോട്ട് വെച്ചത്. ഒന്ന് താനൂർ, തിരൂരങ്ങാടി, വള്ളിക്കുന്ന്. ഈ സീറ്റിൽ ഏത് വേണമെങ്കിലും നൽകാം എന്നുള്ള നിലപാട് എത്തിയിട്ടുണ്ട്. പക്ഷേ തിരൂരങ്ങാടി ആയിരിക്കും അദ്ദേഹം തെരഞ്ഞെടുക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് സൂചന. ദിലീപ് കുമാർ എന്തോ പറയാമെന്നല്ലോ ഇപ്പോ? അല്ല, ഞാൻ പറയാൻ വന്ന പെരുമ്പാവൂരിലെ 2020 സ്ഥാനാർത്ഥിയുണ്ട്. 2020 സ്ഥാനാർത്ഥികളിലും താരങ്ങളാണ്. ലക്ഷ്മി പ്രിയയാണ് പെരുമ്പാവൂരിൽ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം ലക്ഷ്മി പ്രിയ ആ നിലയിലുള്ള ഇന്റർവ്യൂവും എല്ലാം കൊടുത്തു. അതെ, അവിടെ വലിയ പ്രഖ്യാപനവും ഇതൊക്കെ നടത്തിയതാണ് 2020. പക്ഷേ സ്ഥാനാർത്ഥിയുടെ പേരില്ല, പേര് വോട്ടർ പട്ടികയിലില്ല. പേര് വോട്ടർ പട്ടികയിലില്ലേ? ഇപ്പൊ ആകെ പെട്ടിരിക്കുകയാണ്. ഇതുവരെ പറഞ്ഞതിനകത്ത് ഇപ്പൊ 2020 ആകെ പെട്ടിരിക്കുകയാണ്. ഒന്നുകിൽ എന്തായാലും ഈ സ്ഥാനാർത്ഥിക്ക് വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ മത്സരിക്കാൻ പറ്റില്ല. അപ്പോ റോഡ് ഷോ നടത്താനിരുന്നതാണ് വൈകിട്ട്. അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അയ്യോ ലക്ഷ്മി പ്രിയ, ഒരിക്കലും ചെറിയ പ്രശ്നമാണ്, എന്റെ പേര് വോട്ടർ ലിസ്റ്റിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വെരി സോറി. ഇതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നത് നമ്മുടെ പാലക്കാട്ട് നമ്മുടെ രമേഷ് പിഷാരടി കളത്തിലിറങ്ങിയെന്ന് തോന്നുന്നു. റോഡ് ഷോ ആയിട്ട് കളത്തിലിറങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ദൃശ്യമൊക്കെ രമേഷ് പിഷാരടി എന്തൊക്കെ ഉയർത്തി കാണിച്ചാണ് പാലക്കാട്ടെ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തി കാണിച്ചാണ് എന്ത് പറഞ്ഞാണ് ജനങ്ങൾക്കിടയിൽ വോട്ട് തേടാൻ ഇറങ്ങുന്നത്? പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പാലക്കാടിന്റെ 2 മുഖ്യമന്ത്രിമാരെ കൊടുത്തിട്ടുള്ളൊരു ജില്ലയാണ് ഈ ജില്ല. എങ്കിലും ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് വരുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോൾ ഷാഫി ഭരിക്കുന്ന സമയത്താണ്. അവിടെ തൊട്ട് എല്ലാ കാലത്തും UDF-ന് വലിയ പിന്തുണ തരുന്ന ഒരു മണ്ഡലമാണ്. ഇത്തവണയും ജനങ്ങൾ അതുപോലെ തന്നെ തുടരും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. VK ശ്രീകണ്ഠൻ MP-യും ഈ വാഹനത്തിൽ രമേഷ് പിഷാരടിക്കൊപ്പമുണ്ട്. എത്രത്തോളമുണ്ട് ആത്മവിശ്വാസം? എന്താണ് ഇവിടുത്തെ വിജയ പ്രതീക്ഷകൾ? വർഗീയ ശക്തികളുടെ എല്ലാ കുപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട്
മതേതര മനസ്സാണ് പാലക്കാടെന്ന് വിളിച്ചറിയിച്ചുകൊണ്ട് പാലക്കാടിന്റെ പ്രിയപ്പെട്ട പിഷാരടി ഇവിടെ എത്തിയിരിക്കുകയാണ്. വലിയ ആവേശത്തിലാണ് ജനങ്ങളും പ്രവർത്തകരും. വലിയൊരു മുന്നേറ്റമാണ് UDF നടത്തുക. പൂർവാധികം ശക്തിയോടുകൂടി വർഗീയ ശക്തികൾക്കെതിരെയുള്ള വലിയ പോരാട്ടത്തിനാണ് പിഷാരടി ഇവിടെ എത്തിയിരിക്കുന്നത്. വൻ വിജയം പാലക്കാട് നേടും. വൻ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് പാലക്കാട്ടെ UDF ക്യാമ്പ്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ VK ശ്രീകണ്ഠൻ MP ഉൾപ്പെടെയുള്ളത്. ക്യാമറാമാൻ രാജീവ് സുധേനൊപ്പം ഷാരിഖ് നവാസ്, 24 പാലക്കാട്. ഓക്കെ, താങ്ക് യു രമേഷ് പിഷാരടി. രമേഷ് പിഷാരടി സംബന്ധിച്ച് അവിടെ പാലക്കാട് ഇപ്പോൾ അവിടുത്തെ ഒരു പിന്നെ BJP NDA സ്ഥാനാർത്ഥിയായിരിക്കും രമേഷ് കൂടുതൽ ഗൗരവത്തിൽ കാണേണ്ടി വരിക. ശോഭാ സുരേന്ദ്രനാണ് അവിടെ സ്ഥാനാർത്ഥി. 2016 ശോഭ അവിടെ മത്സരിച്ചപ്പോൾ ഏതാണ്ട് 40,000-ലധികം വോട്ടുകൾ ശോഭ അവിടെ സമാഹരിച്ചിട്ടുണ്ട്. പിയുടെ 2ാം സ്ഥാനത്ത്, NDA അവിടെ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ പരമാവധി നിന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ പരമാവധി വോട്ട് സമാഹരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വലിയ വെല്ലുവിളി ഉയർത്താൻ പോകുന്നത് NDA സ്ഥാനാർത്ഥിയായിരിക്കും പാലക്കാട്. ഇടയിൽ ഞാൻ പറഞ്ഞു VK ശ്രീകണ്ഠൻ MP വർഗീയതയ്ക്കെതിരെ പോരാട്ടം എന്ന് പറയുന്നത് തന്നെ അവിടെ ത്രികോണ മത്സരമില്ല. അവിടെ ഡയറക്റ്റ് NDA UDF ഫൈറ്റ് ആണ് അവിടെ ഫൈറ്റ്. ആ ഫൈറ്റിൽ കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്ത് LDF വന്നു. SKN ആയിരുന്നു, അങ്ങനായിരുന്നു. പക്ഷേ ഇക്കുറി അവിടെ ശോഭാ സുരേന്ദ്രനാണ് നിൽക്കുന്നത്. അവിടെ C കൃഷ്ണകുമാർ പോലല്ല. കൃഷ്ണൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ശോഭ നിന്ന സ്ഥലങ്ങളിലൊക്കെ ഏത് മണ്ഡലത്തിനായിക്കോട്ടെ ഒരു ഓറ, എന്താണ്, ഒരു കരിസ്മ ഉണ്ടാക്കാൻ പറ്റിയ നേതാവാണ്. അപ്പോൾ ആ നേതാവ് PK ഫൈസൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതുപോലെ ആശയവിനിമയം നടത്തി. അന്നേരം നാളെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യോഗം 10:30 വിളിച്ചു ചേർത്തിട്ടുണ്ട്. ജില്ലയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഫോൺ വഴി KPC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും മറ്റ് നേതാക്കന്മാരെയും നമ്മൾ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും. ബാക്കി നാളെ 10:30 മണിക്ക് നമ്മൾ DCC യോഗം ചേർന്ന് ബാക്കി കാര്യങ്ങൾ ആലോചിച്ചിട്ട് മുമ്പോട്ട് പോകും. എല്ലാ നേതാക്കന്മാരെയും നമ്മൾ അറിയിച്ചിട്ടുണ്ട് അതിർത്തി. അത് എന്തായാലും അവർ കാര്യങ്ങൾ ആലോചിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നാളെ ഇപ്പോൾ 10:30 മണിക്ക് KPCC മെമ്പർമാർ, ഭാരവാഹികൾ, ജില്ലയിലെ പ്രധാന നേതാക്കന്മാരുടെ യോഗം 10:30 മണിക്ക് DCC ഓഫീസിൽ വിളിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല ജില്ലയിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട വളരെ സജീവമായി കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടൊരു യോഗമാണ് ഇപ്പോൾ നാളെ വിളിച്ചിട്ടുള്ളത്. അതല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാർ മത്സരിക്കണമെന്നാണ് നമ്മൾ KPCCയോട് റിക്വസ്റ്റ് വഴി നമ്മൾ ആവശ്യപ്പെട്ടത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ KPCCയോട് ആവശ്യപ്പെട്ടത് തൃക്കരിപ്പൂർ കോൺഗ്രസ്സിന് ഏറ്റെടുക്കണമെന്നാണ്. പക്ഷെ അവിടെ ഇപ്പോൾ സംഭവിച്ചത് തൃക്കരിപ്പൂർ കൊടുക്കുമ്പം കാഞ്ഞങ്ങാട് കൊടുത്തു. അങ്ങനെ വലിയ വോട്ടുള്ള പാർട്ടിയല്ല കേരള കോൺഗ്രസ് ജെ. നിലവിൽ കോൺഗ്രസ് കാലാകാലങ്ങളിലായി 3 നിയമസഭാ സീറ്റിൽ മത്സരിച്ച പാർട്ടി ഇപ്പം 2 സീറ്റിൽ ഒതുങ്ങി. അവിടെയും ഒരു സീറ്റിൽ പുറമേ നിന്നുള്ള സ്ഥാനാർത്ഥികൾ വരുന്നു എന്നതാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട വിഷയം. അതെന്തായാലും അല്ല, സ്വാഭാവികമായും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. PK ഫൈസൽ കാസർഗോഡ് DCC അധ്യക്ഷനാണ്. സന്ദീപ് വാര്യർ നേരെ ബാക്കി എവിടെയും സീറ്റ് ഇല്ലാതായപ്പോൾ തൃക്കരിപ്പൂരോട്ട് വണ്ടി പിടിച്ചായിരുന്നു. അപ്പൊ ഇങ്ങോട്ട് വേണ്ടെന്നാ പറയുന്നത്. ഇങ്ങോട്ട് വേണ്ട, ജില്ലക്കകത്ത് നമ്മുടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ മതി, വേറെ ആരും വേണ്ട. തൃക്കരിപ്പൂർ ഏതാണ്ട് സന്ദീപിന് തീരുമാനിച്ച പോലെ തന്നെയാണ്. പക്ഷേ അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ട. അത് DCCയുടെ എതിർപ്പാണ്. DCCയുടെ എതിർപ്പാണ് നമ്മൾ വഴി. വഴി ഇപ്പോ നേതൃത്വം തീരുമാനിക്കട്ടെ. നിർത്താൻ പറ്റുമോ സംഭവിക്കുന്ന അറിയോ? ഈ സ്ഥാനാർത്ഥികളെ ഇനിയിപ്പോ അത് വെച്ചോണ്ടിരിക്കാൻ സമയമില്ല. ഇനി പ്രഖ്യാപിക്കുക, 21 ദിവസം കൊണ്ടല്ലേ അത്രേ ബാക്കിയുള്ളൂ. പ്രഖ്യാപിക്കുക, അതിനെ തുടർന്നുള്ള പൊട്ടിത്തെറി അതിന്റെ വഴിക്ക് നടക്കും, പാർട്ടികൾ അതിന്റെ വഴിക്ക് പോവാ. എന്നല്ല എല്ലാവരെയും സോൾവ് ചെയ്ത് എല്ലാവരും ചേർത്ത് പിടിച്ച് പട്ടിയേരി സമയമില്ല. അതുകൊണ്ടാ.
അപ്പൊ നമുക്ക് അസിത, അപ്പൊ നമ്മുടെ സന്ദീപ് വാര്യര് അദ്ദേഹം എന്ന് വെച്ചാൽ സ്പോക്സ് പേഴ്സൺ ആയിട്ടൊക്കെ മാറി കോൺഗ്രസിൽ ചെന്നപ്പോൾ ഒരു അക്സെപ്റ്റൻസ് കിട്ടി അദ്ദേഹത്തിന് പ്രതീക്ഷിച്ചതിനേക്കാളും. പക്ഷേ തൃക്കരിപ്പൂരിലെ ആളുകൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് പ്രത്യേകിച്ച് DCC അല്ലേ പ്രശ്നം തന്നെയാണ്. പക്ഷേ സാർ പറഞ്ഞ സ്വീകാര്യത എത്രമാത്രം കിട്ടി എന്നുള്ളതിന്റെ നേർസാക്ഷ്യമാണല്ലോ ഇത്. അവിടെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാവും ഈ സീറ്റിൽ, അത് തന്നെ പ്രശ്നം. എന്തായാലും കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നത് നേതാക്കൾ മതി, ആ സ്ഥലത്തെ ആൾക്കാർ കെട്ടിയിറക്കണ്ട. കെട്ടിയിറക്കണ്ട. ദിലീപ്, നമ്മളിനി എങ്ങോട്ട് പോകും? എങ്ങോട്ട് വെള്ളം പോകില്ലേ? എങ്ങോട്ട് വേണേലും പോകാം. പറയൂ. ഇവിടെ ഒരു 6:40 നോമ്പ് തുറക്കുള്ള സമയമാവുന്നുണ്ട്. ഇന്നത്തെ നോമ്പ് തുറ എന്ന് പറഞ്ഞാൽ സാധാരണ നോമ്പ് തുറയല്ല, രാഷ്ട്രീയമായ ഒരു പ്രാധാന്യ നോമ്പ് തുറ കൂടിയാണ്. നോമ്പ് തുറ കഴിയുമ്പോഴേക്കും അബ്ദുറഹ്മാൻ രണ്ടത്താണി CPM-ൽ ചേരുമോ, LDF സ്ഥാനാർത്ഥിയെ അറിയാൻ പറ്റും നോമ്പ് തുറയുടെ തീരുമാനത്തിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ മണ്ഡലം ചുറ്റും മകളകള് നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ വണ്ടി കയറി. അപ്പൊ നമ്മുടെ ആരൊക്കെ മകളകളാ മണ്ഡലം ചുറ്റുന്ന? പ്രവിതാലക്ഷ്മി, അമൃത പടിക്കാലും. അപ്പൊ പടിക്കാലും ലക്ഷ്മിയും കൂടെ രമേശ് ചെന്നിത്തലയ്ക്ക് എന്തൊരു സന്തോഷം നോക്കി നമ്മുടെ ആൾക്കാർ അതിനകത്ത് കയറിയപ്പോ. ഓക്കെ, അപ്പൊ കേൾക്കാമോ നിങ്ങൾക്ക്? പ്രവിതാലക്ഷ്മി ആൻഡ് അമൃത പടിക്കാൽ, നിങ്ങളെ വിവരങ്ങളൊക്കെ നാട്ടുകാരോട് പറയൂ. ഇല്ല, ഇപ്പൊ എന്നോടൊപ്പം ഇപ്പൊ ഞാനാണ്. അതെ അതെ, മണ്ഡലം സെറ്റിയും മഹിളകളുമായി ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നോടൊപ്പം ശ്രീ രമേശ് ചെന്നിത്തല കൂടി ചേരുന്നുണ്ട്. ഹരിപ്പാട് മണ്ഡലത്തിലൂടെയുള്ള അദ്ദേഹത്തിന്റെ വാഹന പര്യടനം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയമായി ഇത് തുടങ്ങിയിട്ട്. ഇതാ ഇപ്പോൾ അദ്ദേഹം ഈ ഇവിടുത്തെ വോട്ടർമാരെ നേരിട്ട് കാണാനായി എത്തിയിരിക്കുകയാണ്. ഡൽഹിയിലെ വലിയ ചർച്ചയ്ക്കൊക്കെ ശേഷമാണ് അദ്ദേഹം ഇന്ന് എത്തിയിരിക്കുന്നത്. നമസ്കാരം സാർ. അപ്പൊ വീണ്ടും ഒരു അംഗത്തിന് കൂടി, അതെ, വീണ്ടും ഒരു അംഗത്തിനും കൂടി ഇറങ്ങുകയാണ്. പാർട്ടി തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഈ എൻ്റെ നിയോജകമണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഈ റോഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കടപ്പുറമാണ്, ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ, ഇത് 2 കടൽ മേഖലയാണ്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളെ കാണുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അതെ, തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മുന്നിട്ട് നിൽക്കുന്നത് ഇവിടുത്തെ വികസനം തന്നെയാണ്. ഇപ്പോൾ അല്പസമയം മുൻപ് LDF സ്ഥാനാർത്ഥിയുമായി സംസാരിച്ചപ്പോൾ അവർ പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം വികസന മുരടിപ്പാണ് എന്നുള്ളതാണ്. മാത്രമല്ല, കിഫ്ബിയുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അങ്ങ് കിഫ്ബിയെ എതിർത്തിരുന്ന ആളാണ്, പക്ഷേ അതിന്റെ ക്രെഡിറ്റ് ഒക്കെ അങ്ങ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വലിയ ആരോപണമൊക്കെയാണ് അവർ ഉന്നയിക്കുന്നത്. ഞാൻ ഇന്നലെ അല്ല ഇവിടെ MLA ആയത്. ഞാൻ കുറേ കാലമായല്ലോ. പിന്നെ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് ഇതൊക്കെ തോന്നും. ഇവിടെ ഈ നാട്ടിൽ നടത്തിയ വികസനത്തിനപ്പുറം വേറെ ഒരു മണ്ഡലത്തിനും നടന്നിട്ടില്ല. അത് ഞാൻ മന്ത്രിയായിരുന്നപ്പോഴും, ഞാൻ MLA ആയിരുന്നപ്പോഴും, ഞാൻ നേരത്തെ 87-ൽ മന്ത്രിയായിരുന്നപ്പോഴും ഒക്കെ ഉണ്ടായ വികസനമാണ് ഇവിടെ. ഇപ്പം പിന്നെ വികസനം നടന്നില്ലെങ്കിൽ അത് ഈ ഗവൺമെൻറ് കുറ്റം കൊണ്ടാണ്. അത് അദ്ദേഹം സമ്മതിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഒരു പ്രതിപക്ഷ MLA-യുടെ മണ്ഡലത്തിൽ വികസനം വേണ്ട എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ മണ്ഡലത്തിലെ വികസനം തടയാൻ ഒരു ഗവൺമെൻറ്റും കഴിയില്ല എന്ന് ഞാൻ കഴിഞ്ഞ 10 വർഷം തെളിയിച്ചതാണ്. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും കഴിഞ്ഞ 5 വർഷവും ഏറ്റവും കൂടുതൽ വികസന മണ്ഡലം ഹരിപ്പാട് തന്നെയാണ്. പ്രതിപക്ഷ MLA. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങൾ മാത്രമല്ല, ഈ സമീപ മണ്ഡലത്തിൽ കുറെ കോൺഗ്രസ് പ്രവർത്തകർ രാജിയിലേക്ക് നീങ്ങുന്നു. ഇതൊക്കെ അങ്ങ് എന്തായാലും അറിഞ്ഞിട്ടുണ്ടാകും. സമീപ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വിമത സ്ഥാനാർത്ഥി ഉണ്ടാകുന്നു. ഇവിടെ ഒരു വിമത സ്ഥാനാർത്ഥി ഇല്ല, ഒന്നുമില്ല. ഇവിടെ കോൺഗ്രസ്സുകാരിലെ ഒറ്റക്കെട്ടാണ്. കുട്ടനാട്ടിലെ എനിക്കറിയില്ല, അത് ഏർപ്പാടിന്റെ ഭാഗമല്ലല്ലോ. അതൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കും. അതോടൊപ്പം തന്നെ അതെ, അദ്ദേഹത്തെ കാണാൻ പ്രവർത്തകർ എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തെ ഷോൾ അണിയിക്കുകയാണ്. അങ്ങനെ ഈ ഹരിപ്പാട് മണ്ഡലത്തിലെ ഇവിടുത്തെ ജനങ്ങളുടെ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാഹനജാഥ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹരിപ്പാടിനെ സംബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് അദ്ദേഹം ഏറെ സുപരിചിതനാണ്. അതിനിടയിൽ ചോദിച്ചത് കുട്ടനാട് മണ്ഡലത്തിലെ കുട്ടനാട് സീറ്റ് വേണമെന്നൊരു ആവശ്യം കോൺഗ്രസ് ശക്തമായിട്ട് ഉന്നയിച്ചിരുന്നു. അതിനകത്ത് അനിൽ ബോസിന് അവിടെ മത്സരിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അനിൽ ബോസ് വളരെ ശക്തമായിട്ട് കുട്ടനാട് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്ന ആവശ്യം ഉണ്ടായിരുന്നു. അതിലൊക്കെ വലിയ പ്രതിഷേധം ആ സീറ്റ് അതിൽ കോൺഗ്രസ്സുകാർക്കുണ്ട്. മാത്രമല്ല, പേയ്മെന്റ് സീറ്റ് ആരോപണമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ്, അവിടുത്തെ DCC വൈസ് പ്രസിഡന്റ് മാധ്യമങ്ങൾ സംസാരിച്ചു, രാജിവെച്ച് അത് വിമതമായിട്ട് മത്സരിക്കാൻ പോവാം. അദ്ദേഹം പൊട്ടിക്കറിയുകയും ചെയ്തു. സിംഹം എന്നാണ് കേസുദാരന്റെ പേര്. കാപ്പാട് രമേശിനെ പറ്റി പറഞ്ഞ് വിതുമ്പി സങ്കടപ്പെട്ട് വൈകാരികമാവുന്ന ചിലപ്പോ അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന വേദന വികാരമായിരിക്കും. ആളുകൾക്ക് പ്രായമാകുന്നതിന്റെ പ്രശ്നമാണ്. രാജ്യസഭാ സീറ്റിൽ കെ കരുണാകരൻ സ്ഥാനാർത്ഥിയാക്കില്ല, തോൽക്കുന്ന സീറ്റാണ്. കോടോത്ത് ഗോവിന്ദൻ നായരെ സ്ഥാനാർത്ഥിയാക്കി.
ഇദ്ദേഹത്തെ ആക്കിയില്ല എന്ന് പറഞ്ഞിട്ടൊരു പൊട്ടിക്കരച്ചിലുണ്ടായി. ഒരു സൂപ്പർ കരച്ചിൽ. എല്ലാ രാഷ്ട്രീയം കണ്ട ഏറ്റവും നല്ല കരച്ചിലുകൾ. അതിനുശേഷം ഉള്ള കരച്ചിലുകളാണ്. ആത്മാർത്ഥമായിട്ട് കരഞ്ഞതാ. ഇതും ആത്മാർത്ഥമായിട്ടായിരിക്കും. ഈ നേതാവ് കൊടിക്കുന്നിൽ അവിടുത്തെ വളരെ ഹൃദയാടുപ്പമുള്ള നേതാവാണ്. കൊടിക്കുന്നിലിന്റെ പല നേതാക്കളുടെയും താല്പര്യങ്ങൾ ഈ നേതാക്കളുടെ പിന്നിലുണ്ട്. ഓഫ് കോഴ്സ് ഉറപ്പായിട്ടുണ്ട്. അപ്പൊ അതാണ് ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളൊന്നും അല്ല എന്ന് ഞാൻ പറയായിരുന്നു. അപ്പൊ ഇപ്പൊ വിവിധ ശല്യങ്ങളുണ്ട്. ഏത് രീതിയിലാണ് അത് ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ നമുക്ക് കാത്തിരുന്നാണ്. വളരെ വളരെ ക്ലെവർ ആയിട്ട് രമേശ് ചെന്നിത്തല ആ ചോദ്യത്തിന് ഒഴിഞ്ഞു മാറി. അതായത് കുട്ടനാട് ഈ മണ്ഡലത്തിൽ പെടുന്ന അല്ല, ഈ മണ്ഡലത്തിലെ കാര്യം ചോദിച്ചാൽ കുട്ടനാട് പറഞ്ഞ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് ആൾക്കാർ. അതുമാത്രമല്ല അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൽ ഒരു പ്രശ്നവും ഇല്ലെന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം വി ഡി സതീശനൊപ്പം ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു സമ്പർക്ക ഗുണം കൂടിയാണെന്ന് തോന്നുന്നു. വി ഡി സതീശന് കുറച്ച് നാളായിട്ട് ഡൽഹിയിൽ നിന്ന് മടങ്ങിയതിനു ശേഷം അദ്ദേഹത്തിന് വല്ലാത്തൊരു ആത്മവിശ്വാസമുണ്ട്. മാത്രമല്ല കെ സുധാകരന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഫോർമുലയ്ക്ക് വേണ്ടിയിട്ട് രമേശ് സുധാകരനോട് വളരെ അനുഭവപൂർവ്വമായ സമീപനം എപ്പോഴും സ്വീകരിക്കുന്ന നേതാവ് കൂടിയാണ്. സുധാകരൻ മത്സരിക്കുന്നതിൽ ആദ്യം മുതൽ തന്നെ ചെന്നിത്തലയ്ക്ക്. പക്ഷേ രമേശ് ചെന്നിത്തല മത്സരിക്കണം, ഇത്തവണ ഉണ്ടാകണം, മത്സരരംഗത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ഒരാളുടെ കാര്യത്തിൽ ഇപ്പോഴും കയ്യാലപ്പുറത്താണ് തീരുമാനം. നമ്മുടെ പെരുമ്പാവൂരിലെ എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടി വാദിക്കാൻ ഒരേ ഒരു പ്രധാനപ്പെട്ട നേതാവേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ രമേശ് ചെന്നിത്തലയാണ്. പാർട്ടിക്കകത്ത് തന്നെ വലിയ ദേശീയ തലത്തിൽ തന്നെ തീർച്ചയായും എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഒരു കേസുണ്ട്. ആ കേസിൽ ജാമ്യാപേക്ഷ അല്ലെങ്കിൽ എൽദോസിന് ജാമ്യം കിട്ടിയ ഉത്തരവിൽ വളരെ വ്യക്തമായി എവിഡന്റായി എൽദോസ് അനുകൂലമായ ഒരുപാട് പരാമർശങ്ങൾ അതിലുണ്ട്. അതെന്നോ ഉള്ള കേസാണ്. എൽദോസ് കുന്നുകൾ ഇപ്പൊ സീറ്റ് നിഷേധിക്കാറുണ്ട്. എസ് കെ ഒരു ധാർമ്മികതയോ ഒരു മണ്ണാങ്കട്ടയോ അല്ല. എസ് കെ അവിടെ ആ സീറ്റിൽ ഷിയാസിനെ മത്സരിപ്പിക്കണം. ആ പ്ലാൻ ആയിരുന്നു അത്. എന്തായാലും ആ പ്ലാൻ പൊളിയുന്നു. വി ഡി സതീശന്റെ നോമിനി അങ്ങനെ പറയും. അവിടെ ദീപ്തിക്കും സീറ്റ് കൊടുക്കണം, ഷിയാസിന് സീറ്റ് കൊടുക്കണം. അപ്പൊ കൊച്ചി ഒരു സീറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നൈസായിട്ട് എൽദോസ് കുന്നപ്പള്ളി ഒഴിവാക്കുക, അവിടെ ഷിയാസിനെ ഫിക്സ് ചെയ്യാന്നായിരുന്നു പ്ലാൻ. ആ പ്ലാൻ എസ് കെ പൊളിഞ്ഞു. എൽദോസിന് സീറ്റ് ഉണ്ട്. എൽദോസിന്റെ കാര്യം വരുമ്പോ സ്വാഭാവികമായിട്ടും അതിൽ ഈ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്ത ഒരു വിഭാഗം ഉണ്ടല്ലോ. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൽദോസിന് സീറ്റ് കൊടുക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനും കൊടുക്കേണ്ടി. രാഹുൽ എൽദോസ് കമ്പാരിസൺ ഇല്ലെന്നേ. ഞാൻ പറഞ്ഞ എൽദോസിന് ഒരു ഓഫ് കോഴ്സ് ഒരു കേസുണ്ട്. ആ കേസ് എന്തുകൊണ്ടായ കേസാണ്. ആ കേസിൽ വിചാരണ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോളമിലേക്ക് സീറ്റ് കൊടുക്കാൻ പാടുണ്ട്. വിചാരണ നടക്കല്ലേ. ഈ എൽദോസിന്റെ കേസിൽ വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടുള്ള താരതമ്യം എം വിൻസെന്റുമായി തന്നെയാണ്. ഇതിൽ വാസ്തവത്തിൽ കോൺഗ്രസിന് ഇനിയിപ്പോൾ മാറ്റി നിർത്തിയത് ഈ പറയുന്ന നിലയിൽ ഈ ലൈംഗിക പീഡന പരാതി നേരിടുന്നത് കൊണ്ടാണെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും കോൺഗ്രസിന്റെ ഈ നിലപാട് പൊള്ളത്തരമാണെന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണല്ലോ എം വിൻസെന്റ്. ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഇന്നലെ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം എം വിൻസെന്റിനെതിരായ കേസിലെ ആ പരാതിക്കാരി രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതുകയാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ട്. അപ്പോൾ ഇതാണ് അതിന്റെ മാനദണ്ഡമെങ്കിൽ രണ്ടുപേരെ മാറ്റി നിർത്തണമല്ല. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് വരുമ്പോൾ ഏറ്റവും പ്രധാനമായി CPM കോൺഗ്രസ് ഉയർത്തിയ പ്രതിരോധം എന്തായിരുന്നു? എം മുകേഷിന്റെ കേസായിരുന്നു ആയിരുന്നില്ലേ? മുകേഷിനെ മുൻനിർത്തിയാണ് CPM-നോട് അവർ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നത്. മുകേഷിനെതിരെ നടപടി എടുക്കുന്നില്ല അത്രേ. മുകേഷിനെതിരെ എന്ത് പാർട്ടി നടപടിയാണ് CPM-ന് എടുക്കാൻ സാധിക്കുന്നത്? എന്താണ് എടുക്കാൻ സാധിക്കുമായിരുന്നത്? സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുക. എം മുകേഷിന് സീറ്റില്ല ഇത്തവണ. അപ്പോൾ ആ നിലയിൽ സ്ത്രീപക്ഷ നിലപാട് അങ്ങനെയാണെങ്കിൽ ഉയർത്തിയിരിക്കുന്നത് CPIM ആണ്, LDF ആണ്. മറുഭാഗത്ത് വരുമ്പോൾ എൽദോസ് കുന്നപ്പള്ളിയെ മുൻനിർത്തി ഒരു ഫൗൾ പ്ലേ കളിക്കുകയാണ്. മുകേഷിന്റെ കാര്യത്തിൽ അസർ പറഞ്ഞതിനോടൊരു വിയോജിപ്പുണ്ട്. ഏത് രീതിയിലാണ് മുകേഷിനെ മാറ്റി നിർത്തേണ്ടി വരിക എന്ന് വെച്ചാൽ അതിപ്പോ ഈ സ്ഥാനാർത്ഥി 10 വർഷം അദ്ദേഹം MLA ആയിരുന്നു. അവിടെ ഒരു വിരുദ്ധ വികാരം, മുകേഷ് വിരുദ്ധ വികാരം ആ മണ്ഡലത്തിൽ ഏറെക്കുറെ പ്രകടവുമാണ്. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ആ ഒരു അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു വികാരമുണ്ട്. അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം വലിയ കൊല്ലം നഗരത്തിൽ പ്രതിഫലിച്ചതാണ്. ഞാൻ പറഞ്ഞ അതല്ല, അത്തരം ഒരു തീരുമാനം ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അത് പരിഗണിച്ച് മുകേഷിനെ മാറ്റി നിർത്തി ധാർമ്മികത ഉയർത്തിപ്പിടിച്ചു. നമ്മൾ നേരത്തെ പറയുന്ന പോലെ നമ്മൾ മതേതര കേരളമാണെന്ന് പറയുകയും നമ്മളിവിടെ സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ ജാതി മതം നോക്കുന്നു പറയുന്ന പോലെ ധാർമ്മികത ഒക്കെ ആപേക്ഷികമാണ്. എല്ലാവരും അവനവന്റെ കാര്യം ഇല്ല എന്ന് പറഞ്ഞാൽ അവനവന്റെ ആവശ്യത്തിനനുസരിച്ച് ധാർമ്മികത മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല, അങ്ങനൊന്നുമില്ല. എല്ലാ കേസും ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇക്കാലത്ത്. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, MC ജോസഫൈൻ വനിതാ കമ്മീഷൻ അന്തരിച്ചു. അതിന്റെ ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്. ആ ബഹുമാനം അങ്ങേയറ്റമുണ്ട്.
MC ജോസഫൈൻ ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ട് അന്ന് വനിതാ കമ്മീഷൻ അവിടെ എത്തി. ഈ MC ജോസഫൈൻ, ഞാൻ അന്ന് റിപ്പോർട്ടറാണ് തിരുവനന്തപുരത്ത്. അപ്പോൾ ഞാനിത് ചോദിച്ച് വന്നപ്പോഴാണെന്ന് MC ജോസഫൈൻ പറഞ്ഞു, ഞങ്ങൾക്ക് പാർട്ടി കോടതിയുണ്ട് തീവ്രത ഇളക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടി കോടതിയുണ്ട്, പാർട്ടിയാണ് ഇതിന്റെ എല്ലാ സംവിധാനം. ഒരേ ഒരു കാര്യം, അതായത് എന്താണ് ഇതിലെ തർക്കം? ഇവരുടെ തർക്കം എന്താണ്? അതായത് കൊടുത്തതിലുള്ള പ്രശ്നമാണോ? ഞാൻ പറഞ്ഞു സീറ്റിന് അർഹനാണോ? ഷിയാസിന് വേണ്ടി ഇ.ഡി. സതീശൻ ശബ്ദം ഉയർത്തി, അല്ലെങ്കിൽ ഒരു ആവശ്യം ഉന്നയിച്ചു. എന്താ തെറ്റതിനകത്ത്? ദീപ്തി മേരി വർഗീസ് ഇത്രയും കാലം ആ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ആളാണ്. ദീപ്തി മേരി വർഗീസിന്റെ ഒരു സീറ്റിന് വേണ്ടി ഇപ്പൊ KC വേണുഗോപാലിന്റെ ശുപാർശ ഉണ്ടെന്ന് വിചാരിക്കുക. എന്താ തെറ്റ്? ഞാൻ പറഞ്ഞ പോയിന്റ് അതല്ല. ഞാൻ പറഞ്ഞത് എൽദോസ് കുന്നപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വമാണ് നമ്മുടെ ചർച്ചയെങ്കിൽ ഈ രണ്ടുപേരുടെ ഞാൻ പറഞ്ഞു തുടങ്ങി അതൊന്നുമല്ല. ഞാൻ പറഞ്ഞു തുടങ്ങിയത് എൽദോസ് കുന്നപ്പള്ളിയുടെ നേരത്തെയുള്ള അയോഗ്യത ഈ കേസ് എടുത്ത് പറഞ്ഞത് ധാർമ്മികത ഉയർത്തിയാണെങ്കിൽ അതങ്ങനെ അല്ലെന്നും VD സതീശന്റെ നോമിനിയായ ഷിയാസിനും KC വേണുഗോപാലിന്റെ നോമിനിയായ ദീപ്തി മേരി വർഗീസിനും കൊച്ചിയിൽ സീറ്റ് ഉറപ്പിക്കാൻ ബലി കൊടുക്കേണ്ട ഒരു സീറ്റ് എൽദോസ് കുന്നപ്പള്ളിയുടെ സീറ്റ് പാവം പിടിച്ചവനാണ്. പാവം പിടിച്ചവൻ ആ സീറ്റാണ് എന്ന് മാറ്റിയതാണ്. ആ മണ്ഡലത്തിൽ എൽദോസ് കഷ്ടപ്പെട്ടു. ഒരു കവിത എഴുതി കൊഞ്ചലാണിപ്പോഴും എന്നൊരു കവിത എഴുതിയ മഹാൻ. ഞാൻ പറഞ്ഞു നല്ല കവി എൽദോസ് മണ്ഡലം നോക്കിയ MLA ആണ്. അക്കാര്യം തർക്കം. എൽദോസ് മണ്ഡലം നോക്കിയ MLA ആണ്. എൽദോസിനെ ഫീൽഡ് ചെയ്ത ജയസാദുള്ള MLA ആണ്. ഒരു എന്തൊരു ഒരു മുട്ടാപ്പൊക്കനകത്തുണ്ട് ധാർമ്മികതയാണെങ്കിൽ എല്ലാ ധാർമ്മികത പറയാനുള്ള യോഗ്യത സ്ത്രീപക്ഷ ധാർമ്മികത പറയാൻ ആർക്കും അവകാശമില്ല, ഒരു പാർട്ടിക്കും ഇല്ല അവകാശം. എന്നെ പറഞ്ഞ സാമ്പിൾ വിട്ടകൾ. ഓക്കെ, പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ഒരു പ്രത്യേക സംഭവം പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മൾ കാണിച്ചു കൊടുക്കാൻ പോവാണ്. മാന്യ മഹാജനങ്ങളെ, കാവല നടത്തി ഒന്നാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 1957 ഫെബ്രുവരിയിലായിരുന്നു. വിമോചന സമരത്തിന് പിന്നാലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ പിരിച്ചുവിട്ട ശേഷം 1960 നടന്ന തെരഞ്ഞെടുപ്പിന് വാശി കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോറ്റു. വെറും 20 സീറ്റുകളിൽ ജയിച്ച പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പട്ടം താണുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നാൽ മാത്രമേ അതിൻ്റെ അകത്ത് നമുക്കൊരു കൺഫർമേഷൻ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാണ്. മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, ഇല്ലെങ്കിൽ ഇല്ല. എന്താണ് ഒരു സാധ്യത മനസ്സിലാക്കാൻ കഴിയുന്നത്? തിരിച്ചടിയാണോ മൊത്തത്തിൽ? ഇപ്പോൾ മത്സരിക്കാൻ പറഞ്ഞാൽ ഈ അവ്യക്ത എത്ര ദിവസമായി കൊച്ചി സിറ്റിൽ ഇങ്ങനെ അതൊരു തിരിച്ചടിയാവും ആർക്കാണെങ്കിലും? അങ്ങനെയൊന്നുമില്ല. ഇപ്രാവശ്യം കൊച്ചി കോൺഗ്രസിന് തിരിച്ചു പിടിക്കാൻ പറ്റും. ഇപ്രാവശ്യം UDF തിരിച്ചു പിടിക്കും. അതിനുള്ള സാഹചര്യമാണ് കൊച്ചിയിലുള്ളത്. ജനങ്ങളുടെ ഇടയിൽ വലിയ പിന്തുണ ഇപ്രാവശ്യം UDFനുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ആര് സ്ഥാനാർത്ഥി ആയാലും ഇപ്രാവശ്യം സീറ്റ് തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അല്ല, അത് മറ്റു പല ചർച്ചകളും ഉണ്ടല്ലോ. ഇതിപ്പോൾ ഈ ഒരു സീറ്റ് മാത്രമല്ലല്ലോ, മറ്റ് പല സീറ്റുകളുടെയും ചർച്ചയുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിപ്പോൾ ആദ്യഘട്ട പട്ടിക പുറത്തിറക്കിയല്ലോ. രണ്ടാം ഘട്ട പട്ടിക പുറത്തിറങ്ങട്ടെ. ഏത് സാഹചര്യത്തിലാണ് ഈ പോസ്റ്റർ അടിച്ചത്? ആരെങ്കിലും ഉറപ്പ് തന്നിരുന്നു? മത്സരിക്കാൻ ഉറപ്പുവല്ലോ കിട്ടിയിരുന്നു ഈ പോസ്റ്റർ അടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്? അല്ല, അതിപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ. ഇതിപ്പോൾ നമുക്ക് ഇപ്രാവശ്യം വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഒരു 23 ദിവസം ഇന്ന് നോക്കുകയാണെങ്കിൽ ഇനി ഒരു 23 ദിവസം മാത്രമേ ഇലക്ഷൻ പ്രചരണത്തിന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ സിറ്റിംഗ് MLA-മാരൊക്കെ വളരെ മുമ്പ് തന്നെ, ഏതാണ്ട് 2-3 ആഴ്ച മുമ്പ് തന്നെ ഇതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ MLA ഇല്ലാത്ത സ്ഥലങ്ങളിൽ പുതുതായിട്ട് വരുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒരു മുന്നൊരുക്കം ഉണ്ടാവണമല്ലോ. ആവശ്യപ്പെട്ടിരുന്നത്. പിന്നീട് കൊച്ചിയിലേക്ക് ഉള്ള പോസ്റ്ററാണ് ഇപ്പോൾ കണ്ടത്. അതാണ് ചോദിക്കുന്നത്. അപ്പോൾ കൊച്ചി മാത്രം ഇങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം സിറ്റിംഗ് MLA-മാർ മത്സരിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ മിക്കവാറും കൊച്ചിയിലേക്കായിരിക്കും എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പോൾ അത് വെച്ച് നമ്മളൊരു മുന്നൊരുക്കം നടത്തണം. തീരെ സമയം കുറവാണ് പ്രചരണത്തിന്. അതുകൊണ്ടാണ് അത്തരത്തിൽ ചെയ്തത്. അത് ഇല്ല, ഫൈനൽ പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങുമല്ലോ. അത് ഫൈനൽ അത് പറഞ്ഞിട്ട് അല്ല, അതിപ്പോൾ ഞാൻ പറയട്ടെ, അതൊരു സിറ്റിംഗ് സീറ്റല്ല.
അവിടെ വളരെ കുറച്ച് സമയമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് എല്ലാവരും തയ്യാറെടുത്തിട്ടുണ്ട്. അതിപ്പോൾ അവിടെ മറ്റ് വേറെ പേര് ഉള്ള ആളും ഉണ്ടല്ലോ, അവരൊക്കെ തയ്യാറെടുത്തിട്ടുണ്ടാവും. നോമിനേഷൻ ഫോം അടക്കം ഫില്ല് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, നോമിനേഷൻ ഇപ്പോൾ 23-ാം തീയതി വരെയാണ് നോമിനേഷൻ കൊടുക്കാനുള്ള സമയം. അതിൽ ഒരു ഞായറാഴ്ച വരുന്നുണ്ട്, പിന്നുള്ളത് 2-3 ദിവസമാണ്. അപ്പോൾ നോമിനേഷൻ ഫില്ല് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായ ഒരു കാര്യം. അതിൻ്റെ അകത്ത് നിരവധി ഡീറ്റെയിൽസ് വെക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട IT റിട്ടേൺസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു മുന്നൊരുക്കം വേണം. അതിപ്പോൾ സ്ഥാനാർത്ഥിയായി നമുക്ക് സമയക്കുറവുള്ള ഒരു സമയത്ത് പ്രഖ്യാപിച്ചതിന് ശേഷം ഇതെല്ലാം നോക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ പ്രയാസം വരും. അതുകൊണ്ട് അതിനുള്ള മുന്നൊരുക്കം ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് സ്ഥാനാർത്ഥിയാകണമെന്നില്ലല്ലോ. പാർട്ടി പ്രഖ്യാപിച്ചാൽ സ്ഥാനാർത്ഥിയാകും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽ വർക്കൊക്കെ റെഡിയാണെങ്കിൽ ഉടനടി പ്രചരണത്തിലേക്ക് കടക്കാം എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല. കാരണം അത് പറയേണ്ടത് AICC ആണ്. അവിടെ ചർച്ച നടക്കുകയാണ്. ഏറ്റവും മുതിർന്ന നേതാക്കളാണ് അവിടെ ചർച്ചയിലിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നൊരു ഇൻഫർമേഷൻ വരാതെ എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. മറ്റൊരു കാര്യം, നേരത്തെ ഒരു KPCC അധ്യക്ഷൻ തന്നെ ഈ മേയർഷിപ്പിന്റെ കാര്യത്തിൽ അത് നടക്കാതെ പോയപ്പോൾ ഒരു നീതി നടപ്പാകും എന്ന് പറഞ്ഞിരുന്നു എന്ന് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു. ആ നീതി ഇപ്പോഴും നടപ്പാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണോ ദീപ്തി മുന്നോട്ട് പോകുന്നത്? അത് KPCC പ്രസിഡന്റ് പറഞ്ഞെങ്കിൽ അദ്ദേഹം തന്നെയാണല്ലോ അതിന് മറുപടി പറയേണ്ടത്, ഞാനല്ലല്ലോ പറയേണ്ടത്. അല്ല, താങ്കളാണെന്ന് പറഞ്ഞത് ഇങ്ങനെ ആ ഒരു നീതി നടപ്പാകും, ജസ്റ്റിസ് നടപ്പാകും എന്ന് ഒരു ഉറപ്പ് അന്ന് തന്നിട്ടുണ്ടെന്ന്. അതെ, KPCC പ്രസിഡന്റ് പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ വെച്ചാണല്ലോ പറഞ്ഞത്, നിങ്ങളോട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇത് ഈ നീതി എന്നൊക്കെ പറയുന്നത് ഒരൊറ്റ കാര്യത്തിൽ ആശ്രയിച്ചല്ലല്ലോ ഇരിക്കുന്നത്. പാർട്ടിയിൽ കാലങ്ങളായി പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അത് ഇതിപ്പോൾ ഒരു അവസരം, ചിലപ്പോൾ മറ്റു ചില അവസരങ്ങളായിരിക്കാം. അതെങ്ങനെയാണെന്നുള്ള അറിയില്ലല്ലോ. പാർട്ടിയെ സംബന്ധിച്ച് നിരവധി സാധ്യതകളുണ്ടല്ലോ, സംഘടനയ്ക്കകത്തും പുറത്തും ജനപ്രതിനിധിയാവാനും അങ്ങനെ പല പല സാധ്യതകളുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് എന്നുള്ളത് അറിയില്ല. പക്ഷേ പാർട്ടി എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ദീപ്തി മേരി വർഗീസ് സംസാരിക്കുകയായിരുന്നു. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇന്നിപ്പോ VD സതീശനെ രാവിലെ മാധ്യമങ്ങൾ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് UDF ഓരോ കക്ഷികൾക്കുമുള്ള സീറ്റുകൾ എത്രയാണെന്ന് പറഞ്ഞു. കോൺഗ്രസിന് 95, ലീഗിന് 27 അങ്ങനെ പറഞ്ഞിട്ട് മാധ്യമങ്ങൾ കണ്ടപ്പോൾ VD സതീശൻ പറയാനുണ്ട്, ഒരു തർക്കവും കോൺഗ്രസിനകത്തില്ല. എത്ര മനോഹരമായിട്ടാണ് നോക്കൂ കോൺഗ്രസ് അവിടെ സർവം ദീപ്തം. ഒരു മിനിറ്റ്, സർവം ദീപ്തം, സർവം ദീപ്തം എന്ന് പറഞ്ഞിട്ട് ദീപ്തി മേരി വർഗീസിനെ കൊച്ചിയിൽ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലെ ഒരു പ്രൈവറ്റ് പ്രസിൽ അടിച്ച പോസ്റ്ററുകൾ അവിടെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്റെ ഒരു ഒറ്റ ചോദ്യം എന്റെ സഹ പാനലിസ്റ്റോട്, എന്താണ് ദീപ്തി മേരി വർഗീസിന്റെ അയോഗ്യത? അത് പോയിട്ട് വന്നിട്ട് നമുക്ക് നിങ്ങൾ രണ്ടുപേരും മറക്കണ്ട ദീപ്തി മേരി വർഗീസിന്റെ കാര്യമാണ്. ഓക്കെ, നമ്മള് പട്ടംതാണുള്ള മുഖ്യമന്ത്രിയായ കാര്യം വരെയാണ് പറഞ്ഞു നിർത്തിയത്. കൂട്ടുമുന്നണി കോലീബി എന്ന പിൽക്കാലത്ത് വളരെ ഖ്യാതി നേടിയ ഒരു പ്രയോഗം അന്നാണ് രൂപപ്പെട്ടത്. കോൺഗ്രസ്, ലീഗ്, BJP, കോലീബി സഖ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ട ഒരു പൊളിറ്റിക്കൽ വാക്യമാണെന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാം അന്ന് കോലീബി, പിന്നീടാണ് കോലീബി ആയത്. രണ്ടാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഭൂതക്കണ്ണാടിയിൽ. ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അഡ്വക്കേറ്റ് ജയശങ്കർ വിവരിക്കുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പോകുന്നത്. നിങ്ങൾക്കറിയാം, വലിയൊരു രാഷ്ട്രീയ നിരീക്ഷകരാണ് കേരളത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ. 1960 രാജ്യത്തെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിട്ട ശേഷമുള്ള തിരഞ്ഞെടുപ്പ്. കേരളത്തിൽ ആദ്യമായി കോൺഗ്രസ് മുന്നണി രാഷ്ട്രീയം പരീക്ഷിച്ച കാലം. മുന്നണിയില്ലാതെ തനിച്ച് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. വാശിയേറിയ തിരഞ്ഞെടുപ്പ് പോര്. കോൺഗ്രസും PSPയും മുസ്ലിം ലീഗും മുന്നണിയായി മത്സരിച്ചു. മുക്കൂട്ട് മുന്നണിയെന്ന് എതിരാളികൾ വിളിച്ചു. പട്ടാമ്പിയിൽ മത്സരിച്ച മുൻ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടിനെ തോൽപ്പിക്കാൻ പ്രതിപക്ഷം ഒന്നിച്ചു. കോൺഗ്രസും മുസ്ലിം ലീഗും ഇന്നത്തെ BJPയുടെ ആദ്യ രൂപമായ ജനസംഘവുമായി ചേർന്നു. പട്ടാമ്പിയിൽ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ജനസംഘം കോൺഗ്രസ് സ്ഥാനാർത്ഥി R. രാഘവൻ നായർക്ക് പിന്തുണ നൽകി. കോൺഗ്രസ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് മുന്നണിയായി മത്സരിച്ച ഒരു പുതിയ അനുഭവം കൂടിയായിരുന്നു അത്. കോൺഗ്രസിൻ്റെ മുന്നണിയിൽ കോൺഗ്രസ് മാത്രമല്ല PSP ഉണ്ടായിരുന്നു. PSP എന്ന് വെച്ചാൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. പട്ടംതാണുള്ള സാറാണ് ആ പാർട്ടിയുടെ പരമോന്നത നേതാവായിരുന്നു. അതുകൂടാതെ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗുമായിട്ട് കൂട്ടുചേർന്ന് മുന്നണിയായിട്ട് മത്സരിച്ചത്. അങ്ങനെ ഈ 3 പാർട്ടികൾ ഉൾപ്പെട്ട മുന്നണിയെ മുക്കൂട്ട് മുന്നണി എന്നാണ് വിളിച്ചത്. മുക്കൂട്ട് കഷായം എന്ന് പറഞ്ഞ ഒരു മരുന്ന്
ആയുർവേദത്തിലുണ്ടായിരുന്നു. അതിൻ്റെ കൂടി ആ ഒരു ഓർമ്മയിലാണ് മുക്കൂട്ട് മുന്നണി എന്ന പേരുണ്ട്. വിമോചന സമരത്തിൽ ആഞ്ഞടിച്ച കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ തരംഗം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വൻ തോൽവി. 57-ലെ മന്ത്രിസഭയിലുണ്ടായിരുന്ന EMSഉം അച്യുതമേനോനും AR മേനോനും KR ഗൗരിയമ്മയും ഒഴികെയുള്ള വമ്പന്മാർ വീണു. 126-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 29 സീറ്റിൽ ഒതുങ്ങി. എന്നാൽ ആകെ കൂടുതൽ വോട്ട് നേടിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. കോൺഗ്രസിന് 63-ഉം PSPക്ക് 20-ഉം ലീഗിന് 11 സീറ്റുകൾ. മുൻ ധാരണയനുസരിച്ച് പട്ടം മുഖ്യമന്ത്രിയായി, R ശങ്കർ ഉപമുഖ്യമന്ത്രി. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഏതാണ്ട് വളരെ ഏകപക്ഷീയമായിരുന്നു. കാരണം ആ മറുഭാഗത്തുള്ള മുന്നണി അത്ര ശക്തമായിരുന്നു. കോൺഗ്രസ്, PSP, ലീഗ് എന്ന് മാത്രമല്ല, ഇവരെ പിന്തുണച്ചിരുന്ന സാമുദായിക ശക്തികളും അത്ര പ്രബലരായിരുന്നു. കത്തോലിക്ക സഭയുണ്ടായിരുന്നു, മറ്റ് ക്രൈസ്തവ സഭകളുണ്ടായിരുന്നു, അതുകൂടാതെ NSS ഉണ്ടായിരുന്നു, മറ്റ് പല സാമുദായിക സംഘടനകളുണ്ടായിരുന്നു, പിന്നെ മുസ്ലിം ലീഗും ഉണ്ടായിരുന്നു. അത്രയും സംഘടനകൾ ഒരു ഭാഗത്ത് നിന്ന്, അത്രയും സാമുദായിക ശക്തികൾ ഒരു ഭാഗത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റുകാരെ, നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകാരെ പാഠം പഠിപ്പിക്കാനും അവരെ റഷ്യയിലേക്ക് തുരത്താനും വേണ്ടി നടത്തിയ വലിയൊരു വിശുദ്ധ യുദ്ധമായിരുന്നു സത്യം പറഞ്ഞ 1960-ലെ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഈ സാമുദായികമായ ഒരു ചേരിതിരിവ് ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അത് ആ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചു. ഇതെല്ലാം മന്നത്ത് പറ്റുമ്പോൾ അവർ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചു, കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു ഒറ്റ നായരെയും ഇനി നിയമസഭയിലേക്ക് അയക്കുകയില്ല എന്ന്. ആ തിരുക്കൊച്ചി ഭാഗത്ത് അത് ഏതാണ്ട് ശരിയായി, പൂർണ്ണമായിട്ടല്ല, എന്നാലും മിക്കവാറും ശരിയായി. വിമോചന സമരത്തിൽ രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ സാമൂഹിക സഖ്യമായിരുന്നു കോൺഗ്രസ് മുന്നണിയുടെ ശക്തി. NSSന്റെ പിന്തുണ പട്ടത്തെ മുഖ്യമന്ത്രിയാക്കി. പട്ടം നാടുള്ള സാർ തിരുവനന്തപുരം 2ാം മണ്ഡലത്തിലാണ് മത്സരിച്ചത്. അവിടെ നിന്ന് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പട്ടം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. നമ്മുടെ R ശങ്കർ ഉപമുഖ്യമന്ത്രിയായി. ഏറ്റവും വലിയ ഒറ്റ പാർട്ടി കോൺഗ്രസ് ആയിരുന്നെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം സാമുദായിക പരിഗണനകൾ വെച്ച് PSPക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ കോൺഗ്രസും PSPയും ചേർന്ന് മന്ത്രിസഭ രൂപീകരിച്ചു. മുസ്ലിം ലീഗിന് മന്ത്രിസ്ഥാനം കൊടുക്കാൻ പാടില്ല എന്നൊരു അഭിപ്രായം ശക്തമായിട്ട് വന്നു. പ്രത്യേകിച്ച് മലബാർ ഭാഗത്തുള്ള കോൺഗ്രസ് നേതാക്കൾ പിടിവാശി പിടിച്ചു. അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം ലീഗിന് മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിനെതിരായിരുന്നു. കാരണം ഇന്ത്യ വിഭജനത്തിന് കാരണക്കാരായ പാർട്ടിയാണ് ലീഗ്. ആ പാർട്ടിക്ക് അവരുമായിട്ട് കൂട്ടുചേർന്ന് കേരളത്തിൽ അധികാരം പങ്കിട്ടു എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ ഈ ഹിന്ദുത്വവാദികൾ, ജനസംഘ അടക്കമുള്ള പാർട്ടികളൊക്കെ ഇത് രാഷ്ട്രീയമായിട്ട് ദുരുപയോഗം ചെയ്യും എന്ന കാരണത്താലാണ് ലീഗിന് മന്ത്രിസ്ഥാനം കൊടുക്കാൻ ഒരു സമാശ്വാസ സമ്മാനം എന്ന രീതിയിൽ ലീഗ് നേതാവായിരുന്ന KM സീതി സാഹിബിനെ കേരള നിയമസഭയുടെ സ്പീക്കറായിട്ട് അവരോധിച്ചു. ആ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്ന ഐക്യമുന്നണി സ്ഥാനാർത്ഥിക്ക് NSS നേതാവ് മന്നത്ത് പത്മനാഭൻ സ്വർണ്ണ മെഡൽ പ്രഖ്യാപിച്ചിരുന്നു. കൂത്തുപറമ്പിൽ നിന്ന് വിജയിച്ച PSP സ്ഥാനാർത്ഥി PR കുറുപ്പാണ് അങ്ങനെ വലിയ ഭൂരിപക്ഷം നേടിയത്. പക്ഷേ മെഡൽ PR കുറുപ്പ് വാങ്ങിയില്ല. പിൽക്കാലത്ത് PR കുറുപ്പും മകൻ KP മോഹനനും ഇടതിനൊപ്പം ചേർന്നത് വേറെ കഥ. എന്തായാലും അന്ന് സർക്കാരുണ്ടാക്കിയ പട്ടം താണുപിള്ള അധികകാലം അധികാരത്തിൽ തുടരില്ലെന്ന് അന്നത്തെ രാഷ്ട്രീയ നിരീക്ഷകർ പലരും പറഞ്ഞു. അത് പിന്നീട് സത്യമായി. ഇലക്ഷൻ ഡെസ്ക് 24. ഗോപികൃഷ്ണൻ കുറച്ചധികം തെരഞ്ഞെടുപ്പിലൂടെ കടന്നുപോയിട്ടുണ്ടല്ലോ. ഇപ്പൊ പെട്ടെന്ന് വളരെ സെക്കൻഡ്സിനൊക്കെ ഒരു ഓർമ്മ പറഞ്ഞാൽ എവിടെയെല്ലാം പോയി അടി വാങ്ങിച്ചിട്ടുണ്ട്? അല്ലല്ല, എവിടെയും പോയിട്ട് അടി വാങ്ങിയിട്ടില്ല. എനിക്ക് ഞാൻ വളരെ ദീർഘകാലം മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമയത്താണ് ലീഡർ കെ കരുണാകരനെ പോയി കണ്ടത്. എനിക്ക് SK ഓർമ്മയുണ്ടോന്നറിയില്ല. നമ്മൾ അന്നത്തെ റേഡിയോക്ക് വേണ്ടിയിട്ടായിരുന്നു അന്ന് പ്രതികരണം എടുക്കാൻ പോയത്. അന്ന് കെ കരുണാകരന്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് അകത്ത് ക്ഷണിച്ചു. ഒരു ബൈറ്റ്, ചെറിയ ബൈറ്റായിരുന്നു എടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ആ ഇരുന്ന സമയത്ത് അദ്ദേഹം ആദ്യമായിട്ടാണ് കെ കരുണാകരനെ കാണുന്നത്, നേരിട്ട് കാണുന്നത്. അതെ. അപ്പോൾ ആദ്യം ഞങ്ങളൊരു ചെറിയ ഇതൊക്കെ കൊടുത്തു, എന്തിനാണ് വന്നതെന്നുള്ളത്. റേഡിയോ ആണെന്ന് പറഞ്ഞപ്പോൾ നോക്കി കയ്യിൽ എന്തൊക്കെയാ ഉള്ളത്. റേഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അന്ന് ചെല്ലുന്നത്. അപ്പോൾ അന്ന് ഒരു ചെറിയ ടേപ്പ് റെക്കോർഡ് സെറ്റുമായിട്ടാണ് നമ്മൾ പോകുന്നത്, അദ്ദേഹത്തിന്റെ ബൈറ്റ് എടുക്കുക. അപ്പോൾ ആദ്യ അദ്ദേഹം കേരളത്തിൽ അദ്ദേഹത്തിന്റെ ചെറിയ രാഷ്ട്രീയ ചരിത്രം ഞങ്ങളോട് ഇങ്ങനെ വിശദീകരിച്ചു തന്നു. അന്ന് നമ്മുടെ രാജ്മോഹനായിരുന്നു കൂടെ ഉണ്ട്. ഞാൻ രാജ്മോഹനും കൂടെയാണ് പോയത് നമ്മുടെ റേഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഓർമ്മയാണ് കെ കരുണാകരൻ നേരിട്ട് ആദ്യമായി കണ്ട ആ സാഹചര്യം, സന്ദർഭം. ഓക്കെ, താങ്ക് യു. നമ്മള്
ക്ലാരിഫിക്കേഷൻ സമയം. അത് ദീപ്തി മേരി വർഗീസ് എന്താണ് മത്സരിക്കാൻ അയോഗ്യത ചോദിച്ചു. ഞാൻ പറഞ്ഞത് അതിപ്പോഴും വിട്ടില്ല. ഞാൻ വിചാരിച്ചത് വിട്ടുകളഞ്ഞു. ദീപ്തി മേരി വർഗീസിന് മത്സരിക്കാൻ അയോഗ്യത ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അതിനുവേണ്ടി എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റണമെന്ന് ചോദ്യമായിരുന്നു. SKN ദീപ്തി മേരി വർഗീസിന് മത്സരിക്കാൻ 101% യോഗ്യതയുണ്ട് എന്ന് പറയാനുള്ള കാരണം SKN ദീപ്തി മേരി വർഗീസ് പഠനകാലങ്ങളിൽ മഹാരാജാസ് കോളേജിൽ KSUവിന് കടന്നു പോകാൻ പറ്റാത്ത സ്ഥലത്ത് KSU യൂണിറ്റിൽ അവിടെ മത്സരിച്ച് അവിടെ അടികൊണ്ട് ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് പാർട്ടി വളർന്ന് ഇത്രയും വർഷം പാർട്ടിയിൽ നിന്ന് SKN ആണുങ്ങളെ പോലല്ല, സ്ത്രീകൾക്ക് പാർട്ടി വളർന്ന നല്ല ബുദ്ധിമുട്ട് ആര് സംബന്ധിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ കഷ്ടപ്പെട്ട് പാർട്ടി പദവികൾ മാത്രം നിന്ന് ആകെ കിട്ടിയ ഏറ്റവും ഒടുവിൽ കിട്ടിയത് ഇപ്പം ഈ കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് മത്സരിച്ച് ഏറ്റവും ഒടുവിൽ മേയർ സ്ഥാനം കൊടുക്കാൻ പറ്റുന്നത് വഞ്ചന നേരിട്ട ആളാണ് ദീപ്തി മേരി വർഗീസ്. അപ്പൊ അന്ന് പറഞ്ഞ ഉറപ്പ് ഒരു സീറ്റ് കൊടുക്കാവുന്നതാണ്. ആ ഉറപ്പ് പാലിക്കണം SKN. അതാണ് ദീപ്തിയോട് കാണിക്കുന്ന നീതിയാണ്. അതിലിപ്പോ ദീപ്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്ന് KPCC പ്രസിഡന്റ് ആണ് ഇത് മാധ്യമങ്ങളോട് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പരിഗണിക്കാമെന്ന്. ഇപ്പോൾ ഏതായാലും അത് കഴിഞ്ഞ ഈ മേയർ തെരഞ്ഞെടുപ്പിൽ കൊച്ചി മേയർ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ UDF വലിയ ഭൂരിപക്ഷം കിട്ടി, ദീപ്തി ആയിരിക്കും മേയർ എന്ന് കരുതിയപ്പോഴാണ് VK മിനിമോൾ വരുന്നത്. അതിലും ഈ കോൺഗ്രസിലുള്ള ചില പടലപ്പിണക്കങ്ങളുണ്ട്. VD സതീശനും പ്രതിപക്ഷ നേതാവ് VD സതീശനും DCC പ്രസിഡന്റ് ഷിയാസും ചേർന്നാണ് VK മിനിമോളെ മേയർ ആക്കിയത്. ദീപ്തി വർഗീസിനെ തഴഞ്ഞു എന്നുള്ള പരാതി KC വേണുഗോപാൽ പക്ഷത്തിനുണ്ട്. KC വേണുഗോപാൽ പക്ഷമാണ് ദീപ്തി മേരി വർഗീസിനെ കൊച്ചിയിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഇപ്പോൾ VD സതീശൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഒരു തർക്കവും ഇല്ലെന്നാണ്. ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള എറണാകുളം ജില്ലയിൽ 3 മണ്ഡലങ്ങളിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. വൈപ്പിനിലായിട്ടില്ല, തൃപ്പൂണിത്തുറയിലായിട്ടില്ല, പെരുമ്പാവൂരിലായിട്ടില്ല. ഈ 3 മണ്ഡലങ്ങളിൽ തീരുമാനം അല്ല അറിയില്ല. അപ്പൊ ഇന്നിപ്പോ തെരഞ്ഞെടുപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗം ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ VD സതീശൻ എന്ന് പറയുന്നത് ഒരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ മാത്രമാണുള്ളത്. പ്രശ്നമില്ല എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലുണ്ടല്ലോ, ദീപ്തി മേരി വർഗീസിന് ആരോ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതേ ഉറപ്പ് മുഹമ്മദ് ഷിയാസിന് മറ്റൊരാൾ കൊടുത്തിട്ടുണ്ട്. ഇതേ ഉറപ്പ് സണ്ണിയും കബിക്കാടിനും കൊടുത്തിരുന്നു. ആളുടെ പേര് VD സതീശൻ. VK മിനിമോൾ മേയറായിട്ട് ലത്തീൻ സഭയുടെ ആസ്ഥാനത്ത് പ്രസംഗിക്കുമ്പോൾ അവരോട് പ്രസംഗിക്കുകയാണ്, ലത്തീൻ സഭ എനിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന മേയറായെന്ന് പറയാണ്. ജനാധിപത്യ വിരുദ്ധമാണ്. ലത്തീൻ സഭയുടെ മുന്നിൽ പോയി അവരങ്ങനെ പ്രസംഗിക്കുമ്പോൾ അതിൽ ജനാധിപത്യത്തെ വിരുദ്ധ തോന്നുന്നു. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ശിവഗിരി മഠം പോലുള്ള സംവിധാനങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം, അതായത് ശിവഗിരി മഠം എന്ന് പറയുന്നത് പൊതുവെ രാഷ്ട്രീയ തർക്കങ്ങളിലോ വിവാദങ്ങളിലോ പെടാറില്ല. പക്ഷെ സ്വാമി ശാശ്വതികാനന്ദയുടെ കാലത്ത് ശാശ്വതികാനന്ദ അവിടെ ശിവഗിരി മഠാധിപതിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മുതിർന്ന സന്യാസിയായിട്ടിരിക്കുമ്പോൾ ഈ രാഷ്ട്രീയത്തിൽ ഇടപെട്ടു. അതെന്തുകൊണ്ട്? അത് ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട ചില അധികാര തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതായത് അന്ന് ശിവഗിരി മഠത്തിൽ അന്ന് ഭൂരിപക്ഷം കിട്ടിയ അല്ലെങ്കിൽ അവർ തെരഞ്ഞെടുത്ത ഒരു സമിതിക്ക് അധികാരം കൈമാറാൻ ശാശ്വതികാനന്ദ തയ്യാറായിരുന്നില്ല. തുടർന്ന് അവിടെ പോലീസ് അധികാരം അല്ല, ഞാനൊന്ന് പറയട്ടെ, അങ്ങനെയാണ് അന്നാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു പുതിയ ഒരാൾ, SNDPയുടെ അന്ന് വരെ ഒരു ഭാരവാഹിത്വത്തിലും ഇല്ലാതിരുന്ന കരാറുകാരനായിരുന്ന, കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഒരു കരാറുകാരൻ എന്നുള്ള ഖ്യാതിയൊക്കെ നേടിയിരുന്ന വെള്ളാപ്പള്ളി നടേശൻ വരുന്ന അന്ന് ശാശ്വതികാനന്ദയുടെ ഇടപെടലിനെ തുടർന്നാണ്. പിന്നീട് അതിനുശേഷവും ശിവഗിരി മഠം അങ്ങനെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ശിവഗിരി മഠം എന്നല്ല, ഞാൻ പറഞ്ഞ ശിവഗിരി മഠം ഒരു സ്ഥാപനം എന്നുള്ളത്. ശിവഗിരി മഠം ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് ഒരു തലപ്പൊക്കമുള്ള ഈഴവൻ വേണമെന്നുള്ള ആവശ്യത്തിലാണല്ലോ പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പറയാറുണ്ട്, അതിനു മുമ്പുള്ള K ഗോപിനാഥൻ പറയാറുണ്ട്. വിശാലമായ താല്പര്യം എന്താണ്? വിശാലമായ താല്പര്യം ഈ പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ശക്തരായ ആളുകൾ ഭരണത്തിലേക്ക് വരണമെന്നുള്ളതാണ്. ശിവഗിരി മഠത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ശിവഗിരി മഠം എന്ന് പറയുന്നത് ശ്രീനാരായണ ദർശനം, അതിന്റെ ആ ഒരു ആത്മീയ വഴിയാണ്. അവരെ സംബന്ധിച്ച് ഈ രാഷ്ട്രീയത്തിൽ ഇത് ഏറെ കാലത്താണ് ഇങ്ങനെ രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഒരു നിവേദനം കൈമാറുക, രാജീവ് ഗാന്ധി പ്രകാശ് ഉൾപ്പെടെയുള്ളവരെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയുക. വിശാലമായ താല്പര്യം എന്താണ്? വിശാലമായ താല്പര്യം എന്താണ്? വിശാലമായ താല്പര്യം ആ സമുദായത്തിൽപ്പെട്ട ആൾ അവിടെ വേണമെന്നുള്ള വിശാലമായ താല്പര്യം.
ഈ കേരളത്തിൽ ഈഴവ സമുദായത്തിന്, നായർ സമുദായത്തിന് അല്ലെങ്കിൽ മറ്റ് മത സമുദായ സംഘടനകൾക്ക് ഇവിടെ സ്വാധീനം അതല്ല, ഇത്തരം ആവശ്യപ്പെടാറുണ്ട്. ഇത്തരം സമുദായങ്ങളും സഭകളും ഒക്കെ ആവശ്യപ്പെടാറുണ്ട്. അല്ല, ഇത്തരം ആവശ്യപ്പെടലുണ്ട്. പക്ഷേ ഈ ശിവഗിരി മഠം പോലെ ഇപ്പോ നാളെ അമൃതാനന്ദമയി മഠം പറയാണ്, അമൃതാനന്ദമയി മഠത്തിന്റെ വിശ്വാസികളായ കുറച്ച് പേരെ സ്ഥാനാർത്ഥികളാക്കണമെന്ന് പറഞ്ഞാൽ അത് എളുപ്പമാവണമെന്നുണ്ടോ? ഇത്തരം ചില സ്ഥാപനങ്ങൾ അവരുടേതായ മനുഷ്യൻ നന്നായാ മതി. അതായത് ഈ ഗ്രൂപ്പുകൾ ഇന്നയാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയുന്നു. സ്ഥാനാർത്ഥിയാക്കോ വേണ്ടത് പാർട്ടികൾ തീരുമാനിക്കുന്നു. ഞാൻ ജയിക്കുന്നു, ഞാൻ ജയിച്ചിട്ട് എന്താണ് ആ സമുദായത്തിൽ പോയി എനിക്ക് വോട്ട് കിട്ടി, ഈ സമുദായത്തിന്റെ വോട്ട് കൊണ്ടാണ് എന്ന് പറയുന്നത് അതേ പറഞ്ഞോളൂ. ഇന്നലെ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം പറയുമ്പോൾ ഇന്നലെ എൽദോസ് കുന്നപ്പള്ളി എന്താണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറയുന്നത്? ഇത്തവണ മത്സരിച്ചാൽ എനിക്ക് 10,000 ഭൂരിപക്ഷം. തൊട്ടടുത്ത വാചകം, എനിക്ക് എല്ലാ സഭകളുടെയും പിന്തുണയുണ്ട്. എല്ലാവരും പറയുന്നത് ഒന്ന് തന്നെയാണെന്നേ. ചിലവരത് ചിലർ പറയുന്നില്ല. നമ്മൾ ജയിച്ചിട്ട് ജനത്തിന്റെ വോട്ട് വാങ്ങി ജയിച്ചിട്ട് എനിക്ക് വോട്ട് കിട്ടിയത് ഇന്ന സഭയുടെ വോട്ടിൽ ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധമാണ്. അതേ പറഞ്ഞോളൂ. അപ്പൊ അതിനകത്തൊരു സമവായം നമ്മൾ കണ്ടെത്തി. ഇന്നത്തെ കാലത്ത് സമവായം കണ്ടെത്തുന്നത് അത്ര എളുപ്പമല്ല. ഈ സമയത്ത് ഇപ്പോൾ ഞെട്ടിയിട്ടില്ല, കൊച്ചിയിൽ ഒരു പോസ്റ്റർ യുദ്ധം നടക്കുന്നു ദീപ്തി മേരി വർഗീസിന് വേണ്ടി. ആ പോസ്റ്റർ യുദ്ധത്തെ കുറിച്ച് പറയാൻ നമ്മുടെ പ്രിയകരനായ ബിപിൻ സി വിജയൻ റെഡിയായി കഴിഞ്ഞു. അത് റെഡിയായിട്ട് തന്നെ 10 മിനിറ്റായി. ബിപിൻ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പറഞ്ഞോളൂ. ഏതോ കാർ പോർച്ചിൽ പറ്റുവാണെന്ന് തോന്നുന്നല്ലോ. അതെ, ദീപ്തി മേരി വർഗീസിന്റെ ഫ്ളാറ്റിന് തൊട്ടടുത്താണ്. ഇപ്പോൾ അവർ സംസാരിച്ച് അങ്ങ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യമുള്ളത്, ഇനിയിപ്പോൾ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നറിയാൻ നിമിഷങ്ങൾ മാത്രം നിൽക്കുമ്പോൾ ഒരു മണ്ഡലത്തിന് വേണ്ടി 2 സ്ഥാനാർത്ഥികൾ പോസ്റ്റർ ഇറക്കുക, അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളവർ പോസ്റ്റർ ഇറക്കുക. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു അസാധാരണമായിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല. എങ്കിൽ പോലും ഇതൊക്കെ ഒരു രാഷ്ട്രീയ കൗതുകമായിട്ട് നിൽക്കുകയാണ്. അതാണ് ഇന്നിപ്പോൾ കൊച്ചിയിൽ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. കാരണം ഈ മേയർ സ്ഥാനത്ത് നിന്ന് തഴയപ്പെട്ട അന്നു മുതൽ തന്നെ ദീപ്തി മേരി വർഗീസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളത് കേൾക്കുന്നതാണ്. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തനിക്ക് പാർട്ടിയിൽ നിന്ന് ലഭിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയത് എന്നുള്ളത് ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് പറഞ്ഞിട്ടേ ഉള്ളൂ. അത് പ്രധാനമായും അവരുടെ പേരിൽ പോസ്റ്റർ ഇറങ്ങുന്നു. ഇന്ന് ഇവിടുത്തെ അതായത് കൊച്ചിയിലെ ഒരു ദീപ്തമാണ് ഇനി അങ്ങോട്ടേക്ക് എന്നുള്ള നിലയ്ക്ക് പോസ്റ്ററുകൾ ഇറങ്ങിയിരിക്കുന്നു. ഒപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് അതിൻ്റെ ഫോമുകൾ പൂരിപ്പിച്ചിരിക്കുന്നു. ഇതൊക്കെ ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി ചെയ്തിട്ടേ ഉള്ളൂ. ഇനി പാർട്ടി വേണ്ട എന്ന് പറഞ്ഞാൽ താൻ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം, പല വിധത്തിൽ പരിഗണിക്കാമല്ലോ എന്നുള്ളതാണ് ദീപ്തി മേരി വർഗീസിന്റെ ഇപ്പോഴത്തെ പ്രതികരണമുള്ളത്. മറ്റൊന്ന് മുഹമ്മദ് ഷിയാസ് ആയിരുന്നു. ആദ്യം 4 മണിക്ക് റോഡ് ഷോ, അതായത് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള മട്ടിൽ തന്നെയായിരുന്നു ഫോർട്ട് കൊച്ചിയിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പറഞ്ഞത്. ഈ 4 മണി എന്നുള്ളത് പിന്നീട് നോമ്പ് തുറയ്ക്ക് ശേഷം 7 മണിക്ക് യാത്ര നടത്തും. അതായത് സർവം ദീപ്തം, വിപിൻ, സർവം ദീപ്തം എന്ന് പറഞ്ഞിട്ടാണ് ദീപ്തി മേരി വർഗീസിന്റെ ചിത്രം വെച്ചുകൊണ്ടുള്ള പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് മാധ്യമങ്ങളെ കണ്ടല്ലോ. ഇപ്പോൾ അവരെന്താണ് പറയുന്നത്? കൊച്ചിയിൽ അവർ സ്ഥാനാർത്ഥിയാകില്ല എന്നാണോ? അങ്ങനെ പ്രതീക്ഷയില്ല എന്നാണോ? കാരണം ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടിയൊരു വിവരം, അവർ ആ പോസ്റ്റർ അടിക്കുന്നത് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ്. ഏതെങ്കിലും ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ദീപ്തി ഇങ്ങനെ ഇടപെട്ടിരിക്കുന്നത്? അങ്ങനെയല്ല, ഒരു മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ട് ആ പോസ്റ്റർ അടിച്ചു, നാമനിർദ്ദേശ പത്രിക പൂരിപ്പിച്ചു എന്നുള്ളതൊക്കെ ദീപ്തി സമ്മതിക്കുന്നുണ്ട്. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈൻ പാർട്ടിയുടെ ഭാഗത്ത് ലഭിച്ചതുകൊണ്ടാണ് ഇനി അങ്ങോട്ടേക്ക് ദിവസങ്ങളില്ല എന്ന് കണ്ടതുകൊണ്ട് ഇന്ന് തന്നെ അതിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അത് നെഗറ്റീവാണ് എന്നുള്ളത് അറിയാൻ കഴിയില്ല, അല്പസമയത്തിനുള്ളിൽ അറിയാം. മറ്റൊരു വിധത്തിലുള്ള ഒരു കോണ്ടാക്റ്റും ഈ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. 9:30 ആവുമ്പോൾ ഈ ലിസ്റ്റ് വരും എന്നുള്ള വിവരം മാത്രമാണ് തനിക്കുള്ളത്. അതുവരെ കാത്തിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ പോസ്റ്ററുകളൊക്കെ വേണ്ട എന്നാണെങ്കിൽ അങ്ങനെ തന്നെ. പക്ഷേ അതിൽ ഒരു പരാതിയില്ല, പാർട്ടിയിൽ ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിലും പരാതിയില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ തുടർച്ചയായിട്ട് തഴയപ്പെടുന്നു എന്നുള്ള ഒരു നിരാശ അവർക്കുണ്ട്. അതിലെങ്ങനെയായിരിക്കും ഇനി സീറ്റില്ലെങ്കിൽ അവരുടെ പ്രതികരണം എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. പക്ഷേ ഈ ഒരു പോസ്റ്റർ യുദ്ധം അത് ഒരു കൊച്ചി സീറ്റിന് വേണ്ടി നടക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത്, ഈ ഇത്രയൊക്കെ പ്രധാനപ്പെട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പിൽ അത് ഈ നേതാക്കൾ തമ്മിലുള്ള ഒരു അനുനയത്തിലേക്ക് എത്താത്തതാണ് ഈ 4 സീറ്റുകളിൽ പ്രതിസന്ധിയായി നിൽക്കുന്നത്. കാരണം വി ഡി സതീശൻ മുഹമ്മദ് ഷിയാസിന് വേണ്ടിയും കെ സി വേണുഗോപാൽ വിഭാഗം ദീപ്തി മേരി വർഗീസിനെയും സ്ഥാനാർത്ഥിയാക്കണം, കൊച്ചി
കൊച്ചിയിൽ എന്നുള്ളതാണ്. ഈ കൊച്ചി മണ്ഡലത്തെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരും പിടിവലി നടത്തുന്നു എന്നുള്ളതാണ് ഈ അവസാന നിമിഷവും പുറത്തു വരുന്നത്. അപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ തന്നെ പെരുമ്പാവൂരിലേക്ക് വരുമ്പോൾ അവിടെ എൽദോസ് കുന്നപ്പള്ളിക്ക് പകരമായി ആര്, അത് എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് വേണമോ, അല്ലെങ്കിൽ മനോജ് മുത്തേണമാണെങ്കിൽ എ ഗ്രൂപ്പാണ്, അദ്ദേഹത്തിന് വേണ്ടി സീറോ മലബാർ സഭ രംഗത്ത് വരുന്നു. ഐ ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ ഉല്ലാസ് തോമസിനെയാണ് പരിഗണിക്കേണ്ടത്. രമേശ് ചെന്നിത്തല ഉല്ലാസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പുറത്തു വരുമെങ്കിലും ഈ 3 മണ്ഡലങ്ങൾ തൃപ്പൂണിത്തറയിലും ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അവിടെ എം ലിജു മത്സരിക്കണമെന്നുള്ളത് ഒരു KC വിഭാഗം പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കൊച്ചിയിൽ നിന്നാണ് വിൻസി വിജയൻ വിവരങ്ങളുമായി ചേർന്നത്. അതിനിടയിൽ ആഷ്മിയും ദിലീപും തമ്മിലുള്ള ആ ആത്മബന്ധം പുറത്തു വന്ന അഭിപ്രായ വ്യത്യാസം കണ്ടപ്പോൾ നമ്മുടെ ആലപ്പുഴയിൽ മിനി ബാബു പറയാണ്, ഇത് ദിലീപ് സാറും ആഷ്മി സാറും തമ്മിൽ തല്ലി വീഴൂ, അടി വീഴുവാണെങ്കിൽ ഇടയ്ക്ക് ആരുടെ കയറാം. ഓക്കെ, റെഡി. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, എത്ര അടി വീണാലും അവസാന നിമിഷം വി ആർ യുണൈറ്റഡ്, വി ആർ കൺസോളിഡേറ്റഡ്. അപ്പൊ അങ്ങനെയൊന്നുമില്ല. മാത്രമല്ല പ്രേക്ഷകർ ചോദിക്കുന്നു അവരുടെ അഭിപ്രായങ്ങൾ. രവികുമാർ പറയും നിങ്ങൾ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ എന്നൊക്കെയാ പ്രേക്ഷകർ. നിങ്ങളും കൂടെ പ്രേക്ഷകരില്ലാത്ത എന്ത് കാര്യമാണ് 24. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ സുധാകരനെതിരെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കണമെന്ന് ആഗ്രഹം പറയുക അദ്ദേഹം സീറ്റ് ഇട്ടായിരിക്കുന്ന ചെയ്ത ആളാണ്. നിരാശ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ കെ സുധാകരൻ പാർട്ടിക്കുള്ളിൽ പറയുന്നത് പാർട്ടിക്കുള്ളിൽ പറയണം, ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിന്റെ മുല്ലപ്പള്ളിയുടെ പ്രതികരണം കേൾക്കാം. നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന കെ സുധാകരനെതിരെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിമർശനവുമായി എത്തിയിരിക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ വരുന്നു. പാർട്ടിക്കുള്ളിൽ പ്രശ്നമുണ്ടെങ്കിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പറയണം, അല്ലല്ല മാധ്യമങ്ങളെ കാണുമ്പോൾ എല്ലാം തുറന്നു പറയുകയല്ല വേണ്ടത്, അത് ആളുകൾ മറക്കരുതെന്നാണ് മുല്ലപ്പള്ളി പറഞ്ഞത്. മുല്ലപ്പള്ളിയുടെ വാക്കുകൾ ഇതാ. ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് എല്ലാവരും അവർക്ക് എന്തെങ്കിലും അത്തരം അഭിപ്രായമുണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് ശരിയല്ല. അത് സുധാകരനാകട്ടെ, ഞാനാകട്ടെ, പ്രവീണാകട്ടെ, അതല്ലെങ്കിൽ അഭിജിത്താകട്ടെ, അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാരാകട്ടെ, ഒരു പബ്ലിക്കായിട്ട് തൻ്റെ അഭിപ്രായം വെന്റിലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല. പറയേണ്ട വേദിയിൽ വെച്ച് പറയണം, അല്ലാതെ മീഡിയയെ കാണുമ്പോൾ എല്ലാം മറന്നുകൊണ്ട് സംസാരിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. മുല്ലപ്പള്ളിയുമായി സംസാരിച്ച ഞങ്ങളുടെ പ്രതിനിധി കോഴിക്കോട് നിശ്ചയിക്കുകയാണ്. വർഷ ഗിരീഷ് തത്സമയം ചേരുന്നു. വർഷ, എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞതും പറയാതെ പറഞ്ഞതും? SKN കണ്ണൂരിൽ മത്സരിക്കണമെന്ന വാദവുമായി കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ഇടഞ്ഞു നിൽക്കുന്ന കെ സുധാകരനെതിരെ രൂക്ഷ വിമർശനമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉന്നയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് പറയേണ്ട സാഹചര്യമല്ലെന്നും എന്നാൽ പറയാതിരിക്കാതെ നിവർത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുമാണ് കെ സുധാകരനെതിരെ രൂക്ഷ വിമർശനവുമായി മുല്ലപ്പള്ളി രംഗത്ത് വന്നിരിക്കുന്നത്. പരസ്യമായി പറയേണ്ട കാര്യങ്ങളല്ല സുധാകരൻ പറയുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം പാർട്ടിക്കുള്ളിൽ പറഞ്ഞു പരിഹരിക്കണം, അല്ലാതെ മാധ്യമങ്ങളെ കാണുമ്പോൾ എല്ലാം മറന്ന് ഒരു ആവേശത്തിൽ തുറന്ന എല്ലാ കാര്യങ്ങളും പറയരുത് എന്നുള്ള കാര്യമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രധാനമായും വിമർശനമായി ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ താൻ മത്സരിച്ച കാര്യം കൂടെ ഇവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എടുത്തു പറയുന്നുണ്ട്. സീറ്റിനായി താൻ ആരോടും ഭിക്ഷാടനം നടത്തിയിട്ടില്ല, പാർട്ടി ആവശ്യപ്പെട്ടത് പ്രകാരം മാത്രമാണ് താൻ മത്സരിച്ചത്. ചിറ്റൂരിൽ മത്സരിച്ചത് ഇന്ദിരാഗാന്ധി ആവശ്യപ്പെട്ടത് പ്രകാരമാണ്, മറ്റ് മത്സരങ്ങളും അതുപോലെ തന്നെ പാർട്ടിയുടെ ആവശ്യപ്രകാരമായിരുന്നു, അല്ലാതെ തങ്ങൾ അങ്ങോട്ട് ഭിക്ഷാടനം നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടെ എന്തായാലും കെ സുധാകരനെ ഉദ്ധരിച്ചുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നുണ്ട്. എന്തായാലും സുധാകരന്റെ നിലപാട് ശരിയായില്ല എന്ന് തന്നെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം. അക്കാര്യം അദ്ദേഹം യാതൊരു തടസ്സവുമില്ലാതെ നേരിട്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പറയാൻ പാടില്ല, ഇത്തരത്തിലുള്ള വാദങ്ങളിലേക്കും അല്ലെങ്കിൽ വിവാദങ്ങളിലേക്കും കടക്കേണ്ടതല്ല, പക്ഷേ ഇക്കാര്യങ്ങൾ തുറന്നു പറയാതെ നിവർത്തിയില്ല. കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാട് തന്നെയാണ് കെ സുധാകരൻ ഈ സമയം എടുക്കുന്നത് എന്നുള്ള കാര്യം തുറന്നു പറയുകയാണ് ഇവിടെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കെ സുധാകരനെതിരെ കടുത്ത നിലപാടുമായി തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. SKN. താങ്ക് യു വർഷ. കോഴിക്കോട് നിന്നാണ് വർഷ നമുക്കിപ്പം ചേർന്ന്. എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ മുല്ലപ്പള്ളിക്ക് നല്ലൊരു രാഷ്ട്രീയ പാരമ്പര്യവും ചരിത്രവും ഒക്കെ ഉണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിനും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു അല്ല, ഒരു ഉഗ്ര ഡയലോഗ് ഇതിനകത്ത് അടിച്ചിട്ടുണ്ട്. സീറ്റിനായി ഞാൻ ആരുടെ മുന്നിലും ഭിക്ഷാടനം നടത്തിയിട്ടില്ല. മാത്രമല്ല മുല്ലപ്പള്ളിയെ സംബന്ധിച്ച് മുല്ലപ്പള്ളി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് ഉണ്ടാകുമെന്നൊക്കെ ഉള്ള ഒരു അഭ്യൂഹം ഒരു ഘട്ടത്തിലുണ്ട്. ഇപ്പോൾ മുല്ലപ്പള്ളിയോട് വേറൊരു ചോദ്യം ചോദിച്ചു, അതായത് സാമുദായിക സമവാക്യങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ ഈ ലിസ്റ്റിൽ, ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ. അപ്പോൾ മുല്ലപ്പള്ളി പറഞ്ഞ എന്റെ കാലത്ത് അതൊക്കെ പാലിച്ചിട്ടുണ്ട്, ഒരുപാട് പുതുമുഖങ്ങളെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കോൺഗ്രസ് നേതൃത്വം പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാന്നാണ്. അപ്പോൾ മുല്ലപ്പള്ളിക്ക് അടിമുടി ഇക്കാര്യങ്ങളിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ അധികാരമാറ്റം ഉണ്ടാകുന്നത് ഒരു പ്രതീതി ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തേക്ക് അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ എല്ലാവർക്കും മന്ത്രിമാരാകണം. SKN അധികാരം എന്ന് പറയുന്ന സാധനം
അത് ആർക്കും കിട്ടിയാൽ പുളിക്കത്തില്ല, മന്ത്രിസ്ഥാനം കിട്ടിയാൽ പുളിക്കൂ എന്ന് എല്ലാവരും ആലോചിക്കും. എല്ലാവർക്കും മന്ത്രിമാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് മുല്ലപ്പള്ളി, അതുകൊണ്ടാണ് സുധാകരൻ. പൊതുരംഗത്ത് ഈ മന്ത്രിമാർക്കോ കിട്ടുന്ന ഒരു പ്രാധാന്യം ഒരു ഒന്നാം പൗരന്റെ അവസ്ഥയൊക്കെ ഉണ്ട്. അതായത് ഇവര് ഒരു ചെറിയൊരു പരിപാടിയുണ്ട് ഈ മന്ത്രിമാർക്കും ഇങ്ങനെയുള്ള VVIPകൾക്കും. അതായത് ഇവർ ലാസ്റ്റ് മിനിറ്റിൽ ഒരു സ്ഥലത്ത് പോകാൻ ഇറങ്ങും. നമ്മൾ മലയാളികൾ അങ്ങനെയാണല്ലോ. അങ്ങനെ ഇറങ്ങിയിട്ട് ഇവർ ഒരു അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മെസ്സേജ് പോകും, റോഡ് ക്ലിയർ ചെയ്തേക്കും എന്ന് വെച്ചാല് ആശുപത്രി പോകുന്നതിനെ ഉൾപ്പെടെ ആംബുലൻസ് ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥാനത്തിനെയും അരുവിലേക്ക് മാറ്റി ചീറിപ്പാഞ്ഞ് ദേ പോയി മന്ത്രി, ദാ പോയി മന്ത്രി. ഇതൊക്കെ എന്ന് വെച്ചാൽ പവറിന്റെ നമ്മള് ഈ UDFുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. മറുവശത്ത് എന്താണ് അവസ്ഥ? മറുവശത്തും ഈ പറഞ്ഞ സീറ്റ് മോഹികളുണ്ട്, ഒരുപാട് സ്ഥാനാർത്ഥി മോഹികളുണ്ട്. അവിടെ ടേം വ്യവസ്ഥ കർശനമാക്കിയിട്ട് പോലും മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരുണ്ട്. ആ മണ്ഡലം ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാകാത്തവരുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് ചായ കഴിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് LDF ക്യാമ്പുകളിൽ എന്തൊക്കെയാ അപ്ഡേറ്റ്. അപ്പൊ LDF ക്യാമ്പ് ഇതുവരെ നമ്മൾ UDF ക്യാമ്പിലെ കാര്യങ്ങളാണ് ഉമേഷ് പറഞ്ഞത്. പറയൂ, ഇനി LDF ക്യാമ്പിൽ എന്താ നടക്കുന്നത്? ഗുഡ് ഈവനിങ്. എന്തായാലും LDF ക്യാമ്പിൽ ഇന്ന് ആശ്വസിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുൻ ലീഗ് MLA കൂടിയായ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ തുറന്ന എതിർപ്പ് പറച്ചിലാണ്. എന്തായാലും അത് ഒരു അവസരമാക്കി എടുക്കാനുള്ള നടപടികൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ LDF ആരംഭിച്ചിട്ടുണ്ട്. CPM തന്നെ മുൻകൈ എടുക്കുന്നു. CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയനാരായണന്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും അദ്ദേഹം വരികയാണെങ്കിൽ അദ്ദേഹം തിരൂരങ്ങാടിയിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള ആലോചനയാണ് നടക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അബ്ദുറഹ്മാൻ രണ്ടത്താണിയും തള്ളുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം LDFിനൊപ്പം നിന്ന ആളുകൾ മറ്റു പാർട്ടികളിൽ സ്വതന്ത്രമായി മത്സരിക്കുന്നു എന്നൊരു സാഹചര്യത്തിൽ പല ഘട്ടങ്ങളിൽ മറുപടി പറയേണ്ട സാഹചര്യം വന്നു. ഈ സീറ്റ് മോഹികൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഈ തലവേദന ഉണ്ടാക്കിയത് LDFിന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. എന്തായാലും ആ സാഹചര്യത്തിൽ കിട്ടിയ ഒരു അവസരം കൂടിയാണ് ഈ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ഇപ്പോഴത്തെ നിലപാട്. അതേസമയം അതേ സാഹചര്യത്തിൽ തന്നെ ഒരു തലവേദനയായി മന്ത്രി കൂടിയായ അബ്ദുറഹ്മാന്റെ നിലപാട് നിൽക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ ഇപ്പോഴും സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ താനൂരിൽ മത്സരിക്കാനില്ല എന്നുള്ള നിലപാടിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി ഉറച്ചു നിൽക്കുകയാണ്. ഇതുവരെ പ്രചാരണത്തിനും ഇറങ്ങിയിട്ടില്ല. അത്തരമൊരു സാഹചര്യം ഒരുപക്ഷെ CPMന്റെ ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കഴിഞ്ഞിട്ട് മന്ത്രി കൂടിയായ ആൾ പ്രചാരണത്തിന് ഇറങ്ങാതെ ഒരു അതൃപ്തി പ്രകടിപ്പിച്ച് മാറി നിൽക്കുന്നു. അദ്ദേഹം എന്തായാലും താനൂരിൽ മത്സരിക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും താനൂരാണെങ്കിൽ മത്സരിക്കാനേ ഇല്ല, പകരം തിരൂരാണെങ്കിൽ മത്സരിക്കാം എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ മണ്ഡലം മാറ്റി നൽകാനുള്ള സാഹചര്യവുമുണ്ട്. അതേസമയം 2 സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഇന്ന് നടന്നു. അത് പാലക്കാടാണ്. പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നേരത്തെ തന്നെ NMR റസാഖിന്റെ പേര് തീരുമാനിച്ചിരുന്നു. NMR റസാഖിന്റെ പ്രഖ്യാപനം ഇന്ന് നടന്നു. ഒപ്പം കൊടുവള്ളിയിൽ RJDക്ക് തന്നെ നൽകുന്നു. പക്ഷേ സ്വതന്ത്രനായിട്ടായിരിക്കും സലീം അടവൂർ മത്സരിക്കുന്നത്. അതേസമയം തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു. നിലവിലെ സിറ്റിംഗ് MLAയും മുൻ മന്ത്രിയുമായ ആന്റണി രാജുവിന് മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ പകരം ആര് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഒരു തീരുമാനത്തിലോ ഒരു ഉത്തരത്തിലോ എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എന്തായാലും ഇന്നും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു. ഒരു പൊതു സ്വതന്ത്രൻ ആ സീറ്റിലേക്ക്, തിരുവനന്തപുരം നഗര സിറ്റിംഗ് സീറ്റ് കൂടിയാണ്, അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം സീറ്റിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു ഉമേഷ്. അപ്പോ അസിത, നമ്മൾ ഇപ്പൊ LDF ക്യാമ്പിലെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായും നമ്മൾ ഈ ചർച്ചയുടെ ആദ്യം LDF ക്യാമ്പിന്റെ കാര്യം പറഞ്ഞാണ് സംസാരിച്ചു തുടങ്ങിയത്. സാധാരണ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ LDF ക്യാമ്പിൽ നിന്നും ആദ്യഘട്ടത്തിൽ കാണാത്ത ഒരുപാട് കാഴ്ചകൾ ഇത്തവണ ഉണ്ടായിരുന്നു, മുതിർന്ന നേതാക്കളുടെ പോക്കടക്കം. അപ്പോൾ ഇത് വളരെ നെഗറ്റീവായി CPMനെ LDFനെ ബാധിക്കുമെന്ന് പറയുമ്പോഴും എന്റെ നിരീക്ഷണത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ ആദ്യഘട്ടത്തിൽ കുറെ പേരുകൾ പറഞ്ഞു. G. സുധാകരന്റെ അടക്കം പോക്ക് CPMനെ LDFനെ ഒരു നിലയിൽ ബാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞത് TK ഗോവിന്ദന്റെ പോക്ക് പക്ഷെ അങ്ങനെയല്ല എന്നുള്ളതായിരുന്നു. പക്ഷേ TK ഗോവിന്ദൻ ഉന്നയിച്ച വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ അടിസ്ഥാനപരമായ പ്രശ്നം ഈ പുറത്തു പോകുന്ന ആളുകളൊക്കെ എതിർചേരിയിൽ പോയി മത്സരിക്കുകയാണ്. അപ്പൊ ഇവരുടെ ഒക്കെ പ്രശ്നം ഈ മത്സരിക്കാനുള്ള മോഹം തന്നെയാണ്. ഒരു മിനിറ്റ് മത്സരിക്കാനുള്ള താല്പര്യം എന്നാണോ ദസ്ത പറയുന്നത്? അല്ല, അത് പ്രതിഷേധമാണ്. ഒരു പ്രതിഷേധ രൂപത്തിൽ അവിടെ മത്സരം ജയിച്ച മന്ത്രിയാവുന്ന അല്ല, പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിയെടുത്തതിലുള്ള പ്രതിഷേധമാണ് ആ സ്ഥാനാർത്ഥിത്വം. അല്പം മുമ്പ് ദീപ്തി മേരി വർഗീസിന്റെ കാര്യം പറയുമ്പോൾ അവരുടെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലടക്കം പ്രവർത്തന പരിചയം നമ്മൾ പറഞ്ഞല്ലോ. ആ പ്രവർത്തന പരിചയം പരിശോധിക്കുകയാണെങ്കിൽ PK ശ്യാമള ഏത് പ്രവർത്തന പരിചയത്തിൽ കുറവുള്ള വ്യക്തിയാണ്? അതുകൂടി നമ്മൾ പറയേണ്ടത്. ഇനി ഇതേ TK ഗോവിന്ദൻ, MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ എന്ന അഡ്രസ്സിലാണല്ലോ ഈ ആ അനൗൺസ്മെന്റിന് ശേഷം മാധ്യമങ്ങളടക്കം അവർ
അവരെ വിശേഷിപ്പിക്കുകയാണെന്ന് നോക്കൂ. ഈ പറയുന്ന രമണി ടി കെ ഗോവിന്ദന്റെ ഭാര്യയാണ്. ഈ രമണിയെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ടി കെ ഗോവിന്ദന്റെ രമണി ഭാര്യ ആവുന്നത്. അതിനു മുമ്പേ അവർ നേതാവാണ്, അതിനു മുമ്പേ അവർ സ്ഥാനത്തിരിക്കും. അതെ, അതുപോലെ തന്നെയാണ് പി കെ ശ്യാമലയുടെ കാര്യം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഭാവിയിൽ എം വി ഗോവിന്ദൻ എന്നൊരു CPIM നേതാവിനെ വിവാഹം ചെയ്യുമെന്നും അയാൾ ഇതാ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ആകും എന്ന് കണ്ടിട്ടല്ല പി കെ ശ്യാമളയും ഞാൻ പറഞ്ഞില്ല. പ്രശ്നം എന്താണ്? അല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല. ഇത് തെറ്റായ വ്യാഖ്യാനമാണ്. 3 തവണ ആവുകയും അദ്ദേഹം മാറുമ്പോൾ ഭാര്യ അവിടെ കൊണ്ടുവന്ന് പ്രശ്നം എന്താണ്? ഞാൻ പറഞ്ഞു ഉന്നയിച്ച വിഷയം എന്താണ്? അല്ലല്ല, ഞാൻ പറഞ്ഞത് അതല്ല. ടി കെ ഗോവിന്ദൻ ഉന്നയിക്കുന്ന വിഷയം എന്താണ്? ഈ പാരമ്പര്യമാണ് ടി കെ ഗോവിന്ദൻ ഉന്നയിക്കുന്ന വിഷയം എന്താണ്? എം വി ഗോവിന്ദന്റെ ഭാര്യ ആയതുകൊണ്ട് പി കെ ശ്യാമളയ്ക്ക് സീറ്റ് കൊടുത്തതിലെ പ്രശ്നമല്ല ടി കെ ഗോവിന്ദൻ പറയുന്നത്. ഇത് കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ അവിടെ പി കെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിനെതിരെ എതിർപ്പ് ഉയരുകയും സുകന്യയുടെ പേര് പറയുകയും ടി കെ ഗോവിന്ദൻ എനിക്കെന്താണ് കുറവ് എന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവിടുന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് 2-3 പേരുടെ പട്ടിക പോവുകയും സംസ്ഥാന സെക്രട്ടറി ഒറ്റ പേരെ ചുരുങ്ങുന്നു. ആ പേരാരാണ് എം വി ഗോവിന്ദന്റെ ഭാര്യ. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. ഈ വിയോജിപ്പുകളൊന്നും അങ്ങ് എത്തിയില്ല. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഈ വശത്തെ മാറ്റി നിർത്തിക്കൊണ്ടല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഈ എം വി ഗോവിന്ദൻ എന്ന വ്യക്തിയുടെ അഡ്രസ്സിൽ മാത്രം അഭിസംബോധന ചെയ്യേണ്ട ആളല്ല അവർ എന്നുള്ളത് മാത്രമാണ്. ഇനി അത് മാത്രമല്ല, ടി കെ ഗോവിന്ദൻ ഇവിടെ വലിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് കോൺഗ്രസിലേക്ക് പോകുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ഇന്നലെ കോൺഗ്രസിന്റെ UDFന്റെ പട്ടിക വരുമ്പോൾ എം പിയുടെ ഭാര്യ മത്സരിക്കുന്നുണ്ട്. ശ്രീകണ്ഠന്റെ ഭാര്യയാണത്. എത്ര പേർ അറിഞ്ഞു? ശ്രീകണ്ഠന്റെ ഭാര്യ നേരത്തെ മത്സരിക്കുന്നുണ്ട്. അല്ല, ഉണ്ട്. അവരുടെ അഡ്രസ് ശ്രീകണ്ഠന്റെ ഭാര്യ എന്നുള്ളതല്ല. പി കെ ശ്യാമളയുടെ പ്രവർത്തന പരിചയത്തെ ചോദ്യം ചെയ്യില്ല. ശ്യാമള സ്ഥാനാർത്ഥിയാകാൻ യോഗ്യയാണ്, അതൊക്കെ ഉണ്ടാവാം. പക്ഷേ എം വി ഗോവിന്ദന്റെ ഭാര്യ എന്ന ടൈറ്റിലേക്ക് പ്രശ്നം എന്താണ്? പി കെ ഗോവിന്ദൻ പ്രശ്നമേ അതല്ല. അല്ലല്ല, ഞാൻ പറഞ്ഞത് ടി കെ ഗോവിന്ദൻ ഉന്നയിച്ച വിഷയത്തെ മാറിക്കൊണ്ടല്ല ഞാൻ പറഞ്ഞത്. പലപ്പോഴും ഒന്ന് ആ പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിൽ നിന്നാണ് ആ എതിർപ്പുണ്ടായത്. പ്രത്യേകിച്ച് പി കെ ശ്യാമള എവിടെയാണോ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് ആ ഘടകത്തിൽ നിന്നാണ് ഈ എതിർപ്പ് ഉയർന്നത്. അതേസമയം അസിത പറഞ്ഞ വി കെ ശ്രീകണ്ഠന്റെ ഭാര്യ KA തുളസിയെ സംബന്ധിച്ച് ആ പ്രാദേശിക ഘടകത്തിൽ നിന്നൊന്നും അല്ലെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് ഇതുവരെ ഒരു എതിർപ്പുണ്ടായില്ല. അതായത് ഒരു സ്ത്രീയുടെ അസ്തിത്വം എന്ന് പറയുന്നത് ഒരാളുടെ ഭാര്യയാണെന്നുള്ള കാര്യം 100% തെറ്റ്. അതായത് പി കെ ശ്യാമള അയോഗ്യത എം വി ഗോവിന്ദന്റെ ഭാര്യയാണെന്ന് 101% തെറ്റ്. അതേസമയം CPM സംഘടനാ രീതിക്ക് അനുസരിച്ച് ഒരു കമ്മിറ്റിയിൽ നിന്ന് മേൽ കമ്മിറ്റിയിലേക്ക് പോകുമ്പോൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടെന്ന് ഒരൊറ്റ പേരാവുന്നതാണ് ടി കെ ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടിയത്. അതാണ് CPM സംഘടന. നമുക്കിനി അങ്ങോട്ട് വരാം. ഇപ്പോ മിക്കവാറും തിരൂരങ്ങാടിയിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണ് LDF തന്നെ മത്സരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പിക്കാൻ സാധ്യതയാണ്. ഒരുപക്ഷെ എന്റെ കരിയറിൽ നമ്മൾ കുറച്ചോളം ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഒരുപക്ഷെ ലീഗിന്റെ പുറത്ത് ഏറ്റവും അധികം വന്നിട്ടുള്ള ആള് അബ്ദുറഹ്മാൻ രണ്ടത്താണിയാണ് എന്ന് പറഞ്ഞാൽ ഏത് എക്സ്റ്റെന്റിലും ഏത് അളവിലും ലീഗിനെ എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം പാർലർ കേസിൽ കുഞ്ഞാലിക്കുട്ടിയെ ഒക്കെ അങ്ങേയറ്റത്തെ ന്യായീകരണം നടത്തി നമുക്ക് സ്വപ്നേപി കരുതാൻ കഴിയില്ല. അബ്ദുറഹ്മാൻ നടത്താവുന്ന ലീഗിന്റെ ഒരു എംബോഡിമെന്റ് ആണ്. അപ്പോൾ അദ്ദേഹം അത് വിട്ട് അപ്പുറത്തെ ക്യാമ്പിലോട്ട് പോകുന്നതോട് വിചാരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ല. അതൊരു പ്രശ്നം ഞാൻ പറയുന്നത് എസ് കെ ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു. ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോഴേക്കും നോക്കിയപ്പോഴത്തേക്ക് കൊള്ളാം, അതിൽ MSFകാരുണ്ട്, അതിൽ വനിതകളുണ്ടെന്ന് പറയുമ്പോൾ 2 വനിതകൾക്ക് എസ് കെ ജയിപ്പിക്കണം. ഒന്ന് പേരാമ്പ്രയാണ്, ഒന്ന് കൂത്തുപറമ്പാണ്. ഒന്ന് പേരാമ്പ്രയാണ്, കൂത്തുപറമ്പ്. അല്ല, അത് വലിയ കാര്യമാണ്. പക്ഷേ ഒരു ദിശാ വ്യതിയാനം അവരെ ഈ വനിതകളെ വിജയിപ്പിക്കണം എന്നുള്ളതായിരുന്നു മുസ്ലിം ലീഗിന്റെ തീരുമാനമെങ്കിൽ ഷോ സീറ്റ് കൊടുക്കാമായിരുന്നു. അപ്പൊ രണ്ട് സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. പക്ഷെ അത് വിജയിപ്പിച്ചെടുക്കാനുള്ള തീരുമാനമല്ല, വേറെ കാര്യം. പോട്ടെ, അത് പോകട്ടെ. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് തിരൂരങ്ങാടിയിൽ PMA സമീർ എന്ന് പറഞ്ഞൊരു പേര്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് PMA സമീറിന്റെ പേര്. അപ്പൊ ഗൂഗിൾ കെ വേണുമ്പോൾ നമ്മുടെ ലൈവിൽ പറയുന്നത് PMA സമീർ സിറാജിന്റെ ഫിനാൻസ് മാനേജറാണെന്ന് പറയാണ്. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഷുവർ സീറ്റിൽ
സിറാജിന്റെ ഫിനാൻസ് മാനേജർ അങ്ങനെ സ്ഥാനാർത്ഥിയാവുന്ന അന്വേഷിക്കുമ്പോഴേക്ക് ഈ സമീർ പണ്ട് MSF-കാരനായിരുന്നു, പിന്നെ എപ്പോഴും പോയി, പിന്നെ പുള്ളി വേറെന്തോ ജോലിയായിരുന്നു. അതേസമയം തന്നെ കുഞ്ഞാലിക്കുട്ടിക്കും സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും ലീഗിന്റെ ഫണ്ടിങ്ങിന്റെ അല്ലെങ്കിൽ ഫണ്ട് മാനേജ്മെന്റ് കാര്യത്തിലൊക്കെ വളരെ അടുത്ത് നിൽക്കുകയും അങ്ങനെയാണ് ഷുവർ സീറ്റിൽ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അത് എനിക്ക് തോന്നുന്നു ലീഗിനകത്ത് ഇപ്പോഴും കാര്യമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യണം അബ്ദുറഹ്മാൻ രണ്ടത്താണി. അതുകൊണ്ടാണ് ബാക്കി സ്ഥാനാർത്ഥികളുടെ പേരൊന്നും പറയാതെ PMA സമിതിയുടെ പേരെടുത്തുകൊണ്ട് ആരാണ് ഇയാൾ എന്ന് പാർട്ടിക്കാരുടെ അബ്ദുറഹ്മാൻ രണ്ടത്താണി ചോദിക്കുന്നു. മാത്രമല്ല അബ്ദുറഹ്മാൻ രണ്ടത്താണി ലീഗിന് ആഴത്തിൽ വേരുള്ള ഒരുപാട് വോട്ടുള്ള ദീർഘകാലം പ്രവർത്തിച്ച നേതാവാണ്. ആ നേതാവ് അവിടെ വന്നാൽ തിരൂരങ്ങാടി എന്ന് പറഞ്ഞാൽ പറഞ്ഞോട്ടെ, അത് തിരൂരങ്ങാടി എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും മറിയാത്ത LDF-ന്റെ അടിയുറച്ച കോട്ട എന്ന് പറയാൻ കഴിയില്ല. അത് അവിടെ LDF-ന് നല്ല ശക്തമായ വോട്ടുള്ള സ്ഥലമാണ്. ഒരുപക്ഷെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയും PMA സമരോട് നിന്നാൽ ചിലപ്പം തിരൂരങ്ങാടി മാറിയാനിടയുണ്ട്. ഇനി ഒറ്റ കാര്യമുണ്ട്, ആരാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി? ഇപ്പൊ നേരത്തെ ആഷ്മി പറഞ്ഞതുപോലെ തന്നെ അബ്ദുറഹ്മാൻ രണ്ടത്താണി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് 2005-ൽ പിന്നെ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഈ ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസുകൾ വന്ന സമയത്ത് PK കുഞ്ഞാലിക്കുട്ടിയെ ന്യായീകരിച്ചുകൊണ്ടും എല്ലാ ലീഗ് വേദികളിലും പ്രസംഗിച്ച്, അതായത് കുഞ്ഞാപ്പ സുന്ദരനാണ്, അതുകൊണ്ടാണ് കുഞ്ഞാപ്പയ്ക്കെതിരെ ഉള്ള ആരോപണങ്ങൾ വരുന്നത് എന്ന് തുടങ്ങി ഇത്തവണ തഗ് ഡയലോഗുകൾ അടിച്ച് ഈ ആൾക്കാരുടെ ഇടയിൽ വളരെ ഹിറ്റായ ഒരാളാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി. അങ്ങനെ PK കുഞ്ഞാലിക്കുട്ടിയുടെ മനസാക്ഷി സൂക്ഷിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ആളുകളിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി. ഇനി അദ്ദേഹത്തിന് സീറ്റ് കിട്ടാത്തതിലുള്ള വിഷമമാണോ? അങ്ങനെ ആവണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ താനൂരിൽ അദ്ദേഹം ഒരു തവണ 2011-ൽ ജയിച്ചു, 2016-ൽ തോറ്റു, 2021-ൽ തോറ്റു. 2 തവണ അബ്ദുറഹ്മാൻ രണ്ടത്താണി തോറ്റു. ഇനി 2021-ൽ പുനലൂരാണ് അതല്ലേ പറഞ്ഞത്. എന്റെ പോയിന്റ് അതാണ്. അതായത് അബ്ദുറഹ്മാൻ രണ്ടത്താണി ജയിക്കുന്ന സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടല്ല അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ കലാപനകത്തുള്ളത്. അതായത് യഥാർത്ഥത്തിൽ കുഞ്ഞാലിക്കുട്ടിക്ക് പോലും സംരക്ഷിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നം ലീഗിനകത്ത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. ഇനി അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ CPM എന്തിനാണ് ഇത്ര കാര്യമായി പരിഗണിക്കുന്നത്? മാത്രമല്ല മലപ്പുറത്ത് CPM-നെ സംബന്ധിച്ച് ഏറ്റവും നല്ല ആയുധമാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി. കാരണം അബ്ദുറഹ്മാൻ രണ്ടത്താണി മാത്രമല്ല വരാൻ പോകുന്നത്, ഇപ്പൊ ഷാഫി ചാലിയത്തിന്റെ പേര് കേൾക്കുന്നുണ്ട്, മറ്റ് 2 വരാൻ പോകുന്നുണ്ട്. തിരൂരങ്ങാടിയിൽ അബ്ദുറബ്ബ് മത്സരിക്കുന്ന സമയത്ത് വൻ ഭൂരിപക്ഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓരോ വർഷം എടുത്തു നോക്കൂ, അവിടെ ലീഗിന്റെ UDF-ന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 10-20,000 ഭൂരിപക്ഷം വേണ്ടി കൊണ്ടുവന്ന് വിജയിപ്പിച്ച മണ്ഡലമാണ്. ശരിയാണ്. പക്ഷേ അതിനുശേഷം ഓരോ വർഷം നിയാസ് പുളിക്കരത്ത് എന്ന് പറയുന്ന ഓരോ വർഷം നോക്കുമ്പോഴേക്കും കൃത്യമായി ഗണ്യമായി UDF-ന്റെ ഭൂരിപക്ഷം കുറഞ്ഞു വരുന്ന ഈ മലപ്പുറത്തെ CPM-ന്റെ ഒരു പരീക്ഷണം ഇപ്പൊ തന്നെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ സമീപിക്കുന്നു. CPM-ന്റെ പരീക്ഷണം നേരത്തെ തന്നെ ഈ മലപ്പുറത്ത് ഈ നിലയിലാണ്. KT ജലീൽ മുസ്ലിം ലീഗ് അബ്ദുറഹ്മാൻ ഈ വിഷയത്തിൽ CPM-ന്റെ സ്റ്റാൻഡ് കൗതുകകരം കൂടിയാണ് കേട്ടോ. ഇന്നിപ്പോൾ വിജയരാഘവന്റെ ഒരു പ്രതികരണത്തിൽ നിന്ന് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ ഒരുപക്ഷെ മാറ്റി പുതിയ പ്രഖ്യാപനം വരാൻ സാധ്യതയുണ്ട്. അതായത് ചില മണ്ഡലങ്ങളുണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ, അതായത് 3-ാം സ്ഥാനത്തുള്ള ആളെ 1-ാം സ്ഥാനത്തെത്തിക്കും, 1-ാം സ്ഥാനത്തുള്ള ആളെ 3-ാം സ്ഥാനത്തെത്തിക്കും. അങ്ങനെ ഏറ്റവും അധികം തീപാറുന്ന പോരാട്ടം നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് സീറ്റ് കിട്ടാത്തതിലുള്ള അമർഷമാണ്. ഇവിടെ സീറ്റ് കിട്ടിയതിൽ അമർഷമുള്ള ഒരാളുണ്ട്, മന്ത്രി പി അബ്ദുറഹ്മാൻ. അതായത് അദ്ദേഹത്തെ എനിക്ക് ഞാൻ ഇറങ്ങില്ല എന്ന് മാത്രമല്ല അതിന്റെ പിന്നിൽ എന്തോ നാടകമുണ്ട്. അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ രാഷ്ട്രീയ താല്പര്യം അധികാരം വേണ്ടെന്ന് പറയത്തില്ലല്ലോ. അബ്ദുറഹ്മാന്റെ വിജയം എന്ന് പറഞ്ഞത് 938 വലിയ വിജയമായിരുന്നു. അപ്പൊ ചർച്ച നമുക്ക് വേറൊരു സ്ഥലത്ത് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. കെ മുരളീധരൻ UDF സ്ഥാനാർത്ഥിയായി 56,531 വോട്ട് കിട്ടി. ചെറിയാൻ ഫിലിപ്പ് LDF സ്ഥാനാർത്ഥിയായിരുന്നു, അദ്ദേഹത്തിന് 40,364 വോട്ട് കിട്ടി. NDA സ്ഥാനാർത്ഥിയായിരുന്നു VV രാജേഷ് എന്ന 13,494 വോട്ട് വാങ്ങിച്ച് തൃപ്തനായി. ഭൂരിപക്ഷം 16,167. കെ മുരളീധരൻ അവിടെ ജയിച്ചു. അപ്പോ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളി മാറി. കളി മാറും. കെ മുരളീധരൻ ജയിച്ചു. ഉമ്മനം രാജശേഖരൻ പിന്നെ TN സീമ, ഇവര് 3 പേരുമായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത്. അന്ന് 3-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇടതുമുന്നണിയാണ് പിന്നീട്
അതായത് 2019 കെ മുരളീധരൻ പോയി അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ പ്രശാന്തിനുള്ള ഫിഗർ അതുപോലെയായിരുന്നു. അത് മാത്രമല്ല മേയർ ബ്രോ എന്ന് പറഞ്ഞായിരുന്നു 2019 മേയർ ബ്രോ ഇറങ്ങുന്നു. എസ്.കെ. ആ കാലത്തെ ഞാൻ ഓർക്കുന്ന പ്രത്യേകത 2019 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ശബരിമല പ്രശ്നം കുടുംബരി കൊള്ളുന്ന കാലമാണ്. സമദൂരം വിട്ട് NSS അവിടെ വി കെ പ്രശാന്തിനെതിരെ മത്സരിച്ചു. എസ്.കെ. ഓർത്തു നോക്കണം. മാത്രമല്ല നായർ സമുദായത്തിന് അല്പം മേൽക്കൈ ഈ പരസ്യമായി സമദൂരം എന്ന് പറയുമെങ്കിലും അന്ന് ആ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിലെ പരസ്യമായി അത്തരം സമവാക്യം ഈ മുന്നണി സമവാക്യങ്ങളൊക്കെ എതിരായിരുന്നു അപ്പോൾ വി കെ പ്രശാന്തിന് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി ആ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു അട്ടിമറി 3ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് വരണം. വി കെ പ്രശാന്ത് എന്ന വ്യക്തിയുടെ മാത്രം അതെ ആദ്യത്തെ വണ്ടി പുറപ്പെടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 19 കണക്കാണ് വളരെ സംക്ഷിപ്തമായി അതിൽ നിന്ന് അങ്ങ് തുടങ്ങാം. കാരണം 2011 ഈ വട്ടിയൂർക്കാവ് മണ്ഡലം രൂപീകരിക്കുന്നത്. അതിനു മുമ്പ് തിരുവനന്തപുരം നോർത്ത് പറയുന്ന മണ്ഡലത്തിന്റെ ചില ഭാഗങ്ങൾ, അതിൽ ചില ഭാഗം കഴക്കൂട്ടത്തൊക്കെ പോയി. അപ്പോൾ ഈ മണ്ഡലം 2011 രൂപീകരിച്ചപ്പോൾ തന്നെ അത് UDF പക്ഷത്തേക്ക് ചാഞ്ഞ മണ്ഡലമാണ്. അത് കെ മുരളീധരൻ എന്നിവിടെ വിജയിച്ചു. 2016 കെ മുരളീധരൻ വിജയിച്ചു. പിന്നെ ആ ഉപതെരഞ്ഞെടുപ്പ് വടകരയിൽ മത്സരിക്കാൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു മന്ത്രി ഇലക്ഷനിൽ തോക്കുന്ന കെ മുരളീധരനാണ്. അതിവിടെ സംഭവിക്കുമ്പോഴാണ്. ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് വടകര പോയി, വടകര മത്സരിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ബൈ ഇലക്ഷൻ മേയർ പ്രശാന്ത് വരുന്നു, വലിയ ഭൂരിപക്ഷം. 2021 മേയർ പ്രശാന്ത് ഭൂരിപക്ഷം പിന്നെയും ഗംഭീരമായി. ഇക്കുറി എസ്.കെ. സംഭവിക്കുന്നത് അവിടെ പ്രശാന്ത്, കെ മുരളീധരൻ, ശ്രീലേഖ ഇഞ്ചോടിഞ്ചെന്ന് പറഞ്ഞ കട്ടക്കിയട്ട എന്ന് പറഞ്ഞ എസ്.കെ. അക്ഷരാർത്ഥത്തിൽ ത്രികോണ പോരാട്ടമുണ്ട്. പക്ഷേ വാസ്തവത്തിൽ അവിടെ ഒരു ത്രികോണ പോരാട്ടമുണ്ടോ? കാരണം ശ്രീലേഖയാണ് BJP-യുടെ സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥിയായി വരുന്നത്. മത്സരിക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളത് മുൻപ് അവർ തന്നെ പറയുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ഏറ്റവും അടുത്ത് നമ്മൾ ഏറ്റവും ഒടുവിൽ NDA ക്യാമ്പിൽ നിന്ന് കണ്ടൊരു ചിത്രം എന്താണ്? നരേന്ദ്രമോദി കേരളത്തിലേക്ക് വന്നൊരു വേദിയിൽ എല്ലാവരും ഇരിക്കപ്പെട്ട് ശ്രീലേഖ മാറി നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഗ്രൗണ്ടിൽ ഇറങ്ങി BJP പ്രവർത്തകർ പണിയെടുക്കുന്ന അസിത പറഞ്ഞ കാര്യത്തിന് മറുപടി, അതായത് അവിടെ ഒരു ത്രികോണ പോരാട്ടം ഉണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ BJP വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് അവരുടെ വർദ്ധിപ്പിക്കുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അല്ല, വട്ടിയൂർക്കാവ് ആവട്ടെ, നിയമമാവട്ടെ, തിരുവനന്തപുരത്തെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിൽ BJP വളരെ വളരെ എന്താണ് കൃത്യമായി ശ്രീലേഖ നല്ലൊരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ശ്രീലേഖ വിജയിക്കും. മണ്ഡലത്തിന്റെ വിശദമായി ചർച്ച ചെയ്യുമ്പോൾ 2011 ഈ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം രൂപീകൃതമാകുന്നു. അതിനു മുമ്പുണ്ടായിരുന്ന തിരുവനന്തപുരം നോർത്ത് മണ്ഡലം വിഭജിച്ച് തിരുവനന്തപുരം നഗരസഭയിലെ ശാസ്തമംഗലം ഉൾപ്പെടെയുള്ള പല വാർഡുകളും ചേർത്ത് ഇത് ഈ പുതിയ മണ്ഡലത്തിലേക്ക് വരുന്നു, വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് വരുന്നു. നേരത്തെ ഈ തിരുവനന്തപുരം നോർത്തിൻ്റെ ഭാഗമായിരുന്ന ഉള്ളൂർ, കടകംപള്ളി തുടങ്ങിയ പഞ്ചായത്തുകളിലൊക്കെ അന്ന് പഞ്ചായത്തുകൾ അല്ലെങ്കിൽ ആ പ്രദേശം അന്ന് പഞ്ചായത്തുകളായിരുന്ന ആ പ്രദേശമൊക്കെ കഴക്കൂട്ടം മണ്ഡലത്തിലേക്ക് മാറുന്നു. ബാക്കിയുള്ള ഈ വട്ടിയൂർക്കാവ് മണ്ഡലം 2011 നിലവിൽ വന്നപ്പോൾ കെ മുരളീധരൻ 56,531 വോട്ടാണ് അന്ന് നേടിയത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ചെറിയാൻ ഫിലിപ്പായിരുന്നു. മോഹമുക്തനായ കോൺഗ്രസുകാരൻ എന്ന് EMS വിശേഷിപ്പിച്ച ആ ചെറിയാൻ ഫിലിപ്പിന് 40,364 വോട്ടാണ് ലഭിച്ചത്. 3ാം സ്ഥാനം ഇപ്പോഴത്തെ തിരുവനന്തപുരം മേയർ വി രാജേഷ്. അന്ന് 13,494 വോട്ടേ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഭൂരിപക്ഷം അന്ന് കെ മുരളീധരന്റെ 16,167. 2016 അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും കെ മുരളീധരൻ 51,322 വോട്ട് നേടിയപ്പോൾ അതിനു മുമ്പ് തെരഞ്ഞെടുപ്പിൽ ചെറിയാൻ ഫിലിപ്പായിരുന്നു 2ാം സ്ഥാനത്തെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ NDA സ്ഥാനാർത്ഥിയായി 43,700 13,000-ൽ നിന്ന് വി രാജേഷ് നിന്ന് 43,700-ലേക്ക് എത്തി. TN സീമ ഇടതുമുന്നണി സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോയി 40,441 വോട്ടുമായി. 7,622 വോട്ടിന് കെ മുരളീധരൻ ജയിക്കുന്നു. അപ്പൊ 2019 വന്നാലോ? 2019 ഈ പറഞ്ഞ പരിപാടി മാറുന്നത്. ഈ പറയുന്ന കെ മുരളീധരൻ പോകുന്നു, സാക്ഷാൽ പ്രശാന്ത്, അതുവരെ നല്ല ഗംഭീരമായ മേയർ എന്ന പേര് കേട്ട നല്ല കരിസ്മയുള്ള നേതാവായി വി കെ പ്രശാന്ത് ഒരു മാസ് എൻട്രി അവിടെ നടത്തുന്നു. മേയർ ബ്രോ
അന്ന് LDF കിട്ടുന്ന വോട്ട് 54,830 വോട്ടാണ്. കെ മോഹൻകുമാർ UDF സ്ഥാനാർത്ഥി കിട്ടുന്ന വോട്ട് എത്രയാണ്? 40,365. BJP ഇപ്പോഴത്തെ സംസ്ഥാന നേതാവ്, ഇപ്പോഴത്തെ രാജീവ് ചന്ദ്രശേഖരന്റെ വലങ്കൈ S സുരേഷ് ആണെന്ന് BJP സ്ഥാനാർത്ഥി NDA കിട്ടുന്ന വോട്ടുകൾ 27,453. അന്നത്തെ പ്രശാന്തിന്റെ മേയർ നമ്മുടെ ബാക്കിൽ ഹെലികോപ്റ്ററിൽ വന്നൊരു ഡേറ്റ കാണുന്നുണ്ട്. നമ്മൾ ഹെലികോപ്റ്ററിൽ ഇറക്കിയിരിക്കുക. അത് ഇറക്കുന്നുണ്ട്. 2019 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഒരു വലിയ NSS നേരെ പപ്പാതി. അപ്പൊ ഇനി നമ്മൾ 2021 കണക്ക് നോക്കാം. 2021 സംഭവിക്കുന്നത് VK പ്രശാന്ത് എന്ന മേയർ ബ്രോ വലിയ മുന്നേറ്റം നടത്തുന്നതാണ് വട്ടിയൂർക്കാവിൽ കണ്ടത്. കാരണം 2019 ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച ശേഷം പ്രശാന്ത് ഭൂരിപക്ഷം കൂട്ടുന്നു, അതായത് കൂടുതൽ സ്വീകാര്യനായി മാറുന്നു പ്രശാന്ത്. അവിടെ നിന്ന് 61,111 വോട്ടുകൾ VK പ്രശാന്ത് 2021 നേടി. VV രാജേഷ് NDAയുടെ VV രാജേഷ് 39,596 വോട്ടുകൾ. വീണ S നായരായിരുന്നു UDF സ്ഥാനാർത്ഥി, 35,655 വോട്ട്. അവിടെ ഭൂരിപക്ഷം 21,515 വോട്ടായി ഉയർന്നിട്ടുണ്ട്. ഇനി ചോദ്യം ഒന്നാണ്, അതായത് മേയർ ബ്രോ എന്ന് വിളിക്കുന്ന വിളിപ്പേരുള്ള പ്രശാന്ത് അവിടുത്തെ വോട്ടർമാരോട് പറയുന്നത് ഇവിടെ പരമാവധി വികസനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, എൻ്റെ വികസനത്തിന് നിങ്ങൾ വോട്ട് തരണമെന്നാണ്. കെ മുരളീധരൻ പറയുന്നത് ഇത് എൻ്റെ മണ്ഡലമായിരുന്നു, ഞാൻ കുറച്ചു കാലം ഒന്ന് മാറി നിന്നു, എനിക്കിവിടെ നല്ല വോട്ട് ബേസ് ഉണ്ട്, വെറുതെ വർത്തമാനം പറയല്ല, ഞാൻ പണി എടുക്കുന്ന ആളാണ്. ഞാൻ മേയറായിരുന്ന കാലത്ത് കാണിച്ചതെന്നാണ്, ഞാൻ MLA ഇനി NDAക്ക് പറയുന്നത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് BJPയുടെ വോട്ട് കൃത്യമായിട്ട് വളരുന്ന ഒരു സ്ഥലമാണ് വട്ടിയൂർക്കാവ്. അപ്പൊ അവിടെ ശ്രീലേഖയാണ് എന്നതാണ് ഇവിടെ അസിത നേരത്തെ കാണിച്ച അവരുടെ ആത്മവിശ്വാസത്തിന് വിള്ളലേൽപ്പിക്കുന്ന അഭിപ്രായം കേട്ടാലോ. അസിത അതാ പറഞ്ഞത്, അവിടെ അങ്ങനെ ഒരു ത്രികോണ മത്സരത്തിന് സാധ്യത ഇല്ലല്ലോ. ത്രികോണ മത്സരത്തിന് ഇപ്പം അതായത് അവരിപ്പോ നമ്മുടെ ഈ വട്ടിയൂർക്കാവ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ കാണിച്ച, ഒരുപക്ഷെ പ്രധാനമന്ത്രിയൊക്കെ വന്നപ്പോൾ അവർ ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്തതായിരുന്നു, പക്ഷെ അവർ കാണിച്ചു. അവരുടെ ഒരു മെച്യൂരിറ്റി കുറവും രാഷ്ട്രീയ പക്വതയില്ലായ്മയാണെന്ന് വേണമെങ്കിൽ പല ആൾക്കാരും പറഞ്ഞിരുന്നു. നമ്മളിനി ഇത് ആവർത്തിക്കുന്നില്ല. എന്നാൽ പോലും അവിടെ യഥാർത്ഥത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ട് BJP വളരുന്നൊരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. മാത്രമല്ല 2 തെരഞ്ഞെടുപ്പിലെ വ്യത്യാസത്തിൽ VV രാജേഷ് നേടിയ ഭൂരിപക്ഷം, മാത്രമല്ല UDF 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. അങ്ങനെ അതും പ്രസക്തമാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് ചൂട് പിടിക്കുമ്പോൾ ഇതൊക്കെ ആളുകൾ മറന്നുപോകും. ശ്രീലേഖ NDA സ്ഥാനാർത്ഥിയാണ് അവിടെ. അപ്പൊ തീർച്ചയായിട്ടും അരയും തലയും മുറക്കിയ ആൾക്കാർ ഇറങ്ങും. അപ്പൊ അത് അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു ത്രികോണ മത്സരം വട്ടിയൂർക്കാവിൽ അരങ്ങേറില്ല എന്ന് അസിത പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്രമാനുഗതമായ വളർച്ച BJPക്ക് വോട്ട് ഷെയറിൽ ഉണ്ടായിട്ടുള്ള മണ്ഡലം തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. പക്ഷേ നമ്മൾ ഈ പറയുമ്പോഴും 2011 2016 ഒക്കെ BJPയുടെ സ്ഥാനാർത്ഥികൾ ആരാണ് എന്നുള്ളത് അതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. BJPയുടെ നമ്മൾ ഈ ഹാർഡ്കോർ BJP എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ RSS എന്നൊക്കെ പറയില്ലേ, ആ നിലയിലുള്ള സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ സ്വാഭാവികമായും BJPക്കാർ ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുക്കാൻ അവർക്ക് ഒരു മടിയുമില്ല. അത് ശ്രീലേഖയിലേക്ക് ലളിതമാണ്. വട്ടിയൂർക്കാവിൽ RSS ശക്തമാണ് എന്ന് പറഞ്ഞാൽ വട്ടിയൂർക്കാവിൽ RSS ശ്രീലേഖയല്ല, ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും ആ സംവിധാനം അങ്ങനെ വർക്ക് ചെയ്യും. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ പ്രശ്നം കെ മുരളീധരന് വട്ടിയൂർക്കാവിന്റെ ആഴങ്ങളിൽ വലിയ വേരുകളുണ്ട്. അതിനെ സമാന്തര സംവിധാനമുണ്ട്. ഇനി ഒറ്റ കാര്യം, പിന്നെ അവിടെ ആഷ്മി വേറെ കാര്യം കൂടി, NSSന് നല്ല സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ്. നമ്മൾ ഈ പറഞ്ഞ നിലയിൽ ക്രമാനുഗതമായ വളർച്ച അവിടെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായി അത് BJPക്കാണ്. അപ്പോൾ നമ്മൾ അത് വോട്ട് ഷെയർ കഴിഞ്ഞ വർഷങ്ങളിൽ അതുകൂടി പരിശോധിച്ചാൽ വന്നിട്ട് നമ്മുടെ വാളിൽ അത് വരുന്നു. 2011 LDFന് ലഭിച്ച ആകെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 35.84%. UDFിലേക്ക് വരുമ്പോൾ അത് 50.19% ആകുന്നുണ്ട്. മണ്ഡലം രൂപീകരിച്ച ശേഷം ആദ്യം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. കെ മുരളീധരനെ പോലെ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നു. UDFന് അനായാസ വിജയം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന നിലയിൽ പകുതിയിലധികം വോട്ട് ഷെയർ നേടി 50.19%. അതേസമയം NDAയിലേക്ക് വരുമ്പോൾ VV രാജേഷ് ആയിരുന്നു അല്ലെ, VV രാജേഷിന്റെ തെരഞ്ഞെടുപ്പായിരുന്നു. 11.98% മാത്രമാണ് 2011. അത് നോക്കൂ SK, നമ്മൾ ആ പറഞ്ഞ മാറ്റം പ്രകടമാകുന്നു 2016 കണക്കിലേക്ക് വരുമ്പോൾ. LDF 35.84 ഉണ്ടായിരുന്നിടത്തു നിന്നും 29.79 കുറയുകയാണ്. UDF ആകട്ടെ 37.81 ആകുന്നു. വീണ്ടും വിജയിക്കുന്നുണ്ട് എങ്കിൽ പോലും ആ നിലയിലൊരു മാറ്റം, വലിയ വോട്ട് ഷെയറിൽ കുറവുണ്ടാകുന്നു എന്നുള്ളതാണ്. BJPയുടെ വളർച്ച ഏറ്റവും പ്രധാനമാണ്. ആ കണക്ക് നോക്കൂ, 11.98 നിന്നും 32.19 NDA അവിടെ മാറുന്നുണ്ട്. കുമ്മനം രാജശേഖരൻ മത്സരം, ഞാൻ അതാണ് പറഞ്ഞത്. ആ രണ്ടിടത്തും സ്ഥാനാർത്ഥികൾ ആരായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് BJP സംബന്ധിച്ചിടത്തോളം. 2019 ആ ഉപതെരഞ്ഞെടുപ്പ്,
അതിന്റെ കണക്ക് തൽക്കാലം ഇവിടെ ഇല്ല. അതിനുശേഷം ഇതാ 2021 വരുമ്പോൾ ആ ഒരു ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ 29.79 നിന്നും 44.40 എന്ന് പറയുന്ന ഒരു കുത്തനെയുള്ള വർധനവ് LDF ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് 2019 ഉപതെരഞ്ഞെടുപ്പ് ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അവിടെയാണ് VK പ്രശാന്ത് വോട്ട് ഉയർത്തുന്നു. 2021 എത്തുമ്പോൾ അത് കുത്തനെ എന്ന് തന്നെ പറയാവുന്ന നിലയിൽ, കാരണം 29 നിന്നും 2021 എത്തുമ്പോൾ 44.40 മാറുന്നു എന്നുള്ളതാണ്. UDF വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. 25.76 ഒന്നാം സ്ഥാനത്ത് നിന്നവർ മൂന്നാം സ്ഥാനത്തേക്ക് അവിടെ ഒറ്റ കാര്യം കൂടി പറയട്ടെ. അതായത് കെ മുരളീധരൻ വളരെ വലിയ ഏറ്റവും സീസൺഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ്, വളരെ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ്. പിന്നെ ഒറ്റ കാര്യമുണ്ട്, നേമത്ത് പോയി മത്സരിച്ച് കുമ്മനം രാജശേഖരനെ BJPയുടെ അക്കൗണ്ട് പൊട്ടിച്ച കെ മുരളീധരൻ എവിടെ മത്സരിച്ചാലും ഞങ്ങൾ തോൽപ്പിക്കും എന്ന് പറഞ്ഞ BJP വിജയ സാധ്യതയ്ക്ക് വലിയ ശരിയാണ്. അത് ശരിയാണ്. പക്ഷേ കെ മുരളീധരന് വട്ടിയൂർക്കാവിൽ ക്രിസ് ക്രോസ് ആഴത്തിൽ വരും. അപ്പൊ ഞാൻ ട്രിവാൻഡ്രം ഉണ്ടായിരുന്ന ആളാണ്, വട്ടിയൂർക്കാവ് ഉണ്ടായിരുന്ന ആളാണ്. ഒരു സ്ലിപ്പർ വിട്ട് അതുവഴി ഇതുവഴിയൊക്കെ നടക്കും. ആഴത്തിൽ വേരുണ്ട്, അവിടെ ബന്ധങ്ങളുണ്ട്, ചെറിയ ചെറിയ കൂട്ടായ്മകളായ ബന്ധങ്ങളുണ്ട്. വോട്ട് ഉറപ്പിക്കാനുള്ള കൃത്യമായ സംവിധാനം കെ മുരളീധരനുണ്ട്. ഇപ്പോൾ ഡൽഹിയിലേക്കാണ് വിനീത വിജയ് തത്സമയം ചേരുന്നു. കോൺഗ്രസ് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി നിർണയത്തിനായി ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഡൽഹിയിൽ അവസാനിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. ഇന്ദിരാഭവനിലായിരുന്നു യോഗം ചേർന്നത്. ഡൽഹിയിൽ നിന്ന് വിനീത വിജയ് അപ്ഡേഷനുമായി ചേരുന്നു. വിനീത, പറയൂ, എന്തൊക്കെയാണ് ചില കാര്യങ്ങളിലൊക്കെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നിട്ടില്ല, എന്തെങ്കിലുമൊക്കെ തീരുമാനമായി എന്ന് വിവരം ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും പട്ടിക ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന എസ്കൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ദിരാഭവനിലാണ്. ഇന്ദിരാഭവന് പുറത്ത് ശക്തമായിട്ടുള്ള മഴയുണ്ട്, അകത്ത് ചൂടുപിടിച്ചുള്ള ചർച്ചകൾ, ആ ചർച്ചകൾ ഏറെക്കുറെ അന്തിമമായിരിക്കുന്നു. ഇപ്പോൾ യോഗം അവസാനിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പട്ടിക ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രണ്ടാം ഘട്ട പട്ടികയായിരിക്കും ഉണ്ടാവുക. പക്ഷേ അതേസമയം മുഴുവൻ സ്ഥാനാർത്ഥികളെയും രണ്ടാം ഘട്ട പട്ടികയിൽ പ്രഖ്യാപിച്ചേക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ചില മണ്ഡലങ്ങൾ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ സുധാകരൻ അവകാശവാദം ഉന്നയിക്കുന്ന കണ്ണൂർ, ഒപ്പം തന്നെ കോന്നി ഉൾപ്പെടെയുള്ള ചില മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടുകൊണ്ട് തന്നെയായിരിക്കും ആ പട്ടിക ഉണ്ടാവുക. ഏതാണെങ്കിലും അല്പസമയത്തിനകം തന്നെ ആ പട്ടിക പ്രഖ്യാപനത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. നിർണായകമായിട്ടുള്ള യോഗമാണ് ഇന്ന് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ചില മേഖലകളിലൊക്കെ തന്നെ ഇപ്പോൾ ഈ പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള ചില മണ്ഡലങ്ങളിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് ചില വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. ഏതാണെങ്കിലും ആ തർക്കങ്ങളൊക്കെ ഏറെക്കുറെ പരിഹരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അല്പസമയത്തിനകം രണ്ടാം ഘട്ട പട്ടിക പ്രഖ്യാപനം ഉണ്ടായേക്കും. ഒപ്പം തന്നെ തുടർ ചർച്ചകൾ, മറ്റ് ഈ പ്രശ്നമുള്ള മണ്ഡലങ്ങൾ സംബന്ധിച്ചുകൊണ്ടുള്ള തുടർ ചർച്ചകൾ വീണ്ടും ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെക്കൻ മേഖലകളിലേക്കൊക്കെ, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ഈ തെക്കൻ മേഖലകളിലേക്കൊക്കെ വരുമ്പോൾ വലിയ അത്തരത്തിലേക്കുള്ള വിവാദങ്ങളും ഒപ്പം തന്നെ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടായ മണ്ഡലങ്ങളും ഒക്കെ ആ മേഖലകളിൽ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ തന്നെ ഏറെക്കുറെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാസർഗോഡ്, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലേക്കുള്ള മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ദിവസം ഈ പ്രഖ്യാപനം ഉണ്ടായപ്പോൾ ഒരു മണ്ഡലങ്ങളിലേക്കും അവിടെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. ഇത്തവണ ഈ രണ്ടാം ഘട്ട പട്ടികയിൽ ആ മേഖലകളിലേക്കൊക്കെ ഉള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇന്ദിരാഭവനിൽ യോഗം കഴിഞ്ഞ നേതാക്കൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചേക്കും. ഒപ്പം തന്നെ രണ്ടാം ഘട്ട പട്ടിക അല്പസമയത്തിനകം പുറത്തുവിടും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. താങ്ക് യു. വിനീത വിജയാണ് ഡൽഹി കോൺഗ്രസിന്റെ പട്ടിക നമ്മൾ കാത്തിരിക്കുമ്പോഴുള്ള ഏറ്റവും കൗതുകകരമായ കാര്യം എനിക്ക് തോന്നിയത്, ഈ VD സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ പോലുള്ള ആളുകളുണ്ടല്ലോ, അവരൊഴിച്ചു നിർത്തിയാൽ കോൺഗ്രസിന് ഒരു തർക്കവും ഇല്ലാതിരുന്നത് CPM നിന്നും LDF നിന്നും വിട്ടുവന്ന ആളുകളുമായി ബന്ധപ്പെട്ട മണ്ഡലങ്ങളിൽ മാത്രമാണ്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അത് വളരെ കൗതുകകരമാണ്. VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത്, ഞങ്ങളാണ് ശരിക്കും ലെഫ്റ്റ്, അത് ഞങ്ങൾ പ്രൂവ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ തെരഞ്ഞെടുപ്പിനെ ഇറങ്ങുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഒരു തരത്തിൽ ചിന്തിച്ചാൽ ജനങ്ങളെ അഭിമുഖീകരിക്കണമെങ്കിൽ ലെഫ്റ്റാണ് എന്ന ബോധ്യം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ, അതായത് അതിലാണ് ഇപ്പോൾ കൂടുതൽ ഇടതു പാർട്ടികൾ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ CPM പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ CPM എന്നൊരു വാചകം, ഞാൻ ലെഫ്റ്റില് CPM CPI കഴിഞ്ഞാൽ പിന്നെ കേരള കോൺഗ്രസ്, മാണി, കോൺഗ്രസ്, NCP,
അല്ല ഞാനും അവരാന്ന് പറയാൻ വേണേ ഇടതുപക്ഷം. ഇതൊന്നുമല്ല, ഇത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ എണ്ണത്തെ കുറിച്ചൊന്നുമല്ല. ഞാൻ ലെഫ്റ്റ് എന്ന് പറയുന്ന വിശാല കാഴ്ചപ്പാടിനെ കുറിച്ചാണ് ഞാൻ. ഞങ്ങളാണ് കോൺഗ്രസ് ഒരു മുന്നറിയിപ്പ് കൊടുത്തു. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്. ശരിയാണ്, അവിടെ ഇത്ര തർക്കം നടക്കും, ചർച്ച നടക്കും, ഒക്കെ നടക്കും. പക്ഷെ ഒരു സമയം കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തകർക്ക് ഒരു ക്ഷമയുടെ നെല്ലിപ്പലകയുണ്ട്. CPM പോലെ നേതാക്കൾ പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന അണികളല്ല അതിന്റെ അണികൾ. ക്ഷമയുടെ നെല്ലിപ്പല കഴിഞ്ഞാൽ ഈ പ്രവർത്തകർ ആഞ്ഞിറങ്ങും, അവർ നേതാക്കൾക്കെതിരെ ആഞ്ഞടിക്കും. ഒരു സ്നേഹവും ഇല്ലാതെ, ഒരു കീഴ്വഴങ്ങലും ഇല്ലാതെ, ഒരു അടിമത്തവും ഇല്ലാതെ നേതാക്കൾക്കെതിരെ ശക്തമായി സംസാരിക്കുന്നതാണ്. അതിനോട് എത്തിക്കാതിരിക്കലാണ് കോൺഗ്രസ് നല്ലത് ഞാൻ പറയണം. അല്ലല്ല, ഇതിനേക്കാൾ വഷളായ കാലങ്ങളുണ്ടായിരുന്നു. പറഞ്ഞിട്ടില്ലേ? അതായത് കണ്ടുപറിച്ച് മാത്രമല്ല, ഈ 3 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഇറങ്ങി പ്രചാരണം തുടങ്ങി, പോസ്റ്റർ അടിച്ച് എല്ലായിടവും ഒട്ടിച്ച് ചുവരെഴുതി സ്ഥാനാർത്ഥികൾ സ്വീകരണമേറ്റ ഏറ്റുവാങ്ങി. ശിവദാസൻ നായർ പിന്നീട് മാലയത്ത് സരളാദേവി, കെ കരുണാകരൻ പിടിച്ച പിടിയെ നിൽക്കുകയാണ്. 3 സ്ഥാനാർത്ഥികളെ മാറ്റിയേ പറ്റൂ. അങ്ങനെ 3 സ്ഥാനാർത്ഥികളെ കെ കരുണാകരൻ പറഞ്ഞവരെ പിന്നീട് കൊണ്ടുവന്ന ചരിത്രമുണ്ട്. അങ്ങനെ ജയിച്ചു. അല്ല, ഞാൻ പറയാം, അങ്ങനെ കോൺഗ്രസിൽ ഇതെല്ലാം ഇങ്ങനെ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ ഇതൊക്കെയാണ് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് സമിതി മണിക്കൂറുകളോളം യോഗം ചേർന്ന് ഈ ശരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ സജീവമായ പ്രചാരണ പരിപാടികളൊക്കെ ആരംഭിക്കുന്നതിന് പ്രത്യേകിച്ച് VD സതീശൻ അദ്ദേഹത്തിന്റെ ഈ യാത്രയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് അൺയൂഷ്വൽ ആയിട്ടൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതായത് കോൺഗ്രസ് അണികളിലൊക്കെ തന്നെ വലിയൊരു ഐക്യബോധമുണ്ട്, നേതാക്കന്മാരൊക്കെ തന്നെ ഫാളിൻ ലൈനാണ് എന്നൊരു തോന്നലുണ്ടായിരുന്നു. ആ തോന്നലിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത് 24 മണിക്കൂറിനകം നമ്മൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. പക്ഷേ കെ സുധാകരൻ അവിടെ കണ്ണൂരിൽ വെടിവെക്കുമെന്ന് അദ്ദേഹം സ്വപ്നേവി വിചാരിച്ചിട്ടുണ്ടാകും. ഒരർത്ഥത്തിൽ ഈ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് VD സതീശൻ അത് പറഞ്ഞു. ഈ മുൻകാല തെരഞ്ഞെടുപ്പുകൾ സാധാരണ ഇതിൽ നമ്മൾ ഈ കെ കരുണാകരൻ, AK ആന്റണി ആ ഫൈറ്റ് നടക്കുന്ന കാലത്ത് അറിയാമല്ലോ, ഒരു പട്ടികയായിട്ട് അങ്ങോട്ട് പോകും, അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് ചർച്ച, വീണ്ടും ഇവിടുന്ന് വെട്ടിത്തിരുത്തുന്നു, അങ്ങോട്ട് പോകുന്നു, തിരിച്ചു വരുന്നു, ഹൈക്കമാൻഡിനെ കാണുന്നു, ദിവസങ്ങൾ നീളുന്ന ചർച്ചയാണ്. അവസാനം ഒരു രാത്രിയായിരിക്കും, ഏതെങ്കിലും 10 മണിക്ക്. എന്തിന് അന്തരിച്ചു പോയി, നേരത്തെ പറഞ്ഞ പോലെ അന്തരിച്ചു പോയ അഹമ്മദ് പട്ടേൽ, അദ്ദേഹം എന്ന് പറഞ്ഞാൽ പാതിരാത്രിയിലെ ചർച്ച നടത്തും. 11 മണി, 12 മണി, 1 മണിക്ക് അദ്ദേഹത്തിന് ഒരു പ്രശ്നമല്ല, രാത്രിയിലുള്ള ഒരു ചർച്ചയാണ്. നമ്മുടെ ചില മാധ്യമ സുഹൃത്തുക്കൾ അന്ന് പാതിരാ പട്ടേൽ എന്ന് വരെ അദ്ദേഹത്തെ വിളിക്കുക. കാരണം അദ്ദേഹത്തിന് രാത്രി മാത്രം അല്ല, ഞാൻ പറഞ്ഞത് അല്ല, ഇപ്പൊ ഇതൊക്കെ വെച്ച് നോക്കിയാൽ ഒരു 2 ദിവസം കൊണ്ട് കുറച്ചുകൂടെ നേരെയായിട്ടുണ്ട്. മാത്രമല്ല, ഈ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 60 സീറ്റുകളുടെ ലിസ്റ്റ് VD സതീശൻ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് തന്നെ കാലം കുറയായി. അങ്ങനെ അത്രയും ഇംപ്രൂവ്മെന്റ് കഴിഞ്ഞ ബൈ ഇലക്ഷനിലൊക്കെ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും, തദ്ദേശത്തിൽ ആദ്യം സ്ഥാനത്ത് പ്രഖ്യാപിക്കുകയും, അപ്പൊ അത് ഒരു ന്യൂ പ്രൊഫഷണൽ രീതി, ഞങ്ങൾ അതിൽ അഗ്രഹണ്യരാണ് പ്രതീതി ഉണ്ടാക്കുകയും ചെയ്തു. ഒറ്റ കാര്യം കൂടി, എന്തുകൊണ്ടാണ് ഇതിപ്പോ വിവാദമായെന്ന് വെച്ചാൽ, ഈ 2 ദിവസം പോലും നേരത്തെ ഈ VD സതീശൻ ഉൾപ്പെടെയുള്ള KPCC പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വൻ വിജയം നേടിയതിനു ശേഷം പറഞ്ഞിരുന്നു, ഞങ്ങൾ ആദ്യം 24 മണിക്കൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂർ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ. അപ്പോൾ നമുക്ക് ഇനി ജെൻസി മാനിഫെസ്റ്റോ. ഹലോ എവരിവൺ, വെൽക്കം ടു ജെൻസി മാനിഫെസ്റ്റോ. അപ്പോൾ നമുക്ക് തുടങ്ങുമല്ലേ? സെറ്റല്ലേ? പിന്നെന്താ, എല്ലാം സെറ്റാണ്. നമ്മളിതാ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, തെരഞ്ഞെടുപ്പാണ്, തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് ചൂടോടെ ഒരു സ്ഥാനാർത്ഥിയും കിട്ടിയിട്ട്. ആരാത്? യെസ്, തൃക്കാക്കരയിൽ 2020 സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന അഖിൽ മാരാരാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ധന്യ, മാരാര് മിന്നിക്കും ഓഫ് കോഴ്സ്. അപ്പോൾ നമ്മുടെ ചൂടേറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ചേട്ടൻ ഇവിടെ സെറ്റാണ്. ചേട്ടൻ സെറ്റല്ലേ? ഞാൻ സെറ്റ്. സോ വെൽക്കം ടു ജെൻസി മാനിഫെസ്റ്റോ. ആരാണ് അഖിൽ മാരാർ? ഒറ്റ വാക്കിൽ എന്താണ് ഉത്തരം? അഖിൽ മാരാർ വളരെ സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരനാണ്. ഒരുപാട് കഷ്ടപ്പാടിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആവാൻ ശ്രമിച്ചവൻ്റെ ഒരു പോരാട്ടമുണ്ട് കഴിഞ്ഞ 37 വർഷത്തെ ജീവിതത്തിനിടയിൽ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പ്രത്യേകത, ഈ ഏറ്റവും സാധാരണക്കാർക്കിടയിൽ നിന്ന് വളർന്നു വന്നതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് കൃത്യമായിട്ടറിയാം. അതിനുശേഷം ജീവിതത്തിലൊരു ഷിഫ്റ്റ് ഉണ്ടായിട്ട് ഈ നിങ്ങളൊക്കെ കാണുന്ന ഇന്നത്തെ ഒരു അഖിൽ മാരാരുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ വന്നൊരു ചേഞ്ച് ഉണ്ട്. ആ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ പറയും. അപ്പം തൃക്കാക്കര പോലൊരു മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ 2 ടൈപ്പ് ഓഫ് ഓഡിയൻസും അല്ലെങ്കിൽ ജനങ്ങളും ഉള്ളൊരു മണ്ഡലമാണ്. ഒരു അപ്പർ ക്ലാസ് കാറ്റഗറി പെടുന്ന ആൾക്കാരുമുണ്ട്, ജീവിതത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഈ 2 മനുഷ്യരെയും മനസ്സിലാക്കാനും അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനും കഴിയുന്ന ഒരു സാധാരണ മനുഷ്യൻ. ഇന്നും അമ്മ തൊഴിലുറപ്പിന് പോകുന്നു എന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു മകൻ. ഇപ്പോൾ ജനങ്ങൾ പറയാണ് അവൻ കുറച്ച് ഷോർട്ട് ടീമാണ്, അവന് നമുക്ക് സാധാരണക്കാർക്കൊന്നും പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ
അഖിൽ മാരാർ എങ്ങനെ പ്രതികരിക്കും? അത് ജീവിതത്തിൽ ഷോ കാണിക്കാൻ ആഗ്രഹിക്കുന്നവന് എന്നോട് തോന്നുന്ന ഫ്രസ്ട്രേഷൻ മാത്രമാണ്. ഞാൻ ആക്ച്വലി ഒരു ഷോയും കാണിക്കാത്ത ഒരാളാണ്. എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരുത്തൻ വലിയ ഷോ ഓഫ് എൻ്റെ അടുത്ത് കാണിക്കാൻ ശ്രമിച്ചാൽ അവൻ്റെ അപ്പുറത്തെ ഷോ ഞാൻ കാണിക്കും. ഇപ്പൊ ഞങ്ങൾ പറയാണ് അഖിൽ മാരാർ ഒരു നിലപാടില്ലാത്ത ഒരാളാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എങ്ങനെ നിങ്ങൾ റിയാക്ട് ചെയ്യും? ഇനി ഞാൻ മാറ്റി നിലപാട് ഏതൊക്കെയാന്ന് പറഞ്ഞു. ഈ അഖിൽ മാരാറിന്റെ ജനാധിപത്യം എന്താ അങ്ങനെയാണെങ്കിൽ? എൻ്റെ ജനാധിപത്യം എന്താണ്? ഈ രാജ്യത്ത് നിശബ്ദനാക്കപ്പെടുന്ന ജനതയ്ക്ക് എല്ലാ സമയത്തും ഉയർന്ന് സംസാരിക്കാനും അവൻ്റെ ആവശ്യങ്ങൾ മറ്റൊരുത്തൻ്റെ അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്തപ്പെടാൻ പറ്റാത്ത രീതിയിൽ തുറന്ന് സംസാരിക്കാനുള്ള സ്പേസ് സൃഷ്ടിക്കപ്പെടണം. താൻ പോയിട്ട് റോട്ടിൽ ഒരു അവിടെ ഒരു പെൺകുട്ടിക്ക് ഒരു നീതി നിഷേധിക്കപ്പെടുന്ന ഒരു പ്രശ്നം താൻ കാണുന്നു. താൻ ഒറ്റയ്ക്ക് പോയി ചോദിക്കും നീ ആരടി എന്നൊരു ചോദ്യം വരും. 24-ന്റെ മൈക്കും പിടിച്ച് താൻ പോയി ചോദിക്കുമ്പോൾ ഈ ചോദ്യം വരത്തില്ല. അവിടെ തന്നെ നിലനിർത്തുന്നതും തൻ്റെ ചോദ്യത്തിന് പവർ കൂട്ടിത്തരുന്നതും ഇതാണ്. ചേട്ടനൊരു അല്ലെങ്കിൽ അഖിൽ മാരാർ ഒരു സ്ത്രീ വിരുദ്ധനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും? നീ കൂടുതൽ വിശദീകരിച്ച് അങ്ങനെ പറഞ്ഞാൽ എന്ത് പറയുമെന്ന് ചോദിച്ചാൽ അത് പറയുന്നതിൻ്റെ വിവരക്കേടെന്ന് പറയാൻ പറ്റും. എന്താണ് കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം? പ്രേക്ഷകരോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇവരൊക്കെ പറയുന്ന പകുതിയെ വിശ്വസിക്കും. പകുതിയെ നിങ്ങൾ വിശ്വസിക്കാവൂ. പകുതി സത്യം നിങ്ങൾ കുറച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അഖിൽ മാരാർ സംസാരിക്കാൻ നമുക്ക് ജെൻസി മാനിഫെസ്റ്റോ ബാക്കി നാളെ കാണാം. നാളെ കാര്യം കുട്ടികൾ പൊളിച്ചു, അഖിൽ മാരാരും പൊളിച്ചു. കൂട്ടത്തിൽ പറയണമല്ലോ ഹാഷ്മി, ഞങ്ങൾ ഒരു നാട്ടുകാരാ. നേരത്തെ അറിയാം. അസിത പൂജാതയായത് എവിടെയാണെന്നറിയാം? കൊട്ടാരക്കര താലൂക്കിലെ തലച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ നാടിന് അസിത സഹീർ തലച്ചിറ PO കൊട്ടാരക്കര. അഖിൽമാരാർ കഷ്ടപ്പെട്ടുണ്ട്. അഖിൽമാരാർ പട്ടിണി നടന്നിട്ടുണ്ട്. ഈ പറഞ്ഞ മെഡിക്കൽ റെപ്പ് രാവിലെ മുതൽ രാത്രി അലഞ്ഞെടുക്കും. നേർക്ക് നിറയുന്ന കാര്യമാണ്. അങ്ങനെ കഷ്ടപ്പെട്ട ഒരുത്തനാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പൈസ ഒക്കെ വേറെ വഴിക്ക് പോയി. പക്ഷേ തൃക്കാക്കരയിൽ വലിയൊരു ചലനം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അത്ര എളുപ്പമല്ല. പക്ഷേ അഖിൽ മാരാർക്കെല്ലാം ആശംസകൾ. 2020 ആണെങ്കിൽ പോലും ഒരു 50-50 ചാൻസ് പോലും ഇപ്പൊ പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ശരിക്കും നമുക്ക് നാളെയും ഇത് തുടരുന്നുണ്ട്. എന്നാലും മാഷ്മി, നമ്മളിത് ശ്രദ്ധിച്ച പ്രേക്ഷകരോട് നമുക്ക് എന്തുവാ ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാനുള്ളത്? ഞാനൊരു എന്റെ തോന്നലേ പറഞ്ഞോട്ടെ. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. ഒരുപാട് വിവാദങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇനി ആകെ 11 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഒരുപാട് വിവാദങ്ങൾ സംഭവിക്കാനിരിക്കുന്നു. പക്ഷെ എൻ്റെ പാലക്കാട് ബൈ ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിലെ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ബൈ ഇലക്ഷൻ റിപ്പോർട്ടിങ്ങുകളിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും എൻ്റെ ഒരു അനുഭവം ഓർമ്മ വെച്ച് ഞാൻ പറയുന്നത്, ജനം ഇതിനോടകം ആർക്ക് വോട്ട് ചെയ്യണം തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന പ്രചരണ കാലയളവോ അല്ലെങ്കിൽ ഉണ്ടാവുന്ന വിവാദങ്ങളോ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഉണ്ടാകുന്ന പല കാര്യങ്ങളും ഒന്നും ബാധിച്ചിട്ടില്ലല്ലോ. ഞാൻ അവരെ സ്വാധീനിക്കാൻ ഇടയില്ല. ജനം ഇതിനോടകം തന്നെ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്വാധീനിക്കുന്ന വളരെ ന്യൂനപക്ഷം ചെറിയ ശതമാനം ഉണ്ടാവുമായിരിക്കും. ഇതിനുശേഷം ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പറയുന്ന വലിയ ബഹളത്തിൽ സ്വാധീനിക്കപ്പെടുന്നവർ. അതല്ലാതെ ബഹുഭൂരിപക്ഷം കേരളം ഇതിനോടകം തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത ആരാണ് നമ്മളെ ഭരിക്കേണ്ടത്, ആരാവണം അടുത്ത മുഖ്യമന്ത്രി ഉറപ്പിച്ചതാണ്. ഞാൻ ആഷ്മിയോട് വളരെ സ്നേഹപൂർവ്വം വിയോജിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ ആ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ വരെ ഉണ്ടാകുന്ന സംഭവങ്ങൾ ജനങ്ങളുടെ അവരുടെ സമ്മതിദാനാവകാശത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വളരെ കുറച്ച് ആൾക്കാരായിരിക്കാം എങ്കിൽ പോലും അത് ഇപ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതിയല്ല ഇപ്പോഴുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ വികസനം സംബന്ധിച്ച് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതേസമയം വളരെ പ്രധാനപ്പെട്ട ശബരിമല പോലെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ ജനങ്ങളുടെ മനസ്സിൽ നേരത്തെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും അവസാന സമയങ്ങളിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ കേരളത്തിലെ വോട്ടറെ സ്വാധീനിക്കും എന്ന പക്ഷമാണ് എനിക്കുള്ളത്. പാലക്കാട് ബൈ ഇലക്ഷൻ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അവിടെ പോയി ഇറങ്ങിയപ്പോൾ മുതൽ അവിടുത്തെ UDF കാരനെതിരായിരുന്നു സകലമാന കാര്യങ്ങൾ. അവിടെ സരിന്റെ പൊട്ടിത്തെറി, മാരക ബഹളം, അടിനാശം, വെള്ളപ്പൊക്കം, ഒരുപാട് വിവാദങ്ങൾ, നീലപ്പെട്ടി, ഏറ്റവും ഒടുവിൽ സരിൻ ജയിക്കുമെന്ന് പറഞ്ഞവരുണ്ട്. BJP ഇഞ്ചോടിഞ്ച് ഒന്നും സംഭവിച്ചില്ല. അവിടെ എന്താണ് ചരിത്ര ഭൂരിപക്ഷത്തിൽ അവിടുത്തെ UDF സ്ഥാനം ജയിച്ചു. ജനം തീരുമാനിച്ചാണ്. എന്തായാലും ഗോപി പറഞ്ഞതുപോലെ ഏറ്റവും അവസാനം സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഈ പല മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം പരിശോധിക്കുകയാണെങ്കിൽ വളരെ നേർത്തതാണ്. സുധാകരൻ പിടിവാശി പിടിക്കുന്ന കണ്ണൂരിൽ പോലും 1729 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കടന്നപ്പള്ളി രാമചന്ദ്രനുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അത്തരം മണ്ഡലങ്ങളിൽ ഈ അവസാന നിമിഷം ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും സ്വാധീനിക്കുമെന്നതിൽ ഒരു തർക്കവും. തീർച്ചയായും എനിക്കും ആ ഹാഷ്മിയോട് ആ കാര്യത്തിൽ വിയോജിപ്പുണ്ട്. തെരഞ്ഞെടുപ്പാകുമ്പോൾ ഏറ്റവും അവസാനത്തെ സംഭവങ്ങൾ പോലും സ്വാധീനിക്കും. കാരണം പല മണ്ഡലങ്ങളും ഭൂരിപക്ഷം മണ്ഡലങ്ങളും ഏതാണ്ട് 5000-നടുത്തോ 1000-ന് താഴെ അങ്ങനെ ആ നിലയിലുള്ള ഭൂരിപക്ഷം വളരെ തിൻ മാർജിൻ മാത്രമാണുള്ളത്.
അവിടെ ഏതായാലും ഇത്തരം കാര്യങ്ങൾ വോട്ടർമാരെ പല കാര്യങ്ങൾ ഏറ്റവും അവസാനം സംഭവിക്കുന്ന കാര്യങ്ങൾ പോലും സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് വോട്ടർമാർ വിധി നിർണായകമാണ്, അതോടൊപ്പം തന്നെ വിഷയങ്ങളും. നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ആഷ്മി, സമയത്തിന്റെ പ്രശ്നമുണ്ട്. ഒറ്റ വാചകം, ആഷ്മിയുടെ ഒറ്റ വാചകം. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും എന്റെ നിലയിൽ ഉറച്ചിരിക്കുന്നു. യോജിച്ചുകൊണ്ട് തന്നെ ഞാനും യോജിക്കുന്നു. ഏറ്റവും അവസാനത്തെ ദിവസത്തിന്റെ തലേദിവസം നമ്മൾ പേപ്പർ 9 ആണല്ലോ, 8-ാം തീയതി ഉണ്ടാകുന്ന സംഭവങ്ങൾ പോലും ചിലപ്പോൾ പോളിംഗ് ബൂത്തിൽ സ്വാധീനം ചെലുത്തിയെന്ന് വരാം. അത് മാത്രമല്ല, നമ്മുടെ ആൾക്കാർ വളരെ ബോധവൽക്കരണം കിട്ടിയിട്ടുള്ള കാര്യം, പ്രത്യേകിച്ച് പൊളിറ്റിക്കലൈസ്ഡ് ആയ ഒരു സൊസൈറ്റിയാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ സ്വാധീനിച്ചെന്ന് വരാം. നമുക്ക് എന്തായാലും കൂടുതൽ ചർച്ച ചെയ്യാൻ അവസരമുണ്ട്. ഇനി നാളെ വൈകുന്നേരം 5 മണിക്ക് ഈ ഗ്രാൻഡ് ഡിബേറ്റ് തുടരും. ഇത്ര നേരം നിങ്ങൾ ഞങ്ങളെ കണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ വിഷമമുണ്ടാകും. അവൻ വീണ്ടും വരും. ആര്? ഞാനേ. അപ്പോൾ തമ്മിൽ SKN അല്പനിമിഷങ്ങൾക്കകം ആരംഭിക്കും. ഈ ഡിബേറ്റ് ഇവിടെ അവസാനിക്കുന്നു. ഇനി നമ്മൾ ഈ പരിപാടിയുമായി ഞങ്ങൾ 5 പേർ കാണുക നാളെ വൈകുന്നേരം 5 മണിക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.